കാസർഗോഡ് പെരിയയിലെ ഇരട്ടക്കൊലപാതകത്തിന്റെ കേസിന്റെ തുടർച്ചയായിട്ടുള്ള 5ാമത്തെ ദിവസമാണ് ഇന്ന് എൻകൗണ്ടർ വിഷയമായി പരിഗണിക്കുന്നത്. ഇന്നത്തെ ദിവസം പരിഗണിക്കുന്നതിനൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ കാസർഗോഡ് ഉണ്ടായിരുന്നു, പെരിയയുടെ തൊട്ടടുത്തുണ്ടായിരുന്നു. പെരിയയിൽ പേഷ് എന്ന ചെറുപ്പക്കാരന്റെ അച്ഛൻ സഖാവ് കൃഷ്ണൻ പിണറായി വിജയൻ തന്റെ വീട് സന്ദർശിക്കുമെന്ന് ആഗ്രഹിച്ചിരുന്നു. ഞങ്ങളുടെ റിപ്പോർട്ടർക്ക് കൃപേഷിന്റെ അച്ഛൻ കൃഷ്ണൻ നൽകിയ ആ മൊഴി ഒന്ന് കേൾക്കാം, പ്രതീക്ഷയൊന്ന് കേൾക്കാം. മുഖ്യമന്ത്രി വരുന്നത് നമുക്ക് നമ്മുടെ കുടുംബത്തിന് എല്ലാവരും സ്വാഗതമാണ്. എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്, എല്ലാവരും മുഖ്യമന്ത്രിയാണ്. ഈ സ്ഥിതികളിലൂടെ കഴിഞ്ഞ് എൻ്റെ വീടും സന്ദേശമെല്ലാം കണ്ട് പോകുന്നതിന് നമുക്ക് പ്രശ്നമില്ല. അതുമാത്രമല്ല, മുഖ്യമന്ത്രി വരുന്നത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ആവശ്യങ്ങൾ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുകയും ചെയ്യാം. എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോഴത്തെ അന്വേഷണത്തോടു കൂടി വലിയ വിശ്വാസമില്ല. അപ്പോൾ ഞാൻ ഉന്നയിച്ച പ്രതികളൊക്കെ പുറത്തു തന്നെയുണ്ട്. എൻ്റെ മകനെതിരായിട്ട് കൂടുതൽ നടത്തിയ പ്രതികൾ പുറത്താണല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ അന്വേഷണത്തോട് നമുക്ക് വലിയ താല്പര്യമില്ലാതെ വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി വന്നാൽ എനിക്ക് ചിലത് പറയാനുണ്ട്. എന്റെ വീട് കാണിച്ചു കൊടുക്കാം, എന്റെ മക്കളുടെ അവസ്ഥ കാണിച്ചു കൊടുക്കാം. മാത്രമല്ല, ഈ കേസ് അന്വേഷണത്തിൽ എന്റെ അതൃപ്തി അറിയിക്കാം. CBIക്ക് ഈ കേസ് വിടണമെന്ന് ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് പിണറായി വിജയനെ ബോധ്യപ്പെടുത്താൻ കഴിയുമെന്ന് സഖാവ് കൃഷ്ണൻ പറഞ്ഞു. പക്ഷേ മുഖ്യമന്ത്രി വന്നില്ല. മുഖ്യമന്ത്രി വരാതിരുന്നപ്പോൾ കൃഷ്ണനോട് ഇതേ ചോദ്യം ചോദിച്ചു 24. അപ്പോൾ സഖാവ് കൃഷ്ണൻ പറഞ്ഞ മറുപടി കേൾക്കാം. മുഖ്യമന്ത്രി വന്നാൽ മുഖ്യമന്ത്രി വരേണ്ടതല്ലേ. മുഖ്യമന്ത്രി കേരളത്തിലെ മുഖ്യമന്ത്രി എല്ലാവരും മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് വരുന്ന പ്രതീക്ഷിച്ചിരുന്നു, വന്നില്ല. അതുകൊണ്ട് വെച്ചാൽ ഇപ്പോൾ ഈ കൊലപാതകത്തിൻ്റെ ആൾക്കാരൊക്കെ ഇപ്പോൾ കുറച്ചാൾ പിടിയിലായി, ഇന്നും കുറേ ആൾ പിടിയാകാനുണ്ട്. അപ്പോൾ ഇത് പ്രാദേശിക തലത്തിൽ ചിലപ്പോൾ ജില്ലാ തലത്തിൽ തന്നെ ഇവർ ഇത് സഹായിച്ചിട്ടുണ്ടോ എന്ന് ചിലപ്പോൾ മുഖ്യമന്ത്രി താമസം വരുന്നുണ്ടാവും. അതുകൊണ്ട് ഇങ്ങോട്ട് വന്ന ചെറിയ പ്രതികരണമെല്ലാം ഉണ്ടാവുമല്ലോ, ആൾക്കാർ കൂടിയിട്ടല്ലേ ഇത്. അതിൻ്റേതായിട്ടായിരിക്കും വരായിരുന്നത്. പക്ഷെ വന്നിരുന്നെങ്കിൽ ഞാൻ എൻ്റെ മക്കളായതും ഈ ചുറ്റുപാട് മുഖ്യമന്ത്രി കാണുകയും ചെയ്യുന്ന എൻ്റെ ദുഃഖത്തിൽ ഇതാക്കി നമുക്ക് CBI അന്വേഷണത്തിന് വേണ്ടി പറയാമെന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. സഖാവ് പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ക്യാമറയുടെ മുന്നിൽ നിന്ന് അഭിനയിച്ച് ശീലമില്ല, അത് സത്യമാണ്. പക്ഷേ സഖാവ് കൃഷ്ണൻ വിളിച്ചപ്പോൾ പിണറായി വിജയൻ എന്ന സഖാവ് പോവാഞ്ഞതെന്ത് എന്നാണ് ഇന്ന് എൻകൗണ്ടർ അന്വേഷിക്കുന്നത്. മുഖ്യമന്ത്രിയോട് ചിലത് പഴയ സഖാവിന് പറയാനുണ്ടായിരുന്നത് കേൾക്കാമായിരുന്നില്ലേ എന്നാണ് ഇന്ന് എൻകൗണ്ടർ അന്വേഷിക്കുന്നത്. തൃപ്പൂണിത്തറയിൽ നിന്നും ഈ ചർച്ചയിൽ വിവിധ പാർട്ടികളുടെ പ്രതിനിധികൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അതിനു മുമ്പ് ഞങ്ങളുടെ വിവിധ ബ്യൂറോകൾ തയ്യാറാക്കിയ ചില റിപ്പോർട്ടുകൾ കാണാം. അതിലൊന്ന്, ഇന്ന് കാസർഗോഡ് നടന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത ചടങ്ങിൽ പെരിയയിലെ ഇരട്ട കൊലപാതകത്തെ അത്യന്തം രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് മുഖ്യമന്ത്രി വിമർശിച്ചത്, അപലപിച്ചത്. ഹീനമായ പ്രവൃത്തി എന്ന് പറഞ്ഞു. ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ തലകുനിക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാക്കി എന്ന് പറഞ്ഞു. വഴിവിട്ട ചില മനുഷ്യരുടെ ചെയ്തികളാണ് ഇതിന് പിന്നിലെന്ന് പറഞ്ഞു. ഇത് പാർട്ടി ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രി പറഞ്ഞത് കേൾക്കാം നമുക്ക്. വീണ്ടും വിചാരമില്ലാതെ ചിലർ നടത്തിയ പ്രവർത്തനം പാർട്ടിക്ക് അപകീർത്തിയുണ്ടാക്കി. കൊലപാതകം ന്യായീകരിക്കാനാവില്ല. കുറ്റവാളികൾക്ക് പാർട്ടിയുടെ ഒരു പരിരക്ഷയും ഉണ്ടാകില്ല. ഇത് സംസ്ഥാന സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയതാണ്. ആ കൊലപാതകം ഹീനമാണ്, ഒരു രീതിയിലും ന്യായീകരിക്കാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് തന്നെയാണ് തെറ്റായ ഒന്നിനെയും ഏറ്റെടുക്കേണ്ട കാര്യം പാർട്ടിക്കില്ല. ഇത്തരം ആളുകൾക്ക് CPIMന്റേതായ ഒരു പരിരക്ഷയും ഉണ്ടാകില്ല. കുറ്റവാളികൾക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകും. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെല്ലാം കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൊലപാതകത്തിന് ശേഷം നടന്ന എല്ലാ അക്രമ സംഭവങ്ങൾക്കെതിരെയും നടപടി സ്വീകരിക്കും. ഈ സംഭവം ഉണ്ടായ ഉടനെ തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം വ്യക്തമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. CPM പ്രവർത്തകർ കൊല്ലപ്പെടുമ്പോഴും ആക്രമിക്കപ്പെടുമ്പോഴും മാധ്യമങ്ങൾ മൗനം പാലിക്കുകയാണ്. ഈ പ്രസ്ഥാനം ഈ പറയുന്നവരുടെ ആരുടെയെങ്കിലും നാക്കിൻ തുമ്പിലോ പേനത്തുമ്പിലോ നിലനിൽക്കുന്ന ഒന്നല്ല. ഈ നാട്ടിലെ ജനഹൃദയങ്ങളിലാണ് ഈ പ്രസ്ഥാനം നിലനിൽക്കുന്നത്. ജനങ്ങൾക്ക് മുന്നിൽ തലകുനിച്ചു നിന്നുകൊണ്ട് എല്ലാ അക്രമങ്ങളെയും ശക്തമായി നേരിടുമെന്നും രാജ്യത്തെമ്പാടും ഇടതുപക്ഷത്തിനെതിരെയുള്ള പ്രചരണവും നീക്കങ്ങളും ആദ്യമായിട്ടുണ്ടാവുന്നതല്ലെന്നും കാസർകോട്ടെ ജനങ്ങളെ നോക്കി പിണറായി വിജയൻ പറഞ്ഞു. 24 കാസർഗോഡ്. ഇന്ന് രാവിലെ കാസർഗോഡ് സന്ദർശിച്ച പിണറായി വിജയൻ മരിച്ച കൃപേഷിന്റെ വീട്ടിൽ സന്ദർശനം നടത്തുമെന്നും ശരത്ലാലിന്റെ വീട്ടിൽ പോകുമെന്നും ചില വാർത്ത പരന്നിരുന്നു.
ഞങ്ങൾ മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ പാർട്ടി പ്രവർത്തകർ കോൺഗ്രസിന്റെ നേതൃത്വവുമായി ജില്ലാ നേതൃത്വവുമായി ബന്ധപ്പെടുകയും ചെയ്തിട്ടുണ്ടാവണം. ഒടുവിൽ മുഖ്യമന്ത്രി പിന്മാറി വീട്ടു സന്ദർശനത്തിൽ നിന്ന്. പ്രതിഷേധത്തെ ഭയന്നാണ് എന്നാണ് ഒരു കൂട്ടർ പറയുന്നത്. റിപ്പോർട്ട് കാണാം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകത്തിന് ശേഷം കാസർഗോഡ് ജില്ലയിൽ ആദ്യമായി എത്തിയ മുഖ്യമന്ത്രി കൊല്ലപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിക്കാൻ താൽപര്യമറിയിച്ചിരുന്നു. ഇക്കാര്യം CPM ജില്ലാ നേതൃത്വം DCC നേതൃത്വത്തെ അറിയിച്ചു. ആദ്യം സന്ദർശനത്തെ എതിർത്ത ജില്ലാ കോൺഗ്രസ് നേതൃത്വം പക്ഷേ പിന്നീട് നിലപാട് മാറ്റി. പക്ഷേ സുരക്ഷാ പ്രശ്നങ്ങളുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒടുവിൽ മുഖ്യമന്ത്രി സന്ദർശനത്തിൽ നിന്ന് പിന്മാറി. മുഖ്യമന്ത്രി വന്നാൽ സ്വാഗതം ചെയ്യുമെന്നായിരുന്നു കൃപേഷിന്റെ അച്ഛൻ കൃഷ്ണൻ പ്രതികരിച്ചത്. മുഖ്യമന്ത്രി വന്നില്ലെങ്കിലും അദ്ദേഹത്തെ നേരിൽ പോയി കാണും. പിന്നെ നമുക്ക് ഈ അന്വേഷണം തൃപ്തി ഇല്ലെങ്കിൽ നേരിൽ കണ്ട് CPI അന്വേഷണത്തിന് വേണ്ടി മുഖ്യമന്ത്രി കാണണമല്ലോ. CPI അന്വേഷണം ആവശ്യപ്പെടാൻ വേണ്ടി മുഖ്യമന്ത്രി കാണും. ഹൃദയമുണ്ടെങ്കിൽ മുഖ്യമന്ത്രി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകൾ സന്ദർശിക്കണമെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. എന്റെ പാർട്ടി ആയുധം താഴെ വെക്കുന്നു എന്ന് പറയണ്ട, രാഷ്ട്രീയമായ ആ ഒരു തന്റേടം അദ്ദേഹം കാണിക്കണം. മുഖ്യമന്ത്രി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീട് സന്ദർശിക്കാതെ ഇരുന്നത് കുറ്റബോധം കൊണ്ടാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. കാസർഗോഡ് കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകൾ മുഖ്യമന്ത്രി സന്ദർശിക്കാതിരുന്നത് കുറ്റബോധം കൊണ്ടാണ്. അതേസമയം CPM-ന് കൊല്ലപ്പെട്ടവരുടെ വീടുകളിൽ മുഖ്യമന്ത്രി പോകണമെന്ന ആഗ്രഹമുണ്ടെന്നും പക്ഷേ കോൺഗ്രസ് സമ്മതിക്കുന്നില്ലെന്നായിരുന്നു P. കരുണാകരൻ MP-യുടെ നിലപാട്. സുരക്ഷാ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് മുഖ്യമന്ത്രി യാത്ര ഒഴിവാക്കിയതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു. അവിടെ പോകുന്നത് കൊള്ളാം, പക്ഷേ അവിടെ സുരക്ഷ ഉറപ്പാക്കാം എന്ന് ഞങ്ങൾക്ക് ഉറപ്പില്ല. കാസർഗോഡ് പൊയിനാച്ചിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാട്ടി. കോട്ടയം ബ്യൂറോയ്ക്കൊപ്പം 24 കാസർഗോഡ്. പെരിയയിലെ മഹാപാതകത്തിന് ഇരയായി തീർന്നവരുടെ വീടുകളിൽ പോകാനുള്ള പെരിയ മനസ്സുണ്ടായില്ലേ പിണറായി വിജയന് എന്നാണ് എൻകൗണ്ടർ അന്വേഷിക്കുന്നത്. പെരിയ മനസ്സില്ലേ പിണറായിക്ക്? ഈ ചർച്ചയിൽ തൃപ്പൂണിത്തറയിൽ നിന്നും നമുക്കൊപ്പം CPM-ന്റെ ഏരിയ കമ്മിറ്റി അംഗം ശ്രീ KK പ്രദീപ് കുമാർ, ഒപ്പം DYFI-യുടെ ബ്ലോക്ക് സെക്രട്ടറി അഖിൽ ദാസ്, BJP-യുടെ തൃപ്പൂണിത്തറ നഗരസഭയുടെ പ്രതിപക്ഷ നേതാവ് VR വിജയകുമാർ, ഒപ്പം BJP കൗൺസിലർ AB ജഷീർ, BMS നേതാവ് MC വിനോദ്, ഒപ്പം തന്നെ കാസർഗോഡ് നിന്നും മുൻ CPM-ന്റെ ജില്ലാ സെക്രട്ടറി കൂടിയായ സതീഷ് ചന്ദ്രൻ ചേരുന്നുണ്ട്. കോൺഗ്രസ് നേതാവ് PC വിശ്വനാഥിനെ ചെങ്ങന്നൂരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം തിരുവനന്തപുരത്ത് നിന്നും P. ശ്രീകുമാറിനെ, ജന്മഭൂമിയുടെ എഡിറ്റർ P. ശ്രീകുമാർ ഈ ചർച്ചയിൽ ചേരും. കാസർഗോഡ് നിന്നും മരിച്ചുപോയ കൃപേഷിന്റെ അച്ഛൻ കൃഷ്ണനെയും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആദ്യം ശ്രീ സതീഷ് ചന്ദ്രനിലേക്കാണ്. തുടർച്ചയായ 5-ാം ദിവസമാണ് 24 ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. അതിന് കാരണമുണ്ട്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതീക്ഷ കൃപേഷിന്റെ വീട്ടിൽ, ശരത്ലാലിന്റെ വീട്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോകുമെന്നായിരുന്നു. ഞങ്ങൾ ആദ്യം അങ്ങനെയാണ് വാർത്ത നൽകിയത്, പോകാൻ സാധ്യതയുണ്ടെന്ന്. പക്ഷെ പോയില്ല. എന്തായിരുന്നു സർ കാരണം? യഥാർത്ഥത്തിൽ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കാസർഗോഡ് നടത്തിയ പ്രസംഗങ്ങൾ കാണിച്ചു. കല്യോട്ട് നടന്ന കൊലപാതകം ഹീനമായ കൊലപാതകമാണ്, ഒരു ന്യായീകരണവും ഇല്ലാത്തതാണ്. ഈ നിലപാട് തന്നെയാണ് CPM മുമ്പെടുത്തത്. ആ നിലപാട് ഒന്നുകൂടി ആവർത്തിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്. ആ കൊലപാതക ദൗർഭാഗ്യകരമായ സംഭവത്തെ അതിശക്തമായി അപലപിക്കുന്നു. കേരളത്തിൻ്റെ ഇതപര്യന്തമുള്ള രാഷ്ട്രീയ ചരിത്രത്തിൽ രാഷ്ട്രീയ കൊലപാതകം ഭാവിയിൽ ആവർത്തിക്കാൻ പാടില്ല എന്ന ആർജവത്തോടുകൂടി അസാധാരണമായ ഒരു സമീപനമാണ് CPM എടുത്തത്. CPM-ൻ്റെ ഏതെങ്കിലും പ്രവർത്തകർക്ക് ഇതുമായി ബന്ധമുണ്ടെങ്കിൽ ആ പ്രവർത്തകന് CPM-ൽ സ്ഥാനം ഉണ്ടാകില്ല എന്ന് സംസ്ഥാന സെക്രട്ടറി പ്രഖ്യാപിച്ചു. മണിക്കൂറുകൾക്കകം അറസ്റ്റ് ചെയ്യപ്പെട്ട CPM ലോക്കൽ കമ്മിറ്റി അംഗം പീതാംബരനെ, അദ്ദേഹത്തിൻ്റെ കൈകൾ തകർക്കപ്പെട്ടതിൻ്റെ പ്രതികാരമായി ചെയ്തതാണെങ്കിലും ഈ സംഭവം ഒരിക്കലും പാടില്ലായിരുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ പുറത്താക്കി. കേരളത്തിൽ രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ ഒരു പുതിയ പാന്താവ് CPM തുറക്കുകയായിരുന്നു. അതുതന്നെയാണെന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞത്. ഇവിടെ നിങ്ങൾ ഇന്ന് മുഖ്യമന്ത്രി എന്തുകൊണ്ട് വീടുകൾ സന്ദർശിച്ചിട്ടില്ല എന്ന ചർച്ച നടത്തുമ്പോൾ നിങ്ങൾ പങ്കെടുപ്പിക്കേണ്ടത് കാസർഗോഡ് ജില്ലയിലെ ഒരു കോൺഗ്രസ് നേതാവിനെ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ മറുപടി പറയാം. നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്
കാസർഗോഡ് ജില്ലയിലെ ഒരു ഉത്തരവാദപ്പെട്ട കോൺഗ്രസ് നേതാവിനെ പങ്കെടുപ്പിക്കണമായിരുന്നു. ഇവിടെ പി കരുണാകരൻ എം പി പറഞ്ഞുവല്ലോ, യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിക്ക് സന്ദർശിക്കണമെന്നുണ്ടായിരുന്നു. CPM-ന്റെ ജില്ലാ നേതൃത്വം DCC സെക്രട്ടറി പ്രസിഡന്റുമായി ബന്ധപ്പെട്ടു. അവർ പറഞ്ഞ മറുപടി എന്താ? അവർ പറഞ്ഞ മറുപടി, അവിടെ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. ഈ കല്യോട്ട് എന്ന് പറയുന്നത് കോൺഗ്രസ് ക്രിമിനലുകളുടെ ഒരു ഗ്രാമമാണ്. ഞങ്ങൾക്കെതിരായി വലിയ അക്രമം ഉണ്ടായ ഗ്രാമമാണ്. അവിടെ DCC നേതൃത്വം പറയുന്ന മറുപടി ഞങ്ങൾക്ക് അങ്ങനെ ഉറപ്പ് തരാനാവില്ല. KPC പ്രസിഡന്റ് മുല്ലപ്പള്ളി ആദ്യം പറഞ്ഞത് മുഖ്യമന്ത്രി സന്ദർശിക്കണം. സന്ദർശിക്കാനുള്ള സന്നദ്ധത CPM നേതൃത്വം അറിയിച്ചപ്പോൾ ഇത്തരം യാതൊരു ഉത്തരവാദിത്വമില്ലാത്ത ഒരു മറുപടിയാണ് DCC നേതൃത്വം പറഞ്ഞത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പോയി അവിടെ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായി, അതിൻ്റെ പേരിൽ ജില്ലയിൽ സംഘർഷമുണ്ടായാൽ, സംസ്ഥാന സംഘർഷമുണ്ടായാൽ അതിൻ്റെ ഉത്തരവാദിത്വം ആര് ഏറ്റെടുക്കും? ഇതാണ് പ്രശ്നം. കോൺഗ്രസ് നേതൃത്വം ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ സതീഷ് ചന്ദ്രൻ മുഖ്യമന്ത്രിയുടെ സന്ദർശനം അവരുടെ സ്വന്തം ഗ്രാമത്തിൽ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രിക്ക് കാസർകോട്ടെ കല്യാട്ട് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ മരിച്ച 2 പേരുടെ വീടുകളിൽ പോയി സന്ദർശനം നടത്തുന്നതിന് അനുകൂലമായ ക്രമസമാധാന നിലയല്ല എന്ന് തന്നെയാണോ ഭരണകക്ഷിയായ ഒരു പാർട്ടിയുടെ പ്രതിനിധി കൂടിയായ താങ്കൾ പറയുന്നത്? പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രി കൂടിയാണ്, ഊരിപ്പിടിച്ച കത്തികൾക്കിടയിലൂടെ സഞ്ചരിച്ച മനുഷ്യനുമാണ്. നിങ്ങളുടെ ഉദ്ദേശം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആഭ്യന്തര വകുപ്പിന്റെ പോലീസിന്റെ പിൻബലത്തോടെയല്ല 2 പേർ മരണപ്പെട്ട ദുഃഖസാന്ദ്രമായ ഒരു വീട്ടിലേക്ക് പോകേണ്ടത്. ആഭ്യന്തരമന്ത്രിയുടെ പോലീസിന്റെ ബലപ്രയോഗത്തിലൂടെയല്ല. അവിടുത്തെ ഏറ്റവും വലിയ പാർട്ടി ആ കല്യോട്ട് ഗ്രാമത്തിലെ പുല്ലൂർ പെരിയ പഞ്ചായത്ത് CPM-ന്റെ കേന്ദ്രമാണെങ്കിലും കല്യോട്ട് ഗ്രാമം കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമാണ്, കോൺഗ്രസ് ഗ്രാമമാണ്. ആ കോൺഗ്രസ് ഗ്രാമത്തിൽ ഇങ്ങനെ ഒരു ദൗർഭാഗ്യകരമായ സംഭവം നടന്നു. അതിനെ CPM അപലപിച്ചു, പുതിയ രാഷ്ട്രീയ സംസ്കാരത്തിന് തുടക്കം കുറിച്ചു. അവിടെ മുഖ്യമന്ത്രി സന്ദർശിക്കണമെന്ന് KPC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആവശ്യപ്പെട്ടു. അത് പരിഗണിച്ച് മുഖ്യമന്ത്രി അവിടെ സന്ദർശിക്കുന്നതിനെ കുറിച്ച് ഈ കലുഷിതമായ അന്തരീക്ഷത്തിലും CPM-ന്റെ ജില്ലാ നേതൃത്വം, ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ DCC പ്രസിഡന്റുമായി ചർച്ച ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി മുല്ലപ്പള്ളിയുടെ അഭിപ്രായമല്ല, അങ്ങേയറ്റം നിരുത്തരവാദപരമായ മറുപടിയാണ് പറഞ്ഞത്. അത് മറ്റു പ്രശ്നങ്ങൾ സൃഷ്ടിച്ചാൽ നിങ്ങൾ വേറെ അഭിപ്രായം പറയും. നിങ്ങൾക്ക് 5-ാം ദിവസം, നിങ്ങൾക്ക് 6-ാം ദിവസം, 7-ാം ദിവസം, 10-ാം ദിവസം വേണം. നിങ്ങൾക്ക് നാളെയും വേറെ പ്രശ്നം ഉണ്ടാവണം. അതാണ് മാധ്യമങ്ങൾ. ഞാൻ നിങ്ങൾ മാത്രം പറയുന്നില്ല. ഞങ്ങൾക്ക് അങ്ങനെ ആഗ്രഹമില്ല. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ ആഗ്രഹമില്ല. പക്ഷേ ഇന്ന് ഞങ്ങളുടെ പ്രതിനിധിയോട് സഖാവ് കൃഷ്ണനന്ദ കൃപേഷിന്റെ അച്ഛൻ പറഞ്ഞത് വളരെ പ്രതീക്ഷയോടുകൂടി, പുത്രവിയോഗ ദുഃഖത്താൽ ഇരിക്കുന്ന അച്ഛൻ പറഞ്ഞത്, പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ, വരുമ്പോൾ എനിക്ക് ചിലത് പറയാനുണ്ട് എന്നാണ്. ടെലിഫോണിൽ വിളിച്ചോ മുഖ്യമന്ത്രി? സുഹൃത്തെ, നിങ്ങൾ അത് ഞാൻ കേട്ടു, അത് ഞാൻ നന്നായി കേട്ടു. ഞാൻ പറഞ്ഞത് ആഭ്യന്തരമന്ത്രി പോലീസിന്റെ ബലപ്രയോഗത്തിലൂടെ പോകേണ്ട സ്ഥലമല്ലാതെ നിങ്ങൾ എന്താണ് കോൺഗ്രസ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയതിനെ കുറിച്ച് നിങ്ങൾ എന്താ വർത്തമാനം പറയത്ത്? നിങ്ങൾക്ക് അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ അജണ്ടയുണ്ടോ? ചില മാധ്യമങ്ങൾക്ക്, നിങ്ങൾക്കുണ്ട്, ഞാൻ പറഞ്ഞു 24 ഉണ്ടാവില്ല. ചില മാധ്യമങ്ങൾക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ അജണ്ടയുണ്ട്. കോൺഗ്രസിന് ഇത് വോട്ട് നേടാനുള്ള തന്ത്രമാണ്. ആവനാഴിയിലെ തെരഞ്ഞെടുപ്പ് അടുത്തു വന്നപ്പോൾ ആവനാഴിയിലെ എല്ലാ അസ്ത്രങ്ങളും പാഴായപ്പോൾ അവർക്ക് കിട്ടിയ, കോൺഗ്രസിന് കിട്ടിയ, BJP കിട്ടിയ ഒരു കച്ചിത്തുരുമ്പാണ് ഈ സംഭവം. ഞാൻ ഇത്രയെല്ലാം പറഞ്ഞിട്ടും എന്തുകൊണ്ട് കോൺഗ്രസിന്റെ DCC BJP ഹർത്താലിനിടയിൽ അഴിഞ്ഞാടി RSS പ്രവർത്തകർക്കെതിരെ വാർത്ത കൊടുത്തപ്പോ ഞങ്ങളെ കമ്മി ചാനലാക്കി മാറ്റി. ഞങ്ങൾ അതിനെതിരെ കോൺഗ്രസുകാർക്കെതിരെയുള്ള വാർത്ത കൊടുക്കുമ്പോൾ ഞങ്ങളെ BJP സംഘി ചാനലാക്കി മാറ്റി. ഇപ്പോൾ ഇതാ വീണ്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ഹീനമായ ഒരു കൃത്യം നടത്തിയ ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ പ്രവർത്തകരെ വാർത്ത കൊടുക്കുമ്പോൾ പിണറായി വിജയൻ ടെലിഫോണിൽ ഒന്ന് സംസാരിച്ചോ കൃപേഷിനോടൊന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരാകുന്നത്? DCC പ്രസിഡന്റിനെ ഫോണിൽ കണക്ട് ചെയ്യൂ. നിങ്ങൾ സമീപനം നിഷ്പക്ഷമല്ല, ഞാൻ പറഞ്ഞില്ല, ക്ഷമിക്കണം. പക്ഷെ നിങ്ങൾ ഈ ചർച്ചയിൽ കാസർഗോഡ് ജില്ലയിലെ CPM പ്രതിയായി സതീഷ് ചന്ദ്രനെ വിളിച്ചതിനൊപ്പം DCC പ്രസിഡന്റ് ബഹുമാനനായ ഹക്കീം കുന്നില്ലക്കോടി വിളിക്കണമായിരുന്നു. സത്യസന്ധമായ മാധ്യമപ്രവർത്തനം ആ വഴിക്കാണ് നീങ്ങേണ്ടത്. അദ്ദേഹത്തെ ഞങ്ങൾ ബന്ധപ്പെടുന്നുണ്ട്. ഇവിടെ ഹക്കീമിനേക്കാൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് താങ്കളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കും. അല്പസമയത്തിനകം ലൈവായി അദ്ദേഹം എത്തും. ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ പി സി വിശ്വനാഥ്, അങ്ങ് ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയും ഇന്ന് DCC പ്രസിഡന്റുമായി സംസാരിച്ചു.
ഞങ്ങൾക്ക് മുഖ്യമന്ത്രിക്ക് അവിടെ പോകണമെന്നുണ്ട്, പോകാൻ തയ്യാറാണ്. പക്ഷേ DCC പറഞ്ഞു പ്രതിഷേധമുണ്ടായാൽ ഉത്തരവാദിത്വം ഏൽക്കില്ല. മുല്ലപ്പള്ളി പറഞ്ഞതിന് ഘടകവിരുദ്ധമായ സമീപനമാണ് കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വം സ്വീകരിച്ചതെന്ന് പറയുന്നു. അങ്ങനെ പിണറായി വിജയൻ പിന്മാറി. അതാണ് സംഭവിച്ചത് എന്നാണ് സതീഷ് ചന്ദ്രൻ പറയുന്നത്. ശ്രീ PC വിശ്വനാഥ്. മടങ്ങി വരാം. PC വിശ്വനാഥ് നമ്മളോടൊപ്പം തത്സമയമായി ഈ ചർച്ചയിൽ ചേരുകയും ചെയ്യും. സതീഷ് ചന്ദ്രൻ, PC വിശ്വനാഥിനുള്ള ചോദ്യം അവിടെ നിൽക്കട്ടെ, നമുക്ക് ആ ചോദ്യം ചോദിക്കാവുന്നതാണ്. പക്ഷെ അപ്പോഴും എൻ്റെ ഒരു ചോദ്യം അങ്ങ് ഇനിയും കേൾക്കാതെ പോകുന്നു. നേരിട്ട് വരുന്നതിൽ ഈ പറയുന്ന പ്രതിഷേധമുണ്ട്, പക്ഷേ മൊബൈൽ ഫോണിൽ വിളിക്കുന്നതിന്, ആ വീട്ടിൽ കൃപേഷുമായി സംസാരിക്കുന്നതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ രണ്ടുപേരുടെയും ബന്ധുക്കളെയോ അല്ലെങ്കിൽ അച്ഛന്മാരെയോ വിളിച്ച് സംസാരിച്ചിരുന്നോ? അത് വേറൊരു പ്രശ്നമാണ്. യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞൊരു സംസാരിക്കാനല്ല, യഥാർത്ഥത്തിൽ മുല്ലപ്പള്ളി KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ എടുത്ത നിലപാട് മുഖ്യമന്ത്രി ഈ മരണപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകളിൽ പോകണമെന്ന നിലപാട്. ആ നിലപാട് ഞങ്ങൾ ഒരു പക്വമായ നിലപാട്. ആ നിലപാട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ അനുയായികളായ ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ച് ഫോണിൽ വിളിക്കേണ്ട കാര്യമില്ല. എന്തിനാണ് ഫോണിൽ വിളിക്കുന്നത്? നേരിട്ട് അവിടെ പോകുമായിരുന്നു. ഞാൻ മറ്റൊന്നുകൂടി പറയാം. ഇന്നലെ ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ചന്ദ്രശേഖരൻ അവിടെ ചെന്നപ്പോഴും ഉള്ള രംഗങ്ങൾ ഞാനത് പറയുന്നില്ല, അത്ര ഭേദപ്പെട്ട രംഗമായിരുന്നില്ല. ഇത്തരമൊരു അവസരത്തിൽ ഞങ്ങളത് പറയുന്നില്ല. ഞങ്ങളത് പറയുന്നത് ശരിയല്ല. അപ്പോൾ കോൺഗ്രസ് അത് തിരിച്ച് CPMൻ്റെ ഒരു ശക്തി കേന്ദ്രമാണെങ്കിൽ CPM ആണ് പറയേണ്ടത്. ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി CPM പറയണം, നിങ്ങൾക്ക് വരാം, ഞങ്ങളത് ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് ഞങ്ങൾ പറയണം. ഇവിടെ കോൺഗ്രസ്സാണ് പറയേണ്ടത്. അതിൻ്റെ പേരിൽ മുഖ്യമന്ത്രി സന്ദർശിച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി അതിനെ തുടർന്ന് കാസർഗോഡ് ജില്ലയിലും മറ്റു പ്രദേശങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഈ ചർച്ച ഇങ്ങനെ നടക്കൂല. ഈ ചർച്ച വേറെ വഴിക്ക് പോകും. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളൊരു കാര്യം സത്യസന്ധമായ പറയുന്നത്. ഒരു ചോദ്യം കൂടി, അതിനുശേഷം മറ്റു പാനലിസ്റ്റുകളിലേക്ക് വരാം. PC വിശ്വനാഥിലേക്കും P ശ്രീകുമാറിലേക്കും വരാം. ശ്രീ സതീഷ് ചന്ദ്രൻ, ഈ താങ്കൾ നേരത്തെ പറഞ്ഞ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായ കല്യാട്ട് തന്നെയല്ലേ 2 കോൺഗ്രസ് പ്രവർത്തകരെ 7 പേർ പിന്തുടർന്ന് വെട്ടിക്കൊന്നത്? അപ്പോൾ അത് ശക്തി കേന്ദ്രമായിരുന്നില്ലേ? ശക്തി കേന്ദ്രവും അതും തമ്മിൽ ബന്ധമില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ആ സംഭവം പീതാംബരൻ്റെ കൈകൾ കോൺഗ്രസ് ക്രിമിനൽ അടിച്ചു തകർത്തു. പീതാംബരൻ്റെ മാത്രമല്ല, ഞങ്ങളൊക്കെ അവിടെ ജീവിക്കുന്ന ആളാണ്. ഞങ്ങൾ ഈ കാസർഗോഡ് ജില്ലയിൽ 10-40 പൊതുപ്രവർത്തനം നടന്ന ആളാണ്. കല്യോട്ട് നിരവധി ആക്രമണം നമുക്ക് നടന്നിട്ടുണ്ട്. പീതാംബരൻ്റെ കൈ തകർത്തില്ല. പക്ഷേ ആ കൈ തകർത്തതിന് പ്രതികാരമായി ഇങ്ങനെ ചെയ്തത് ഇന്ന് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചതുപോലെ ഹീനമായ കൃത്യമാണ്. ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല. പക്ഷേ ശക്തി കേന്ദ്രം തന്നെയാണ്. അവിടെ ആ പഞ്ചായത്തിൽ UDFന് ഏറ്റവും കൂടുതൽ ശക്തിയുള്ള ഒരു പ്രദേശമാണത്. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDFനെതിരായി ഞങ്ങൾ ജയിച്ചു എന്നത് വേറൊരു കാര്യം. എങ്കിലും പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ CPMന് നല്ല സ്വാധീനമുള്ള പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ ഇപ്പോഴും കോൺഗ്രസ് സ്വാധീന കേന്ദ്രമായി തുടരുന്ന പ്രദേശമാണ് കല്യോട്ട്. മാത്രമല്ല, നല്ല ഒന്നാന്തരം ക്രിമിനലുകളും കോൺഗ്രസിന് വളരെ സുലഭമായി കല്യോട്ടുണ്ട് എന്നതും കാസർഗോഡ് പൊതുപ്രവർത്തനം നടത്തുന്ന പുല്ലൂർ പെരിയയും കല്യോട്ടിനെയും നന്നായി അറിയുന്ന എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് ആ നിലയിൽ എടുക്കൂ സുഹൃത്തെ. ഞാൻ തിരിച്ചു വരാം. നമ്മളോടൊപ്പം P ശ്രീകുമാർ കൂടി ചേരുന്നുണ്ട്. ജന്മഭൂമി പത്രത്തിന്റെ ന്യൂസ് എഡിറ്ററാണ് P ശ്രീകുമാർ. യഥാർത്ഥത്തിൽ പിണറായി വിജയൻ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ഇന്ന് കാസർഗോഡിന്റെ ജില്ലാ മന്ദിരത്തിന് ശിലാസ്ഥാപനം നിർവഹിച്ചുകൊണ്ട് പെരിയ കൊലപാതകത്തെ അപലപിച്ച് സംസാരിച്ചത്. ഹീനമായ പ്രവൃത്തി, വഴിവിട്ട ആളുകൾ ചെയ്ത പ്രവൃത്തി എന്നൊക്കെ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. പാർട്ടി ഏറ്റെടുക്കില്ല ഉത്തരവാദിത്വം, അവരെ സംരക്ഷിക്കുകയുമില്ല, നിയമത്തിന്റെ വഴിക്ക് പോകും. കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിക്ക് ഇതിനപ്പുറം എന്തു പറയാൻ സാധിക്കും ഈ വിഷയത്തിൽ? ഇതിനപ്പുറം എന്ത് പറയാൻ സാധിക്കും എന്നതല്ല, ഇതിനപ്പുറം എന്ത് ചെയ്യാൻ സാധിക്കുമായിരുന്നു എന്നതാണ് നമ്മൾ ഈ ചർച്ച തുടങ്ങിയപ്പം പറഞ്ഞത്. കാരണം KPCC അധ്യക്ഷൻ പറഞ്ഞിട്ടാണെങ്കിൽ പോലും കൃഷ്ണൻ, അതായത് സഖാവ് കൂടിയായ കൃഷ്ണൻ, കൃപേഷിൻ്റെ അച്ഛൻ ആവശ്യപ്പെട്ടിട്ടാണെങ്കിൽ കൂടിയും അവിടെ ഒന്ന് പോകാനുള്ള മര്യാദ ശ്രീ പിണറായിക്ക് കാണിക്കണമായിരുന്നു. നമുക്കറിയാം ശ്രീ പിണറായി വിജയന് അത് താല്പര്യമില്ലായിരുന്നു എന്ന് ശ്രീ സതീഷ് ചന്ദ്രൻ മുൻ MLA കൂടിയാണ്, അദ്ദേഹം തന്നെ പറഞ്ഞു വെച്ചതിൻ്റെ അകത്തുണ്ട്. പിണറായി വിജയൻ്റെ താല്പര്യപ്രകാരമൊന്നുമല്ല അവിടോട്ട് പോകാൻ തീരുമാനിച്ചത്.
KPCC പ്രസിഡന്റ് പറഞ്ഞതിനോട് റിയാക്ഷൻ എന്ന നിലയിൽ താല്പര്യം ജില്ലാ കമ്മിറ്റി മുഖേന പറഞ്ഞു. ഏതോ കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കൾ എതിർപ്പുണ്ടാകുമെന്ന് പറഞ്ഞത് കേട്ട് പേടിച്ച് പിണറായി വിജയനെ പോലെ ഒരു മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ധൈര്യശാലിയായ ആങ്കർ പറഞ്ഞ പോലെ വാളിൻ്റെയും ഒക്കെ നടുവിലൂടെ നടന്നു പോയിട്ടുള്ള ഒരു മുഖ്യമന്ത്രി പിന്മാറുമെന്ന് ഞാൻ കരുതുന്നില്ല. യഥാർത്ഥത്തിൽ എന്താ, പിണറായി വിജയന് അങ്ങനെ പോകാൻ താല്പര്യമില്ല. അവിടെയല്ല ഏത് CPMകാർ വന്ന ഏത് മരിച്ച വീടുകളിൽ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴോ മന്ത്രി ആയിരുന്നപ്പോഴോ എപ്പോഴേലും പോയിട്ടുണ്ടോ? അങ്ങനെ പോകാൻ പറ്റില്ല. അദ്ദേഹം കർക്കശക്കാരനായ ഒരു CPM നേതാവാണ് എന്നും, മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നാലും അല്ലാത്തപ്പോഴും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതിന് പോകാൻ താല്പര്യമില്ല. ഞങ്ങളുടെ ആൾക്കാർ വെട്ടിക്കൊന്ന ഒരാളുടെ ശവം കാണാൻ വേണ്ടി അല്ല വീട്ടിൽ സ്വാതന്ത്ര്യപ്പിക്കാൻ വേണ്ടി എങ്ങനെ അദ്ദേഹത്തിന് പോകും? കാരണം ഈ ഇത്രയും കൊലപാതകങ്ങളൊക്കെ മനസ്സാ അംഗീകരിക്കുന്ന പാർട്ടിയുടെ വളർച്ചയ്ക്ക് ഇതൊക്കെ ആവശ്യമാണെന്ന് കരുതുന്ന ഒരു വ്യക്തിയല്ലേ ശ്രീ പിണറായി വിജയൻ. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടനുസരിച്ച് അദ്ദേഹത്തിന് ആ വീട്ടിൽ പോകാൻ ഒക്കത്തില്ല. അദ്ദേഹത്തിൻ്റെ മനസാക്ഷിയോട് അദ്ദേഹം കൂറ് പുലർത്തി. പിന്നെ ഇവർ ഇനിയും ഇദ്ദേഹം പോകാൻ താല്പര്യം പ്രകടിപ്പിച്ചോ എന്ന് തന്നെ എനിക്ക് സംശയമുണ്ട്. അതാണ് കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വത്തെ എന്തുകൊണ്ട് വിമർശിക്കുന്നില്ല? ഇത്ര സംഘർഷഭരിതമായ അന്തരീക്ഷത്തിലും കോൺഗ്രസിന്റെ ജില്ലാ ഘടകവുമായി സംസാരിക്കാൻ തയ്യാറായ CPMന്റെ ജില്ലാ ഘടകത്തോട് അല്ലെങ്കിൽ ജില്ലാ ഘടകം തയ്യാറായിട്ടും ഉത്തരവാദിത്തത്തിൽ ഒഴിഞ്ഞു മാറിയ കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വത്തെ താങ്കൾ എന്തുകൊണ്ട് വിമർശിക്കുന്നില്ല പി. ശ്രീകുമാർ? അല്ലത് കോൺഗ്രസ് ഒരു ജില്ലാ നേതൃത്വമൊന്നും അല്ലല്ലോ. നമുക്കറിയാമല്ലോ, മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ പോലെ ഒരു നേതാവ് വരണമോ വരണ്ടയോ എന്ന് തീരുമാനിക്കുന്ന കോൺഗ്രസിന്റെ ഒരു ജില്ലാ നേതൃത്വം അല്ലല്ലോ. അവിടുത്തെ എല്ലാ ഭരണ സംവിധാനങ്ങളും അവിടുത്തെ MLA എല്ലാ CPM അല്ലേ. പിന്നെ ഒരു കോൺഗ്രസിൻ്റെ ഏതോ ജില്ലാ സെക്രട്ടറിയോ ജില്ലാ പ്രസിഡന്റോ പറഞ്ഞതനുസരിച്ചിട്ട് മുഖ്യമന്ത്രി പിന്മാറി എന്ന് പറയുന്നത് തന്നെ അപഹാസ്യമല്ലേ? ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പോലീസ് പ്രൊട്ടക്ഷനൊന്നും പോണ്ട. പിണറായി വിജയനോട് ചരിത്രത്തിൽ മറ്റൊരു കൂത്തുപറമ്പായി രേഖപ്പെടുത്തണമായിരുന്നോ പെരിയ എന്നതാണ് ഇവർ ചോദിക്കുന്ന ചോദ്യം. ചരിത്രത്തിൽ മറ്റൊരു കൂത്തുപറമ്പായി, മറ്റൊരു MV രാഘവനായി ചരിത്രത്തിൽ പിണറായി വിജയനെയും പാർട്ടിയെയും രേഖപ്പെടുത്തണമായിരുന്നു എന്നതാണ് ചോദ്യം. എടുക്കാൻ താല്പര്യമില്ലെങ്കിലും പറയാണ്, ഒരിക്കൽ പോലും CPM കൂത്തുപറമ്പിൽ കാണിച്ചോലിയൊന്നും കോൺഗ്രസ്സുകാർ ഇന്ത്യയിലൊരിടത്തും കാണിക്കില്ല, കേരളത്തിലും കാണിക്കില്ല. അതിനുള്ള ശക്തിയൊന്നും കോൺഗ്രസിന് ഇപ്പോഴില്ല. ഏതായാലും അടിയന്തരാവസ്ഥക്കാലത്തോ അതിന് മുമ്പ് ആരംഭകാലത്തിലോ ഒക്കെ കോൺഗ്രസിന്റെ കാലത്തോ ഒക്കെ PC വിശ്വനാഥ് നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. അല്പസമയത്തിനകം തത്സമയം നമുക്കൊപ്പം ചേരുകയും ചെയ്യും. ശ്രീ PC വിശ്വനാഥ്, ഇന്ന് പിണറായി വിജയൻ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും വീട്ടിൽ പോവാഞ്ഞതിന്റെ ഉത്തരവാദിത്വം കല്യാട്ട് പഞ്ചായത്തിൽ ഉണ്ടായിരുന്ന കോൺഗ്രസിന്റെ ശക്തിക്കാണ്, അഥവാ അവിടെ ശക്തി ഉണ്ടായിരുന്ന കോൺഗ്രസിനാണ്. ജില്ലാ ഘടകം ആ ഉത്തരവാദിത്വത്തിൽ നുഴിഞ്ഞു മാറി കോൺഗ്രസിൻ്റെത്. മുല്ലപ്പള്ളി പറഞ്ഞു, പക്ഷേ കാസർഗോഡ് ജില്ലാ നേതൃത്വം തള്ളി. അതുകൊണ്ടാണ് പിണറായി വിജയൻ പോവാതിരുന്നത്. എന്താണ് കോൺഗ്രസ്സുകാർ ഇങ്ങനെ കാസർഗോട്ട്? ഒന്ന്, ഞങ്ങള് വളരെ നിഷ്ഠൂരമായ കൊലപാതകം, ഞങ്ങളുടെ 2 പ്രവർത്തകരുടെ കൊലപാതകം അവിടെ സംഭവിച്ചു. ആ കേസിലെ പ്രതികള്, യഥാർത്ഥ പ്രതികളെ പിടിക്കുന്നതിനോ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരുന്നതിനോ ഒന്നും ശ്രമിക്കാതെ പോലീസ് അക്കാര്യത്തിൽ ഒരു കള്ളക്കളി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രത്യക്ഷ സമര പരിപാടികളായി മുന്നോട്ട് പോവുകയാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ആ ഭവനത്തിൽ വരുന്നതിനോ ആ കുടുംബത്തിലെ അംഗങ്ങളെ ആശ്വസിപ്പിക്കുന്നതിനോ കോൺഗ്രസ് പാർട്ടിക്ക് യാതൊരു എതിർപ്പുമില്ല. പക്ഷേ അദ്ദേഹം അവിടെ വരുന്നതിനേക്കാൾ പ്രധാനം ആ കേസിലെ യഥാർത്ഥ പ്രതികളെ, അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കൂടി ഉൾക്കൊള്ളുന്ന പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം നടപ്പിലാക്കിയ ഒരു നിഷ്ഠൂരമായ കൊലയാണ്. അത് ഏതെങ്കിലും ഒരു സന്ദർശനത്തെ കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ചില ഗിമിക്കുകൾ കൊണ്ടോ മാറ്റാൻ കഴിയുന്നതല്ല. അപ്പൊ അതിനകത്ത് നിഷ്പക്ഷമായ ഒരു അന്വേഷണം ഈ ഗവൺമെന്റിൽ നിന്നുണ്ടാകും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഈ ഗവൺമെന്റിന്റെ ഭാഗമായ പാർട്ടിയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് കൊല്ലാൻ. അപ്പൊ CBI അന്വേഷണം ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ അത് ആ ആവശ്യമാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളിലേക്ക് ചർച്ച കൊണ്ടുപോകുന്നത് എന്ത് പ്രയോജനമാണുള്ളത്? ഞാൻ അതിലേക്ക് വരാം ശ്രീ PC വിശ്വനാഥ്. അപ്പോഴും ഇത് നമുക്ക് സംശയം ഉണ്ടാവുന്നതിന്റെ കാരണം മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞത് ആ വീടുകളിൽ പോകണം പിണറായി വിജയൻ എന്നാണ്. വെല്ലുവിളി ഏറ്റെടുത്തു പിണറായി വിജയൻ. സഖാവ് പിണറായി വിജയനോട് കാസർഗോഡ് ഉണ്ടായിരുന്ന ജില്ലാ നേതൃത്വം പറഞ്ഞു, ഞങ്ങൾ സംസാരിക്കാം കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വവുമായി. കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വത്തിന് ഒരു ഉറപ്പ് നൽകാൻ കഴിയില്ല അവിടെ കുഴപ്പങ്ങൾ ഉണ്ടാവില്ല എന്ന്.
അങ്ങനെയാണ് സുരക്ഷാ കാരണങ്ങളാൽ പിന്മാറിയത്. അവിടെയാണ് ഈ സംശയം. യഥാർത്ഥത്തിൽ മുല്ലപ്പള്ളി ഇന്ന് വെല്ലുവിളിച്ചത് ആത്മാർത്ഥതയോട് കൂടിയാണോ, അല്ലെങ്കിൽ പോകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ ആത്മാർത്ഥമായി എന്നതാണ് ചോദ്യം. CBIയുടെ അന്വേഷണത്തിന്റെ ഘട്ടത്തിലേക്ക് നമുക്ക് ചർച്ച വരാം. അങ്ങ് അല്പസമയത്തിനകം ഞങ്ങളുടെ ഒപ്പം എത്തിച്ചേരുമെന്ന് അറിയുകയും ചെയ്യുന്നു. പക്ഷേ ഇവിടെ എങ്ങനെയാണ് സതീശ് ചന്ദ്രന് മറുപടി കൊടുക്കുക? നിങ്ങൾ ഭീഷണിപ്പെടുത്തി കാസർഗോഡുള്ള ജില്ലാ നേതൃത്വം, അതുകൊണ്ട് പോയില്ല മുഖ്യമന്ത്രി. കാസർഗോഡ് ഈ അരിങ്കൊല നടത്തുന്ന ഒരു പാർട്ടിയോട് ഞങ്ങള് പോലെയുള്ള ഒരു പാർട്ടി ഭീഷണിപ്പെടുത്തിയിട്ട് അവർക്ക് എന്താ പ്രശ്നം? അപ്പോ അവിടെ എന്താ പ്രശ്നം? മുല്ലപ്പള്ളി പറഞ്ഞതിനെ നമ്മൾ പരിശോധിക്കണം. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം മുഖ്യമന്ത്രിയോട് പറഞ്ഞത് ഞങ്ങളുടെ ഡിമാൻഡ് ഉണ്ട് CBI അന്വേഷണം. അവിടെ അദ്ദേഹം പോയാൽ അവിടെ കുറെ പാവപ്പെട്ട ആൾക്കാരാണുള്ളത്. കൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണുള്ളത്. എന്നോട് ഞാൻ നേരിട്ട് സംസാരിച്ചാണ്. അദ്ദേഹം എന്നോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞത്, ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനാണ്, എന്റെ മകന് യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിക്കണം എന്ന ആഗ്രഹം പറഞ്ഞപ്പോ അവന് സ്വാതന്ത്ര്യം ഉണ്ട് അതിൽ പ്രവർത്തിക്കാൻ. ആ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്ത ഒരു അച്ഛനാണ് ഞാൻ. അപ്പോൾ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെയായിരുന്നു. അപ്പൊ ആ അച്ഛന്റെ കണ്ണീര് കാണണം, ആ അമ്മയുടെ കണ്ണീര് കാണണം. ഇനി ഇത്തരമുള്ള രക്ഷകർത്താക്കളുടെ വേദനകൾ മനസ്സിലാക്കി ഇനിയെങ്കിലും കൃപേഷിനെയും ശരത്ലാലിനെയും കൊന്നതുപോലെ ഇനി ആരെയും കൊല്ലുന്ന സംവിധാനത്തിൽ ഈ പാർട്ടി മാറണം. അത് മനസ്സിലാകണമെങ്കിൽ കൊണ്ടുപോകണം. അതിനാണ് പറഞ്ഞത്. അതിന് കോൺഗ്രസ് സമ്മതിച്ചില്ല. പിണറായി വിജയന് കല്യാട്ട് പോകാനെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയായിട്ടിരിക്കാൻ അർഹതയുണ്ട്. കോൺഗ്രസ് BJPയോ അല്ലെങ്കിൽ കേരള കോൺഗ്രസോ RSCയോ അങ്ങനെയാണോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? ഒരു യുക്തിയില്ലാത്ത ന്യായമാണ് ഇവിടെ പറയുന്നത്. ഞാൻ വീണ്ടും അങ്ങയിലേക്ക് തിരിച്ചു വരാം. ആ സമയം കൊണ്ട് ഞങ്ങളുടെ തത്സമയ സംവിധാനത്തിനോടൊപ്പം താങ്കൾക്ക് എത്തിച്ചേരാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഇവിടെ തൃപ്പൂണിത്തുറയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം തത്സമയം പങ്കുചേരുന്നുണ്ട്. CPMന്റെ ഏരിയ കമ്മിറ്റി അംഗമാണ് KK പ്രദീപ് കുമാർ. ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ കൃഷ്ണന്റെ വീട്ടിലേക്ക് ശ്രീ പിണറായി വിജയൻ പോകണമെന്ന് ആഗ്രഹിച്ചു, അഥവാ ജില്ലാ കമ്മിറ്റി പറഞ്ഞു പോകണമെങ്കിൽ സൗകര്യമൊരുക്കി തരാം. പക്ഷേ കോൺഗ്രസ് പാർട്ടിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അവിടെ പോയി എന്ത് സംഭവിക്കുമെന്ന് പറയാൻ കഴിയില്ല, പിന്മാറി കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഇരട്ടച്ചങ്കൻ എന്നൊക്കെയാണ് ആളുകൾ വിശേഷിപ്പിക്കുന്നത്. അത്ര ധൈര്യമേ ഉള്ളൂ മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും എന്നതാണ് ചോദ്യം. ഈ വിഷയത്തിൽ ഇതിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുൻപിൽ ഉണ്ടായിട്ടുള്ള വിഷയമെന്നുള്ള നിലയിൽ അതുമായി ബന്ധപ്പെട്ട് വേണം നമ്മൾ ഈ വിഷയത്തെ കാണാൻ. തെരഞ്ഞെടുപ്പുമായിട്ടൊന്നും ബന്ധമില്ല. ഈ കൊലപാതകം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതുമല്ല. ഞാൻ പറഞ്ഞോട്ടെ, ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്ന രീതിയാണ് പറഞ്ഞത്. ഇതിപ്പോൾ താങ്കൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ കൂത്തുപറമ്പിൽ ഉണ്ടായതുപോലൊരു അനിഷ്ട സംഭവം ഉണ്ടാക്കി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും മാർക്സിസ്റ്റ് പാർട്ടിയെയും ഒറ്റപ്പെടുത്താനും തകർക്കാനും വേണ്ടിയിട്ടുള്ളൊരു അവസരമാക്കി ഇത് ഉപയോഗിക്കാനാണ് മാധ്യമങ്ങൾ ശ്രമിക്കുന്നത്. നിങ്ങളിപ്പോൾ ഈ സംഭവത്തിൽ ഇന്നിപ്പോൾ അവിടെ ഒരു സംഘർഷവും ഒരു ലാത്തിചാർജോ ഒരു വെടിവെപ്പോ ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളുടെ ചർച്ച വേറെ ആകുമായിരുന്നു. ഇപ്പോൾ ഇരട്ടച്ചങ്കൻ എന്നുള്ള നിലയിൽ പറഞ്ഞു. ഞങ്ങളാരും പിണറായി വിജയൻ ഇരട്ടച്ചങ്കനാണെന്ന് പറഞ്ഞിട്ടില്ല. ഈ നാട്ടിൽ അത് പ്രചരിപ്പിച്ചത് നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങളും രാഷ്ട്രീയ എതിരാളികളും തന്നെയാണ്. ആർജവത്തോടു കൂടി നിലപാടെടുക്കുന്ന മുഖ്യമന്ത്രി. ഞാനിപ്പോൾ ഒരു കാര്യം പറയാം. ഒരു മുഖ്യമന്ത്രിയുടെ ചുമതല ഒരു അനിഷ്ട സംഭവം ഉണ്ടായാൽ അവിടെ അപ്പം തന്നെ ഓടിയെത്തി മീഡിയയെ വിളിച്ചു വരുത്തി പടമെടുത്ത് വാർത്ത കൊടുത്ത് ആളാകുക എന്നുള്ളതല്ല. ഇപ്പോൾ ഓഖി ദുരന്തമുണ്ടായി. ഞങ്ങളുടെ മുഖ്യമന്ത്രി എടുത്ത നിലപാടെന്താ? ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിന് വേണ്ടി ആ സമയം പൂർണ്ണമായും ചെലവഴിക്കുകയും ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുകയും ഇവിടെ ഉണ്ടായ വിഷയം എന്താ? ഇവിടെ ഈ 2 കൊലപാതകം ഉണ്ടായി. ഞങ്ങൾ തള്ളിക്കളയുന്നു. ആ കൊലപാതകം യാതൊരു രീതിയിലും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഞങ്ങളുടെ പാർട്ടിയുമായി അതിനകത്ത് യാതൊരു ബന്ധവുമില്ല. ശരി, അങ്ങനെയാണെങ്കിൽ KK പ്രദീപ് കുമാർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്ത് സ്വന്തം ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഒരു കൊലപാതകത്തിന്റെ പേര് പറയൂ. അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയോ ജില്ലാ കമ്മിറ്റിയോ കൂടി സർക്കിൾ കൊടുത്തിട്ടാണോ കൊലപാതകം നടക്കുന്നത്. ഇത് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ തന്നെയാണത്. പ്രകോപനത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്നതാണ്. അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത്തരം പ്രശ്നങ്ങളിൽ കുറ്റക്കാരായിട്ടുള്ള ആളുകളെ ഞങ്ങൾ തള്ളി പറയും. അതെല്ലാം ഇന്നലെ ചെയ്തിട്ടുണ്ട്, ഇന്നും ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഗൂഢാലോചന കുറ്റമൊക്കെ ചുമത്തി ഞങ്ങളുടെ പാർട്ടി നേതാക്കന്മാരെ സഖാവ് ജയരാജനെ പോലെയുള്ള ആൾക്കാരെ ജയിലിൽ അടയ്ക്കാനും ഇല്ലാതാക്കാനുമുള്ള ശ്രമം നടന്നാൽ ഞങ്ങൾ അതിനെ എതിർക്കും. അതിനെ നിയമപരമായി എതിർക്കും, രാഷ്ട്രീയമായും എതിർക്കും. അതാണ് ഞങ്ങളുടെ നിലപാട്. അല്ല, എൻ്റെ സംശയം അതല്ല. ഇതേ കാര്യം തന്നെയാണ് TP ചന്ദ്രശേഖരന്റെ കാര്യത്തിൽ പറഞ്ഞത്. ഇപ്പോൾ ഉപയോഗിച്ചത്, പിണറായി വിജയൻ ഉപയോഗിച്ച ഭാഷ ഹീനമായ കൃത്യം എന്നാണ്. അന്ന് ഉപയോഗിച്ചത് എന്താണെന്നറിയാമോ? നിഷ്ഠൂരമായ കൃത്യം. അന്ന് പറഞ്ഞത് കുന്നുമ്മേൽ ഉണ്ടായിരുന്ന ലോക്കൽ കമ്മിറ്റി അംഗം KC രാമചന്ദ്രനുള്ള വ്യക്തിവിരോധമാണ് കാരണം എന്ന് TPയുടെ കാലത്ത്. ഇപ്പോൾ പറഞ്ഞത് എന്താ? പീതാംബരൻ എന്ന ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ വ്യക്തിവിരോധം. കമ്മ്യൂണിസ്റ്റ്, പക്ഷേ അറസ്റ്റിലായവർ 6-7 പേരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധമുള്ളവരാണ്. സമ്മതിക്കുന്നു, ഞങ്ങൾ സമ്മതിക്കുന്നു. ഞങ്ങൾ നടപടിയെടുക്കും. ഞങ്ങൾ നടപടിയെടുത്തു. അറിഞ്ഞപ്പോൾ തന്നെ നടപടിയെടുത്തു. ഇപ്പോൾ ഒരു കാര്യം ഇവരെല്ലാവരും വിശദീകരിക്കേണ്ടതുണ്ട്, നിങ്ങളും വിശദീകരിക്കേണ്ടതുണ്ട്. എന്തിനാണ് പീതാംബരന്റെ കൈ തല്ലി ഓടിച്ചത്? ന്യായീകരിക്കുകയല്ല. എന്തിനാണ് പീതാംബരന്റെ കൈ തല്ലി ഓടിച്ചത്?
കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൻ്റെ ഭാഗമായി ഉണ്ടായ തർക്കത്തിൻ്റെയാണോ, കോൺഗ്രസ് പാർട്ടി ഉണ്ടാക്കുന്നതിൻ്റെ തർക്കത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ആ മീഡിയ ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഈ തികച്ചും കൊല്ലാൻ പാടില്ല. ഞാൻ പറയുന്ന വിഷയത്തെ നിങ്ങളുടെ സൗകര്യത്തിൽ എടുത്താൽ പോരാ, വിഷയത്തിന്റെ മൂലകാരണത്തിലേക്ക് ചെല്ലണം. ഈ പീതാംബരന് വൈരാഗ്യം ഉണ്ടാകാൻ എന്താണ് കാരണം? അയാളുടെ കൈ തല്ലിയൊടിച്ചു, അയാൾ ജയിലിൽ പോയി, പിന്നെ ജയിലിൽ പോയി റിമാൻഡ് കഴിഞ്ഞ് വന്നയാളാണ് ഇപ്പോൾ കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ് പീതാംബരന്റെ കൈ തല്ലിയൊടിച്ചത്? കോൺഗ്രസിന്റെ പ്രവർത്തനത്തിന് തടസ്സം നിന്നിട്ടാണോ, അല്ലെങ്കിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള തർക്കത്തിന്റെ ഭാഗമാണ്? അല്ല. ആ ഭാഗത്തേക്ക് നിങ്ങൾ എന്തുകൊണ്ട് പോകുന്നില്ല? നിങ്ങൾ അങ്ങോട്ട് പോയാൽ നിങ്ങളിപ്പോൾ ഈ ഇലക്ഷന്റെ മുമ്പിൽ വെച്ച് മാർക്സിസ്റ്റ് പാർട്ടിയെ അങ്ങ് ഇല്ലാതാക്കാൻ വേണ്ടി നടത്തുന്ന ഈ ചർച്ചയുണ്ടല്ലോ, ഈ പ്രചാരവേല, ഇപ്പോൾ ഇവിടെ അഭിമന്യു മരിച്ചല്ലോ, എന്തിനാ നാരായണൻ നായരെ തിരുവനന്തപുരത്തിട്ട് കൊലപ്പെടുത്തിയല്ലോ? നിങ്ങളൊന്നും ഇതുപോലെ കൂട്ടിയിരുന്ന് ചർച്ച നടത്തിയല്ലോ. എടുത്തോളൂ, ഒരു പ്രത്യേക വിഷയമായി എടുത്തോളൂ. പക്ഷേ ഇവിടെ എത്രയോ കൊലപാതകങ്ങൾ നടക്കുന്നു, ആസൂത്രിതമായ കൊലപാതകങ്ങൾ നടക്കുന്നു. ഈ ചർച്ചയില്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏതെങ്കിലും അനുഭാവികളോ ഏതെങ്കിലും ലോക്കൽ കമ്മിറ്റി നേതാക്കന്മാരോ, ഞങ്ങളുടെ ലോക്കൽ കമ്മിറ്റി മെമ്പർ പറഞ്ഞാൽ വലിയ നേതാക്കന്മാരൊന്നുമല്ല. ഇവിടെ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും വീടുകൾ സന്ദർശിക്കാൻ മുഖ്യമന്ത്രി താല്പര്യം കാട്ടിയത്. ഇവിടെ ഒരു വർഷം മുമ്പ് KH പ്രവർത്തകനായ ഷുഹൈബ്, അതിനു മുമ്പ് TP ചന്ദ്രശേഖരൻ, ഇവരോടൊക്കെ പൈശാചികമായ കൊലപാതകത്തിൽ ഒന്ന് ആ തെറ്റേറ്റ് പറയുവാനോ അവിടെ വീടുകൾ സന്ദർശിക്കുവാനോ മുഖ്യമന്ത്രി തയ്യാറായില്ല. പ്രത്യേക അന്വേഷണ കമ്മീഷൻ രൂപീകരിച്ച് പാർട്ടിയാണ് അന്വേഷിക്കുന്നത്. ഇത് എവിടുത്തെ ഒരു നിയമവ്യവസ്ഥയാ? ഇന്ത്യ ഇവിടെ ഭരണഘടനയെയും ജനാധിപത്യ വ്യവസ്ഥകളെയും മുഴുവൻ തകിടം മറിച്ചുകൊണ്ട് പാർട്ടി അന്വേഷണ കമ്മീഷൻ പ്രഖ്യാപിക്കുക, ആ അന്വേഷണ കമ്മീഷൻ കുറ്റവാളികളെ മോചിതരാക്കുക, ഇത് ശരിയായ നടപടിയല്ല. ഇപ്പോൾ പെരിയയിൽ നടന്ന കൂട്ടക്കൊലപാതകം ആസൂത്രിതമാണ്. പീതാംബരന്റെ ഭാര്യ തന്നെ പറയുന്നു പാർട്ടി അറിയാതെ ആ കുറ്റകൃത്യം നടക്കില്ല എന്നാ പറയുന്നത്. ഷുഹൈബിന്റെ കൊലപാതകവും ദിവസങ്ങൾക്ക് മുമ്പേ ഉള്ള ആസൂത്രിതമായ കൊലപാതകമാണ്. അതിലേക്ക് വരാം. അപ്പോൾ പ്രദീപ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അവിടെ ഈ സംഭവത്തിന്റെ മൂലകാരണമായി പറയപ്പെടുന്ന ഈ പ്രദേശത്ത് മരിച്ചുപോയി 2 ചെറുപ്പക്കാരിൽ ഒരാൾ ഉൾപ്പെട്ട ഒരു കുറ്റകൃത്യം നടന്നിരുന്നു. 2 കൈയും തല്ലി ഒടിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. അതിനെ തുടർന്നാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഈ പ്രശ്നം കോൺഗ്രസുകാരുടെ ശക്തി കേന്ദ്രമാണ്. അവിടെ മുഖ്യമന്ത്രി അടക്കം പോകണമെന്ന് പറയുമ്പോഴും ജില്ലാ നേതൃത്വത്തിന് സംരക്ഷണം കൊടുക്കാൻ പറ്റാത്ത വിധത്തിൽ ക്രിമിനലുകൾ ഉണ്ടെന്ന് ഇപ്പോൾ സതീഷ് ചന്ദ്രൻ പറയുന്ന ഏരിയ കൂടിയാണ്. ആ ഭാഗത്ത് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനവും അത്ര രീതിയിൽ നല്ല രീതിയിലായിരുന്നില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അല്ല, ഇതിനു മുമ്പ് നടന്നിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങളിലൊന്നും അവരുടെ വീടുകൾ സന്ദർശിക്കാൻ തയ്യാറാത്ത മുഖ്യമന്ത്രി ഇപ്പോൾ ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരമൊരു തട്ടിപ്പാണ് കാണിക്കുന്നത്. പാർട്ടിയുടെ അധ്യക്ഷൻ ക്ഷണിച്ചു, ധൈര്യമുണ്ടെങ്കിൽ പോകണം, ആത്മാർത്ഥതയുണ്ടെങ്കിൽ പോകണമെന്ന് പറഞ്ഞിട്ടാണ് മുഖ്യമന്ത്രി പോകാൻ തയ്യാറായത്. പോകുന്നില്ല. നിങ്ങളുടെ ജില്ലാ കമ്മിറ്റി പറഞ്ഞു പോയാൽ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ കഴിയില്ല എന്ന്. അധ്യക്ഷൻ പറയുന്നു ചെല്ലണമെന്ന്, ജില്ലാ കമ്മിറ്റി പറയുന്നു വന്നാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല എന്ന് പറയുന്നു. ഇതെന്ത് ഏർപ്പാടാണ്? അത്തരം കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്. യഥാർത്ഥത്തിൽ മാത്രമല്ല പ്രദീപ്, അവിടെ കരിങ്കൊടി കാണിക്കുകയും കൂടി ചെയ്തു. പറഞ്ഞു, റോഡിൽ കരിങ്കൊടി കാണിച്ചു. 5 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പാവപ്പെട്ട 2 ചെറുപ്പക്കാരെ, യൂത്ത് കോൺഗ്രസ് ചെറുപ്പക്കാരെ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം, കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ വളരെയേറെ ദുഃഖത്തിൽ ആണ്ടു നിൽക്കുന്നൊരു സംഭവമായിരുന്നു എന്നുള്ളത്. CPM എന്ന് പറയുന്ന പ്രസ്ഥാനം വളരെ ആസൂത്രിതമായിട്ടാണ് ഈ 2 ചെറുപ്പക്കാരെ തിരിച്ചു വരാം. നമ്മളോടൊപ്പം സതീഷ് ചന്ദ്രൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. യഥാർത്ഥത്തിൽ ഇതിന്റെ കാരണം അറിയണമെങ്കിൽ ഹക്കീം കുന്നേലുമായി ബന്ധപ്പെടണമെന്ന്. ഞങ്ങൾ ഹക്കീം കുന്നേലിനെ വിളിച്ചു. ഹക്കീം കുന്നേൽ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഹക്കീം കുന്നേൽ, പിണറായി വിജയനും CPM-ലെ ജില്ലാ നേതൃത്വവും താങ്കളോട്, പിണറായി വിജയൻ നേരിട്ടല്ലെങ്കിലും CPM-ന്റെ ജില്ലാ നേതൃത്വം താങ്കളുമായി സംസാരിച്ചിരുന്നോ ഇന്ന് കൃപേഷിന്റെ വീട്ടിൽ പോകുന്നതിനെ കുറിച്ച്? CPIM-ന്റെ ജില്ലാ ഹക്കീം കുന്നേൽ, CPIM-ന്റെ ജില്ലാ നേതൃത്വമോ LDF-ന്റെ ജില്ലാ നേതൃത്വമോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ഞങ്ങളോട് ചർച്ച നടത്തിയിട്ടില്ല. ഇക്കാര്യം ഞാൻ അറിയുന്നത് തന്നെ ഇന്ന് രാവിലെ ദൃശ്യമാധ്യമങ്ങളിലൂടെ വാർത്ത പുറത്തുപോയ സമയത്താണ്. ഇന്ന് കാസർഗോഡ് ജില്ലയിലെത്തിയ മുഖ്യമന്ത്രിക്കെതിരെ പെരിയയിലെ ഇരട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഒരു വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയർന്നു വരുന്നു എന്ന് കണ്ടപ്പോൾ അതിൽ നിന്നും ശ്രദ്ധ മാറ്റി വരുന്നതിന് വേണ്ടിയിട്ട് CPIM മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്ത ഒരു കഥയാണ് ഈ വാർത്തയ്ക്ക് പിന്നിലുണ്ടായ കാര്യം. നിങ്ങൾ ശ്രദ്ധയിലേക്ക് മറ്റൊരു കാര്യം ഞാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇന്നലെ സംസ്ഥാനത്തെ CPM-ന്റെ ജില്ലാ നേതൃത്വം ഒരു DCC അംഗത്തെയും, ഉത്തരവാദിത്തപ്പെട്ട ഒരു DCC അംഗത്തെയും കൃപേഷിന്റെ വീട്ടിൽ പോകുന്നതുമായി ബന്ധപ്പെട്ട് വിളിച്ചിട്ടില്ല, സംസാരിച്ചിട്ടില്ല. ഇല്ല.
മാത്രമല്ല ഇന്നലെ മന്ത്രി ഇ ചന്ദ്രശേഖരൻ ആ വീട് സന്ദർശിച്ചിരുന്നു. മന്ത്രി ആ വീട്ടിലേക്ക് സന്ദർശിക്കുന്നതിന് മുമ്പോ സന്ദർശനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ഞങ്ങളോട് ആലോചിച്ചിരുന്നില്ല. മന്ത്രി അവിടെ എത്തുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, പെരിയ കല്ലൂട്ട് പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ദൃശ്യ മാധ്യമങ്ങളുടെ സാന്നിധ്യമുള്ള ഒരു സമയമാണ് ഈ സമയം. മന്ത്രി അവിടെ എത്തുന്ന സമയത്ത് ഒരു ദൃശ്യമാധ്യമ സുഹൃത്തുക്കളും അവിടെ ഉണ്ടായിരുന്നു. മന്ത്രി ആ വീട്ടിലേക്ക് എത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് ആ പ്രദേശത്തെ മുൻ പഞ്ചായത്ത് മെമ്പറും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് ബാബുരാജാണ് മന്ത്രിയെ കൂട്ടി കൃഷ്ണന്റെ സമീപത്തേക്കും അതുപോലെ തന്നെ ശരത്തിന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് ശ്രീ ബാബുരാജാണ്. മന്ത്രി 2 കുടുംബാംഗങ്ങളോടും സംസാരിച്ചു. കുടുംബാംഗങ്ങളോട് സംസാരിച്ചതിന് ശേഷം മന്ത്രി യാത്ര പറയുന്ന സമയത്ത് ശ്രീ ഹക്കീം കുന്നേൽ അങ്ങ് തുടരണം ടെലിഫോൺ ലൈനിൽ. ശ്രീ സതീഷ് ചന്ദ്രൻ, അങ്ങ് നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ ജില്ലാ നേതൃത്വമാണ് ഉത്തരവാദിയെന്ന്. ഹക്കീം കുന്നേലിനെ വിളിക്കുമെന്ന്. ഹക്കീം കുന്നേലിനെ ഞങ്ങൾ വിളിച്ചു. ഹക്കീം കുന്നേൽ പറയുന്നു നിങ്ങൾ പറയുന്നത് പച്ചക്കള്ളമാണ് എന്ന്. ഹക്കീം കുന്നിൽ സാധാരണ നിലയിൽ അങ്ങനെ കള്ളം പറഞ്ഞൊരു ചെറുപ്പക്കാരനല്ല. പക്ഷേ ഈ കാര്യം ഈ വിധത്തിൽ എത്തിയപ്പോൾ അദ്ദേഹം അത് ബോധപൂർവ്വം മറച്ചു കൊടുക്കുകയാണ്. CPM ജില്ലാ നേതൃത്വം കൃത്യമായി DC നേതൃത്വമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. എനിക്കൊരു കാര്യം കൂടി പറയാനുള്ളത്, നിങ്ങൾ നമ്മൾ വാക്കുകൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി വാളുകൾക്കിടയിലൂടെ ആരെയാണ് വിളിച്ചത്? അല്ലല്ല, ഈ ചോദ്യം ശ്രീ ഹക്കീം കുന്നൽ ടെലിഫോൺ ലൈനിൽ നിൽക്കുകയാണ്. നമുക്ക് ഈ കാര്യത്തിൽ വ്യക്തത വരുത്തി മുന്നോട്ട് പോകാം. ആരാണ് വിളിച്ചത് ജില്ലാ നേതൃത്വത്തെ? DCCയുമായി സംസാരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിലെ അംഗമാരാണ്. ഞങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ CPM ജില്ലാ സെക്രട്ടറി വിളിക്കൂ. CPM ജില്ലാ സെക്രട്ടറി വിളിക്കൂ. പക്ഷെ ഒരു കാര്യം പറയാൻ വിളിക്കണം. ഹക്കീമിനെ ഇന്ന് ആരും വിളിച്ചില്ല. CPMന്റെ ജില്ലാ സെക്രട്ടറി ഹക്കീമിനെ വിളിച്ചു എന്നാണ് പറയുന്നത്. ഹക്കീം, ഞാൻ വരാം. ശ്രീ സതീഷ് ചന്ദ്രൻ, ഹലോ. കുന്നേൽ, താങ്കളെ ഇന്ന് CPMന്റെ ജില്ലാ സെക്രട്ടറി വിളിച്ചു, ശരിയല്ലേ? ഏത് സമയം ഏത് നമ്പറിൽ നിന്നാണ് വിളിച്ചത് അതുകൂടി വ്യക്തമായിട്ടെ. LDFന്റെ കൺവീനർ ഹക്കീമിനെ വിളിച്ചു എന്ന് പറഞ്ഞാൽ ഇതൊരു ആധികാരികതയല്ല. CPMന്റെ ആരെയാണ് വിളിച്ചത്? സതീഷ് ചന്ദ്രൻ വിളിച്ചില്ല എന്നാണോ പറയുന്നത്? അതെ അത് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നു. അല്ല, അതുമാത്രമല്ല പ്രശ്നം. നമ്മൾ ഈ ചർച്ചയിൽ അരുൺ അങ്ങനെ പറഞ്ഞു പോകുന്നതിനെ കുറിച്ച് എനിക്ക് പറയണ്ടേ? നിങ്ങൾ വീണ്ടും പറയുന്നു മുഖ്യമന്ത്രി എന്തുകൊണ്ട് പോയില്ല, മുഖ്യമന്ത്രി വാളിനും കത്തിക്കുമിടയിൽ നടന്നു എന്ന് പ്രസംഗിച്ചു. അതിനപ്പുറത്തെ വാദമുണ്ട്. ആ പ്രസംഗം കേട്ടാളാണ് ഞാൻ മംഗലാപുരത്തും. മുഖ്യമന്ത്രി വേറൊരു വാദം പറഞ്ഞെന്താ അറിയോ? മുഖ്യമന്ത്രി എന്ന നിലയിൽ വേറൊരു സംസ്ഥാനം BJP ഭരിക്കുന്ന സംസ്ഥാനത്ത് പോയപ്പോൾ ഒരു മലയാളി അസോസിയേഷൻ നടത്തിയ പരിപാടിയിലേക്ക് ഇറങ്ങിയപ്പോൾ അവിടുത്തെ പോലീസ് DGP വന്ന് പറഞ്ഞു മുഖ്യമന്ത്രി. മംഗലാപുരത്ത് ശ്രീ പിണറായി വിജയൻ നടത്തിയ പ്രസംഗം ഞാൻ മുഴുവനും കേട്ടിട്ടുണ്ട്. ഞാൻ അതിലേക്ക് തിരിച്ചു വരാം സർ. പക്ഷേ എനിക്ക് ഞാൻ ഉപയോഗിക്കാം സർ, ഉപയോഗിക്കാം. ഞാൻ തിരിച്ചു വരാം. എനിക്ക് ശ്രീ ഹക്കീം കുന്നേലിനോട് കൃത്യമായ ഒരു മറുപടി ഇക്കാര്യത്തിൽ. ശ്രീ ഹക്കീം കുന്നേൽ, ആത്മാർത്ഥമായി പറയൂ, ജില്ലാ കമ്മിറ്റി അംഗത്തോട് ഇന്ന് രാവിലെ മുതൽ ഞങ്ങളടക്കമുള്ള ചാനലുകളിൽ ഇത്തരമൊരു വാർത്തയുണ്ടായിരുന്നു. ജില്ലാ നേതൃത്വവുമായി ബന്ധപ്പെട്ടിരുന്നു എന്നാണ് CPM ആവർത്തിച്ചു പറയുന്നത്. ഇപ്പോഴും നമ്മുടെ ചാനലിലും പറയുന്നു. നിങ്ങൾ സത്യസന്ധമായി പറയൂ, നിങ്ങളെ ജില്ലാ നേതൃത്വം ബന്ധപ്പെട്ട ഒരു സമാധാന ചർച്ചയ്ക്ക് എന്ന രീതിയിൽ തന്നെ പിണറായി വിജയൻ മുഖ്യമന്ത്രി വരുന്നു, നിങ്ങൾ എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചിരുന്നോ? ഞാൻ നിങ്ങളോട് വളരെ ഉത്തരവാദിത്തത്തോടു കൂടി പറയുന്നു, CPMന്റെ ഏത് ജില്ലാ നേതാവ് ഏത് നമ്പറിൽ നിന്നാണ് നിങ്ങൾ ഇപ്പോൾ ഈ നമ്പറിലേക്ക് വിളിച്ചത്? ഇത് പഴയ കാലഘട്ടമൊന്നുമല്ല. ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് പരിശോധിക്കാം. CPMന്റെ ഒരു നേതാവും LDFന്റെ ഒരു നേതാവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്നോട് നേരിട്ട് സംസാരിച്ചിട്ടില്ല. ഇപ്പോൾ ആദ്യമായിട്ടാണ് ശ്രീ ചന്ദ്രന്റെ വാചകം നിങ്ങളുടെ ഫോണിലൂടെ ഞാൻ കേൾക്കുന്നത്. ഒരു നേതാവും എന്നെ വിളിച്ചിട്ടില്ല. ശ്രീ സത്യചന്ദ്രൻ വ്യക്തമാക്കട്ടെ, ഏത് നേതാവാണ് വിളിച്ചത്? വിളിച്ച നേതാവിന്റെ ഒരു പേര് പറയുന്നത്. LDF നേതൃത്വം CPM നേതൃത്വം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ശരിയല്ല. LDF നേതൃത്വത്തിന്റെ ഭാഗമായി CPM നേതൃത്വത്തിന്റെ ഭാഗമായി ഏത് നേതാവാണ് വിളിച്ചതെന്ന് കൂടി വ്യക്തമാക്കട്ടെ. ഹക്കീമിനെ അല്ലാതെ DCCയിലെ മറ്റേതെങ്കിലും അംഗങ്ങളെ വിളിച്ചിരുന്നോ? അത് ഹക്കീമിന് അറിയാമോ? അറിയാം.
മറ്റേതെങ്കിലും അംഗങ്ങളെ ഹലോ DCC പ്രസിഡന്റ് സാധാരണ കോൺഗ്രസിന്റെ ഒരു കാര്യങ്ങളിൽ DCC പ്രസിഡന്റിനെയാണ് DCC ഭാരവാഹികൾ ആരും വിളിച്ചതായിട്ട് സത്യപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ആരെങ്കിലും വിളിച്ചിരുന്നെങ്കിൽ അവർ ഞാനിവിടെ സത്യമായിരുന്നു. ശരി, ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കല്യാട്ട് ഈ രണ്ടുപേരുടെയും വീടുകളിൽ പോയിരുന്നെങ്കിൽ കോൺഗ്രസ് ഏതെങ്കിലും തരത്തിൽ അവിടെ പ്രതിഷേധത്തിന് വേണ്ടി ആലോചിച്ചിരുന്നോ? സംഘർഷമുണ്ടാകാനുള്ള സാധ്യതയുണ്ടായിരുന്നോ? ഇന്നലെ റവന്യൂ മന്ത്രി വരുന്നത് പോലെ സമാധാനപരമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുമായിരുന്നോ കോൺഗ്രസ്? കല്യാട്ട് മുഖ്യമന്ത്രി സന്ദർശിക്കണമെന്ന് പരസ്യമായി ആവശ്യപ്പെട്ടത് കൃപേഷിന്റെ പിതാവ് കൃഷ്ണേട്ടനാണ്. ശ്രീ ഹക്കീം കുന്നിൽ, ചെറിയ ശബ്ദവിനിമയത്തിൽ ചെറിയ സാങ്കേതിക തടസ്സങ്ങളുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ തിരിച്ചു വീണ്ടും അങ്ങേ ബന്ധപ്പെടുന്നതായിരിക്കും. ഞാൻ വളരെ പെട്ടെന്ന് വിശ്വനാഥിലേക്ക് വരാം. അതിനു മുമ്പ് സതീശചന്ദ്രൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഇതിനൊരു വിശദീകരണം കൂടി നൽകിയിട്ട് നമുക്ക് ചർച്ചയ്ക്ക് മുന്നിലേക്ക് പോകാൻ തോന്നുന്നു. ഒന്നുകിൽ സതീശചന്ദ്രനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചു, ഞങ്ങളെ അടക്കമുള്ള മാധ്യമപ്രവർത്തകരെയും ആരോ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. സുരക്ഷാ ഭീഷണി ഉള്ളതുകൊണ്ട് DCC നേതൃത്വവുമായി സംസാരിച്ചപ്പോൾ അവർ സഹകരിക്കില്ല എന്നുള്ളതുകൊണ്ട് യാത്ര മാറ്റിവെച്ചു എന്നത്. പറഞ്ഞോളൂ. ഞങ്ങളുടെ ഡെസ്കിൽ നിന്നും ഞങ്ങളുടെ ഹെഡ്ക്വാർട്ടറിൽ നിന്നും ഈ നമ്പർ എഴുതി തന്നെ കാണിക്കും. ഞങ്ങളുടെ ഹെഡ്ക്വാർട്ടറിൽ നിന്ന് ഈ നമ്പർ എഴുതി തന്നെ കാണിക്കും. ആ നമ്പർ ആരുടേതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഈ ടെലിഫോൺ നമ്പറിലേക്ക് അത് പോയിട്ടുണ്ടോ എന്നും അറിയാം. അത് നോക്കിക്കോ. പറഞ്ഞോളൂ. ഹലോ ഇന്ന് രാവിലെ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ആണ് വിളിച്ചത്. ജില്ലാ സെക്രട്ടറി ബാലകൃഷ്ണൻ മാസ്റ്റർ മൊബൈൽ നമ്പർ ഞാൻ പറയാം. 9447 374877. നിങ്ങൾ 374877. അതെ, ശരി, ഒരു നിമിഷം നിൽക്കണം ശ്രീ സതീശചന്ദ്രൻ. ശ്രീ ഹക്കീം കുന്നേൽ, ഈ നമ്പർ അങ്ങയുടെ ടെലിഫോണിൽ, അങ്ങയുടെ മൊബൈൽ ഫോണിലോ അങ്ങയുടെ നമ്പറിലോ വന്നിട്ടുണ്ടാവും. അങ്ങയെ വിളിച്ചു, നമ്പർ പറഞ്ഞു സതീശചന്ദ്രൻ. ശ്രീ ഹക്കീം കുന്നേൽ, ഹലോ. ചർച്ചയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് നമുക്ക് ഹക്കീം കുന്നേലിനെ പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഹക്കീം കുന്നേൽ കേൾക്കാൻ കഴിയുന്നുണ്ടോ? ശബ്ദത്തിൽ ചെറിയ വിനിമയ തടസ്സമുണ്ട്. PC വിശ്വനാഥിലേക്ക് ഞാൻ വന്നതിന് ശേഷം ശ്രീ സതീശചന്ദ്രനിലേക്ക് വീണ്ടും തിരിച്ചൊരിക്കൽ കൂടി വരാം. ശ്രീ PC വിശ്വനാഥ് ഇപ്പോൾ നമ്മളോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. PC വിശ്വനാഥ്, ഇപ്പോൾ വളരെ ദൗർഭാഗ്യകരമായ ഒരു ഭാഗത്തേക്കാണ് ഞങ്ങൾക്ക് ഈ ചർച്ചയുടെ ഭാഗത്ത് പോകേണ്ടി വന്നത്. ജില്ലാ നേതൃത്വവുമായിട്ട് CPM ബന്ധപ്പെട്ടിരുന്നു അവർ ആധികാരികമായി പറഞ്ഞതാണ്. ഇപ്പോൾ ആ നമ്പർ അടക്കം അവർ പറയുകയും ചെയ്തു. ജില്ലാ നേതൃത്വം ഇതുമായി സഹകരിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ഇപ്പോൾ അത് കള്ളം പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കൂടി എത്തി. അത് സത്യസന്ധമാണെങ്കിൽ ഇവിടെ ഇനി ഹക്കീമാണ് അത് വിശദീകരിക്കേണ്ടത്. ഈ നമ്പറിൽ നിന്ന് ഫോൺ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഇന്ന് പിണറായി വിജയൻ അവിടെ പോയിരുന്നെങ്കിൽ പിണറായി വിജയന്റെ ആത്മാർത്ഥതയെ നമുക്ക് സംശയിക്കാൻ കഴിയുമായിരുന്നില്ല. പക്ഷേ അതിനും ഒരു കാരണമുണ്ട് എന്ന് CPM പറയുന്നത് വിശ്വസിക്കുകയല്ലേ നിവൃത്തിയുള്ളൂ. ഇപ്പോൾ വിളിച്ചിരുന്നു, ആ നമ്പർ അടക്കമാണ് ഇപ്പോൾ സതീശചന്ദ്രൻ പറയുന്നത്. ശ്രീ PC വിശ്വനാഥ്. ശ്രീ ഹക്കീം പറയാൻ ശ്രമിച്ചൊരു കാര്യം അരുണും ഈ ചർച്ച കേൾക്കുന്നവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. ഈ സർക്കാരിൻ്റെ തന്നെ പ്രതിനിധിയായ ഒരു മന്ത്രി ഇന്നലെ ഈ ഭവനങ്ങളിൽ ചെന്നിരുന്നു. ഞങ്ങളുടെ തന്നെ പാർട്ടിയുടെ ആ പ്രദേശത്തെ പ്രമുഖനായ നേതാവ് ബാബുരാജാണ് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് ആ വീട്ടിൽ പോയത്. അദ്ദേഹം അവരോടൊപ്പം ചിലവഴിച്ചു, സംസാരിച്ചു. കുടുംബാംഗങ്ങളുമായി അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള എല്ലാ അവസരവും ഉണ്ടായി. അവരവരുടെ പ്രയാസം, അവരുടെ ആവശ്യം, പ്രധാനപ്പെട്ട ആവശ്യം CBI അന്വേഷണമാണ്. ഈ പോലീസ് യഥാർത്ഥ പ്രതികളെ, അതിന് ഗൂഢാലോചനക്കാരെ, ഈ നിഷ്ഠൂരമായ കൊലക്കുറ്റം ചെയ്യിച്ച ആളുകളെ പിടിക്കാനല്ല, അവരെ രക്ഷപ്പെടുത്താനുള്ള പരിശ്രമമാണ് ഈ അന്വേഷണത്തിൽ കൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ ആവശ്യം സർക്കാരിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ മന്ത്രി അറിയിച്ചു. നിങ്ങൾ പരിശോധിക്കൂ, അവിടെ ഇവർ പറഞ്ഞല്ലോ അവിടെ ചെന്നാൽ കോൺഗ്രസ്സുകാർ പ്രശ്നം ഉണ്ടാക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഒരു കോൺഗ്രസ്സുകാരനും അവിടെ മന്ത്രിയോട്, ഈ സർക്കാരിൻ്റെ പ്രതിനിധിയാണ്, സർക്കാരാണ് അവിടെ ചെന്നത്, മോശമായിട്ടൊരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, നമ്മൾ എടുത്തു പരിശോധിക്കേണ്ട ഒരു കാര്യം, മന്ത്രിയുടെ സന്ദർശനത്തെ ഇതിൽ ആരോപണ വിധേയമായി നിൽക്കുന്ന പാർട്ടിയുടെ
സംസ്ഥാന നേതാവ് LDFിൻ്റെ കൺവീനർ വിജയരാഘവൻ അവിടെ പോയത് ശരിയല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതാണല്ലോ CPMൻ്റെ സമീപനം. അപ്പോൾ കൊല ചെയ്യപ്പെട്ടവരുടെ വീട്ടിൽ പോയത്, മന്ത്രി പോയത് പോലും ശരിയല്ല എന്ന് പറയുന്നവർ എന്ത് ആത്മാർത്ഥത കാണിക്കുന്നു? വിജയരാഘവൻ പറഞ്ഞത് ശരിയല്ല എന്നല്ല, വിജയരാഘവൻ പറഞ്ഞത് ആ വീട് സന്ദർശിച്ചത് കൊണ്ട് മാത്രം കാര്യമായില്ല എന്നാണ്. അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല, വീട് സന്ദർശിക്കുക എന്നുള്ളതിനകത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. വീട് സന്ദർശിക്കുന്നതിൽ പ്രത്യേകിച്ചൊരു കാര്യമില്ലെന്നാണ് CPMൻ്റെ നേതാവിൻ്റെ വിചാരമെങ്കിൽ പിന്നെ മുഖ്യമന്ത്രി സന്ദർശിക്കാൻ ആഗ്രഹിച്ചു എന്ന് പറഞ്ഞ് ഇന്ന് രാവിലെ മുതൽ ഈ പറഞ്ഞ ബഹളം ഉണ്ടാക്കുന്നതിനകത്ത് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ആത്മാർത്ഥതയുണ്ടെങ്കിൽ പോകണമെന്ന് വെല്ലുവിളിച്ചു. ആ അർത്ഥത്തിലല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ഭവനത്തിൽ ചെന്ന ആർക്കും ആ രക്ഷകർത്താക്കളുടെ വേദനയും ദുഃഖവും കാര്യങ്ങളും അത് മനസ്സിലാക്കിയാൽ ഇത്തരം നിഷ്ഠൂരമായ പ്രവർത്തനങ്ങളിൽ നിന്നും സ്വന്തം അണികളെ പിന്തിരിപ്പിക്കാൻ, അല്ലെങ്കിൽ സ്വന്തമായി തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ഇടപെടുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് സ്വയം പിന്മാറാൻ കഴിയട്ടെ എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത്. വെല്ലുവിളിയല്ല, അത് ഒരു അഭ്യർത്ഥനയാണ്. ഞാൻ തിരിച്ചു വരാം PC വിശ്വനാഥിലേക്ക്. നമ്മളോടൊപ്പം സതീഷ് ചന്ദ്രനുണ്ട്. സതീഷ് ചന്ദ്രൻ, ഇതിന് PC വിശ്വനാഥിന് മറുപടി ആവശ്യമുണ്ട്. ഒപ്പം അങ്ങ് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നമ്പർ അടക്കം അങ്ങ് പറഞ്ഞതുകൊണ്ട് ആ കാര്യത്തിൽ ഇനി നമുക്ക് അവിശ്വസിക്കാനുമാവില്ല. പക്ഷെ അപ്പോഴും ന്യായമായി ഉണ്ടാവുന്ന ഒരു സംശയം, ആത്മാർത്ഥമായിട്ടാണ് പിണറായി വിജയൻ എന്ന നമ്മുടെ മുഖ്യമന്ത്രി അത് ആഗ്രഹിച്ചിരുന്നതെങ്കിൽ ടെലിഫോൺ ചെയ്ത് കൃഷ്ണനെ ഒന്ന് ആശ്വസിപ്പിക്കാനെങ്കിലും മുതിരേണ്ടിയിരുന്നില്ലേ എന്നുള്ളതാണ്. അല്ല, ഒരു കാര്യം വ്യക്തമല്ലേ, DCC പ്രസിഡന്റ് പറഞ്ഞത് കളവാന്ന് ബോധ്യപ്പെട്ടല്ലോ. DCC പ്രസിഡന്റിനെ വിളിച്ച നമ്പർ ഉൾപ്പെടെ ഞാൻ പറഞ്ഞു, മനസ്സിലായില്ലേ? പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ടെലിഫോണിലല്ല, നേരിട്ട് തന്നെ പോകുമായിരുന്നു. DCC പ്രസിഡന്റ് ഇപ്പൊ പറഞ്ഞ കാര്യം കണ്ടില്ലേ? അപ്പൊ അവർക്ക് പിന്നെ വിശ്വനാഥ് പറയുന്നത് പഴയ തിരക്കഥയാണ്. പിന്നെ മറ്റൊന്ന് വിശ്വനാഥ് പറഞ്ഞില്ലേ, ഈ ഉറ്റവർ രാഷ്ട്രീയ കൊലപാതകത്തിൽ മരണപ്പെട്ടവരുടെ ഇതാണ് സമീപനമെങ്കിൽ ഞാൻ നിങ്ങളെ ചർച്ചക്കില്ല. എന്നെ പറയാൻ അനുവദിക്കണം. അങ്ങേക്കാണ് കൂടുതൽ സമയം തരുന്നത്. തിരക്കഥ കൂടെ പറഞ്ഞല്ലോ. എന്നാ പറയട്ടെ, ഞാൻ പറയട്ടെ. അതായത് എതിരാളികൾ കൊലപ്പെടുത്തിയവരുടെ ഉറ്റ ബന്ധുക്കളുടെ കരളയിപ്പിക്കുന്ന ആർത്തനാദവും കണ്ണീരും ഈ സംസ്ഥാനത്തും ജില്ലയിലും ഏറ്റവും കൂടുതൽ കണ്ടവരാണ് ഞങ്ങൾ. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 9 പ്രവർത്തകന്മാർ കൊലയപ്പെട്ടു. ഇതിപ്പോ നിങ്ങൾ 5-ാം ദിവസമാണ്. അന്നാരും 2-ാം ദിവസത്തേക്ക് വന്നിട്ടില്ല മാധ്യമങ്ങൾ. ഞങ്ങൾ ആർത്തനാദം കണ്ടിട്ടുണ്ട്, ഞങ്ങൾ കണ്ണീര് കണ്ടിട്ടുണ്ട്. ഇവിടെ പീതാംബരം പ്രതിയാണ്. കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് തിരുവോണ ദിവസം കൊലയപ്പെട്ട ഞങ്ങളുടെ ഉദുമയിലെ ഞങ്ങളുടെ ബാലകൃഷ്ണൻ ഞങ്ങളുടെ പാർട്ടി LC മെമ്പറാണ്. അവിടെയും ആർത്തനാദം ഉണ്ടായിരുന്നു, കണ്ണുനീരുണ്ടായിരുന്നു. ആർത്തനാദവും കണ്ണുനീരും ഏറ്റവും അനുഭവിച്ചത് ഞങ്ങളുടെ പാർട്ടിയാണ്. അത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി മാത്രമേ സംസാരിക്കാവൂ. അപ്പൊ ഇപ്പൊ പ്രശ്നം ഞങ്ങൾ കൃത്യമായും ഞാൻ തിരിച്ചു വരട്ടെ. എനിക്ക് ഹക്കീം കുന്നേലിനോട് ഒരു ചോദ്യം കൂടി ചോദിക്കാനുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങയിൽ നിന്ന് വിയോജിച്ച് പോവുകയായിരുന്നില്ല. മാത്രമല്ല ഇനിയും അല്പസമയം കൂടി നമുക്ക് ബാക്കിയുണ്ട്. അങ്ങേക്ക് തന്നെ കൂടുതൽ സമയം കിട്ടും. കാര്യം ഈ വിഷയത്തിൽ CPMന്റെ ഭാഗത്ത് സംസാരിക്കുന്നത് അങ്ങ് മാത്രമാണല്ലോ. ശ്രീ ഹക്കീം കുന്നേൽ, ഈ നമ്പറിലാണ് വിളിച്ചത്, ഏത് നമ്പറിൽ നിന്ന് വിളിച്ചു തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട്. ഈ നമ്പറെല്ലാം നമുക്ക് കിട്ടുകയും ചെയ്തു. എന്തിനാണ് അങ്ങ് കളവ് പറഞ്ഞത്? അത് കളവാണെങ്കിൽ ഹലോ ശ്രീ ഹക്കീം കുന്നേൽ, രണ്ട് കാര്യം ശ്രീ ഹക്കീം കുന്നേൽ കേൾക്കാമെങ്കിൽ. LDFിന്റെ കൺവീനർ ഇന്നലെ പറഞ്ഞ കാര്യം ഈ ചന്ദ്രശേഖരന്റെ സന്ദർശനം നടത്തുന്നത് നല്ല സന്ദേശമല്ല എന്നതാണ് LDFിന്റെ കൺവീനർ പറഞ്ഞത്. നിങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നത് വ്യത്യസ്തമായൊരു കാര്യം. രണ്ടാമത് ഇവിടെ സതീഷ് ചന്ദ്രൻ പറഞ്ഞൊരു കാര്യം, അതിലേക്ക് നമുക്ക് തിരിച്ചു വരാം. പക്ഷേ എനിക്ക് ഇന്ന് ഇപ്പോൾ നേരത്തെ സതീഷ് ചന്ദ്രൻ പറഞ്ഞതുപോലെ താങ്കളെ ടെലിഫോൺ ലൈനിൽ ബന്ധപ്പെട്ട നമ്പർ അടക്കം പറയുമ്പോൾ ബന്ധപ്പെട്ടിരുന്നു, അത് അങ്ങ് സംഭവിച്ചു പോയ ഒരു ഓർമ്മത്തെറ്റായിട്ട് ഞാൻ എടുത്തോട്ടെ. ഞാൻ നിങ്ങളുടെ CPIM ജില്ലാ സെക്രട്ടറിയുടെ മൊബൈൽ നമ്പർ LDFിന്റെ ജില്ലാ കൺവീനർ പറയുന്നത് വലിയൊരു കാര്യമാണോ? CPIM ജില്ലാ സെക്രട്ടറിയുടെ നമ്പറാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എന്നെ വിളിച്ചിട്ടില്ല. എന്റെ CPIMന്റെ ഒരു നേതാവും LDFിന്റെ ഒരു നേതാവും മുഖ്യമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിളിച്ചിട്ടില്ല, സംസാരിച്ചിട്ടില്ല. പിന്നെ
ഞാൻ നിങ്ങളോട് വളരെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി പറയുന്നു, CPM-ന്റെ ജില്ലാ സെക്രട്ടറി ഫോണിൽ വിളിച്ചാൽ അവർക്ക് ഫോൺ കോൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും വിളിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. ഇവിടെ മുഖ്യമന്ത്രിക്കും LDF-നും കാസർഗോഡ് ജില്ലയിലും കേരളത്തിലും അവർക്കെതിരെ അങ്ങേ വിളിച്ച CPM ജില്ലാ സെക്രട്ടറിയെ ഞങ്ങൾ തത്സമയം ഫോണിൽ കണക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ തിരിച്ച് സ്വാഭാവികമായും അദ്ദേഹത്തോടു കൂടി നമുക്ക് അഭിപ്രായം ചോദിച്ചുകൊണ്ട് തന്നെ അതേ നമ്പറിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യാം. പക്ഷേ അതൊക്കെ അതിന്റെ സാങ്കേതികമായ വശങ്ങളാണ്. നമുക്ക് അത്തരമൊരു ഭാഗത്തേക്ക് ചർച്ച ലഘൂകരിക്കേണ്ട ആവശ്യവും ഈ ഘട്ടത്തിൽ ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോഴും പ്രസക്തമായ ഒരു കാര്യം, അതിനുശേഷം പിണറായി വിജയനെ കരിങ്കൊടി കാണിച്ചു കാസർഗോഡ് വെച്ച്. മുഖ്യമന്ത്രിയെ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും മുഖ്യമന്ത്രി എടുത്ത ജനവിരുദ്ധ സമീപനങ്ങൾക്കെതിരെ കോൺഗ്രസ് ഭാഗമായി മുന്നോട്ട് പോയിട്ടുണ്ട്. ഇന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് LDF-ന്റെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾക്കെതിരായി സമരം നടത്തിയിട്ടുണ്ട്. ഒരു ജനാധിപത്യ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കുന്നതിനും മുഖ്യമന്ത്രിയുടെ വരവുമായി ബന്ധപ്പെട്ട് കൂട്ടിക്കൊടുക്കേണ്ട കാര്യം അതിന്റെ അകത്ത്. മുഖ്യമന്ത്രി ആ വീട് സന്ദർശിക്കുന്നത് ജനാധിപത്യപരമായ രീതിയിലാണോ കരിങ്കൊടി കാണിച്ചത്? അത്തരത്തിലുള്ള സമരങ്ങളും സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് സമരത്തിന്റെ രൂപം ഒന്നല്ലല്ലോ അത്. ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതല്ല, ഇന്നലെ ചന്ദ്രശേഖരന്റെ വരവോട് ഇന്നലെ റവന്യൂ മന്ത്രി വരുന്നത് പോലെ തന്നെ ഞങ്ങൾ സ്വീകരിക്കും, അതുപോലെ ബന്ധപ്പെട്ട് ഞങ്ങൾ ചെയ്യില്ല എന്ന് താങ്കൾ പറഞ്ഞതുകൊണ്ടാണ്. പക്ഷെ ഇന്നലെ കരിങ്കൊടി കണ്ടില്ല, പക്ഷെ ഇന്ന് കരിങ്കൊടി കണ്ടു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, കൃഷ്ണൻ പരസ്യമായി ആവശ്യപ്പെട്ടില്ലേ മുഖ്യമന്ത്രി നിങ്ങളുടെ വീട്ടിലേക്ക് വരാൻ. പിന്നെ ആ വീട്ടിൽ പോകുന്നത് എനിക്ക് എങ്ങനെ നിഷേധിക്കാൻ വേണ്ടി സാധിക്കില്ല. ആ വീട്ടിലേക്ക് മുഖ്യമന്ത്രി ക്ഷണിച്ചത് കൃഷ്ണേട്ടനാണ്. കൃഷ്ണേട്ടൻ ക്ഷണിച്ചത് മുഖ്യമന്ത്രിക്ക് ആ വീട്ടിൽ പോകുന്നതിന് ഈ ശബ്ദ തടസ്സമുണ്ട് അങ്ങയുമായി. ഞാൻ വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. അതിഥികളിലേക്കും PC വിശ്വനാഥിലേക്കും ശ്രീകുമാറിലേക്കും ഒക്കെ എനിക്ക് വളരെ പെട്ടെന്ന് തിരിച്ചു വരേണ്ടതുണ്ട്. വളരെ പെട്ടെന്ന് നമ്മുടെ തൃപ്പൂണിത്തുറയിലെ ആളുകൾ കൂടി ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നുണ്ട്. നേരത്തെ സംസാരിച്ചിരുന്ന താങ്കളാണ്. ഇതിൽ നിന്ന് എന്ത് ബോധ്യമായി താങ്കൾക്ക്? ഇതിൽ നിന്ന് നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുന്നത് CPM ഈ വിഷയത്തിൽ ജനങ്ങളുടെ മനസ്സുകളിൽ പുകമുറ സൃഷ്ടിക്കുവാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മളൊന്ന് മനസ്സിലാക്കണം, ഇന്നലെ കേരളത്തിൻ്റെ CPI-യുടെ മന്ത്രിസഭയെ പ്രതിനിധീകരിക്കുന്ന മന്ത്രി ചന്ദ്രശേഖരൻ അവിടെ പോയിരുന്നു. ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസിൻ്റെ നേതാവ് അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രിയെ കേരളത്തിന്റെ കോൺഗ്രസിന്റെ അധ്യക്ഷനായ മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് പറയുന്നത്. അദ്ദേഹത്തിനോട്, മുഖ്യമന്ത്രിയോട് ഈ 2 ഭവനങ്ങളും സന്ദർശിക്കണമെന്നുള്ളത് അദ്ദേഹത്തിന് സ്വാഭാവികമായും വേണമെന്നുണ്ടെങ്കിൽ ജില്ലാ ഘടകത്തെ വിളിച്ചു എന്ന നമ്പർ കൂടി തന്നു. അത് ബഹുമാനപ്പെട്ട അങ്ങ് പറഞ്ഞത് ഹക്കീം കുന്നേൽ എന്ന് പറയുന്നത് അവിടുത്തെ ജില്ലാ പ്രസിഡന്റാണ്. ഇവിടെ എഴുതി കാണിച്ചത് ജില്ലാ സെക്രട്ടറി എന്നുള്ളതാണ്. അദ്ദേഹമാണ് ആ ജില്ലയിലെ അധ്യക്ഷൻ. ഒന്നെങ്കിൽ അദ്ദേഹത്തെ വിളിക്കാമായിരുന്നു. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തെ വിളിച്ചിട്ടില്ല എന്ന്. മറ്റൊരാളെ വിളിക്കാമായിരുന്നല്ലോ, കേരളത്തിന്റെ കോൺഗ്രസിന്റെ അധ്യക്ഷനെ വിളിക്കാമായിരുന്നു. സ്വാഭാവികമായും വിളിച്ചിരുന്നുവെങ്കിൽ ഇതുപോലെ തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഈ 2 വീടുകളിലും പോകുവാൻ കഴിയുമായിരുന്നു. ഇത് കേരളത്തിൽ CPM ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു നുണപ്രചരണത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ കരിങ്കൊടിയോ? കരിങ്കൊടി എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യം 25 കിലോമീറ്റർ അകലെയാണ് പൊയിനാച്ചി, അറിയാമോ നിങ്ങൾക്ക്? പെരിയാന്ന് 25 കിലോമീറ്റർ. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഞാനൊന്ന് പറയുമ്പോൾ അതിന് ഒപ്പത്തിനൊപ്പം മറുപടി പറയുവാൻ വേണ്ടിയല്ല നമ്മൾ ഇരിക്കുന്നത്. കരിങ്കൊടി കാണിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട 2 പ്രവർത്തകന്മാർ മരണപ്പെട്ടു. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ മൗനം പാലിക്കുകയായിരുന്നു ഇത്ര ദിവസം. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഉണ്ടാകുമെന്നുള്ള നിങ്ങളുടെ നേതൃത്വത്തിന്റെ കൊണ്ടാണ് ഇത് നടന്നത്. യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വം എന്നുള്ളത് അവിടെ ഇല്ല. ഒരു പാർട്ടിക്ക് നേതൃത്വം എന്നുണ്ടെങ്കിൽ ആ നേതൃത്വം പറഞ്ഞാൽ അണികൾ കേൾക്കും. അങ്ങനെയില്ല. ഗുണ്ടാപ്പടകളാണ് നിങ്ങൾ വളർത്തിയത്. നിങ്ങൾ വളർത്തിയ ഗുണ്ടാപ്പടകൾ നിങ്ങൾ പറഞ്ഞാൽ കേൾക്കില്ല. നിങ്ങൾ നേതൃത്വമല്ല, നേതൃത്വം ഇല്ലാത്ത ആളുകളായി കോൺഗ്രസ് മാറി. അതുകൊണ്ടാണ് ആളുകളാണ് ഈ പറയുന്നത്. അല്ല, അതൊന്നും ഇന്നത്തെ കരിങ്കൊടിയുമായിട്ട് ബന്ധമില്ല. ഇന്നത്തെ നോക്കൂ ചേട്ടാ, വളരെ കൃത്യമായി സമാധാനപരമായി ആ വീട്ടിലേക്ക് മുഖ്യമന്ത്രിയെ സ്വീകരിക്കുന്ന തരത്തിലേക്ക് അവിടുത്തെ കോൺഗ്രസ് നേതൃത്വം പാകപ്പെട്ടിരുന്നില്ല ഇന്ന്. അതല്ലേ സത്യം?
അല്ല നിങ്ങൾ പറയുന്നത് കരിങ്കൊടി കാണിക്കാൻ ശ്രമിച്ച ഒരു നേതൃത്വം അവിടെ ഉണ്ടെങ്കിൽ എന്നുള്ളത് നിങ്ങൾക്കറിയാം. യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന അതിന്റെ ചെറുപ്പക്കാരന് 2 പേര് കൊല്ലപ്പെട്ടു. സ്വാഭാവികമായി നിങ്ങൾക്കറിയാമല്ലോ, DYFI എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ഒരു വ്യക്തിയായിരുന്നു ഇവിടെ കൊല്ലപ്പെട്ടിരുന്നുവെങ്കിൽ ഇവിടെ എന്താണ് സംഭവിക്കുക എന്നുള്ളത് കേരളം കത്തിച്ചാമ്പലമാകുമായിരുന്നു. നിങ്ങൾ DYFIക്ക് പഠിക്കുകയാണോ? നിങ്ങൾ DYFIക്ക് പഠിക്കുകയാണോ? എത്ര പേർ ഈ കോൺഗ്രസ് DYFIക്ക് പഠിക്കണ്ട, RSSന് പഠിക്കണ്ട, RSS DYFIക്ക് പഠിക്കണം. എണ്ണിയാൽ ഒടുങ്ങാത്ത രക്തസാക്ഷികളുള്ള ഒരു നാടാണ് കേരളം. MLA ആദ്യമായി ഇന്ത്യ രാജ്യത്ത് വധിക്കപ്പെടുന്നത് ഈ കൊച്ചു കേരളത്തിലാണ്. ഒരു പഞ്ചായത്ത് മെമ്പർ ആദ്യമായി ഈ കേരളത്തിൽ വധിക്കപ്പെടുന്നത് ഈ കൊച്ചു കേരളത്തിലാണ്. OK കുഞ്ഞികൃഷ്ണൻ. അതേപോലെ തന്നെ ഈ കേരളത്തിന്റെ മണ്ണിൽ ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ KV സുധീഷ് വെട്ടി തുണ്ടമാക്കി വധിച്ചത് ഈ കൊച്ചു കേരളത്തിലാണ്. ഒരു മുനിസിപ്പൽ ചെയർമാൻ വധിക്കപ്പെട്ടത് ഈ കേരളത്തിന്റെ മണ്ണിലാണ്. VP ബിജു ഇതൊക്കെ സംഭവിക്കുന്നത് ആണ് ഇതിലെ പ്രതികൾ. ഒടുങ്ങാത്ത രക്തസാക്ഷികൾ 570-ൽ പരം രക്തസാക്ഷികൾ ഉണ്ടായത് മിന്നലേറ്റ് മരിച്ചത് കൊണ്ടല്ല, അല്ലെങ്കിൽ വെള്ളത്തിൽ പോയി മരിച്ചതല്ല. നിങ്ങളുടെ എല്ലാം കൈകൾ കൊണ്ട് ന്യൂനപക്ഷ വർഗീയതയുടെയും ഭൂരിപക്ഷ വർഗീയതയുടെയും മുതലാളിത്തത്തിന്റെയും ജന്മിവാഴ്ചയുടെയും എല്ലാം പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണകാലത്ത് ആകെ കൊല ചെയ്യപ്പെട്ട 22 പ്രധാനപ്പെട്ട കേസുകളിൽ 16 എണ്ണത്തിലും CPM ആയിരുന്നല്ലോ പ്രതി. അതെന്താ കാരണം? അതിന്റെ കാര്യം കോൺഗ്രസ് ആണ്. കൂടെ കിടക്കുന്നവനെ കൊന്നുള്ള ചരിത്രം കമ്മ്യൂണിസ്റ്റുകാർക്കില്ല. അതാദ്യം മനസ്സിലാക്കുക. പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറിയത് മെയ് 2016 ആ മെയ് 16-ാം തീയതി 18-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പിന്റെ വിധി വരുന്നത്. 16-ാം തീയതി കണ്ണൂരിൽ ഒരു CPM പ്രവർത്തകൻ കൊല്ലപ്പെട്ടു. പിന്നെ ഇങ്ങോട്ട് നിങ്ങൾ നോക്കിക്കോളൂ, എത്ര CPM പ്രവർത്തകർ, 11 CPM പ്രവർത്തകരാണ് കേരളത്തിൽ കൊല്ലപ്പെട്ടത്. അപ്പൊ അതേ കുറിച്ച് എന്താ പറയുന്നത്? നിങ്ങൾ ഇവിടെ പറഞ്ഞു എല്ലാത്തിന്റെയും പ്രതിസ്ഥാനത്ത് 22-ൽ 16 11 പേർ CPM പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത്. നമുക്ക് കേരളത്തില് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ അറിയാൻ സാധിക്കും. 1969 ഇവര് തൊഴിലാളി വർഗത്തിന്റെ മൊത്തം സംരക്ഷകരായിട്ട് സ്വയം അഭിനയിച്ച, അല്ലെങ്കിൽ അഭിനവ തൊഴിലാളി സംരക്ഷകരെന്ന് അറിയപ്പെടുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് 1969 വാടിക്കൽ രാമകൃഷ്ണൻ എന്ന ഒരു തയ്യൽ തൊഴിലാളിയെ വെട്ടിക്കൊന്നുകൊണ്ടാണ് കേരളത്തിൽ ആദ്യത്തെ നടന്ന കൊലപാതകത്തിന് ശേഷം ആയിരക്കണക്കിന് ആളുകളാണ് കേരളത്തിൽ കൊല്ലപ്പെട്ടത്. കേരളത്തിന്റെ ചരിത്രത്തില് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി വന്നതിന് ശേഷം ഇത്രത്തോളം ക്രമസമാധാനം തകർന്ന ഒരു അവസ്ഥ കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പൊ പറയുന്നത് ഒരു മുഖ്യമന്ത്രിക്ക് കേരളത്തിൽ ഒരു വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇവിടുത്തെ കോൺഗ്രസ്സുകാരന്റെ അനുവാദം വേണം. അത്ഭുതം തോന്നുവാണ് നമുക്ക്. ഇവിടുത്തെ സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കും? പിന്നെ ഒരു കാര്യം പിന്നെ പറയുന്നത് ഇവിടുത്തെ പൊതുസമൂഹത്തിന് മനസ്സിലായിക്കൊണ്ടിരിക്കുക ഈ ആലപ്പുഴ ജില്ലയിൽ അനന്തു എന്ന് പേരുള്ള ഒരു പയ്യൻ കൊല്ലപ്പെട്ടു. ഒരു ABVP-കാരനാണെന്ന് അമ്പലത്തിൽ ഇതുവരെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരിക്കലും ഒരു കാര്യവും ഏറ്റെടുത്തിട്ടില്ല. പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓരോ പ്രതിസ്ഥാനത്തായിട്ട് പോയിട്ടുള്ളവരെ നിങ്ങൾ ഇനി തിരിഞ്ഞു നോക്കിയാൽ അവരുടെ മനസ്സിലാവും. കാരണം പാർട്ടി അവരെ എന്ത്
പൊന്നുപോലെയാണ് നോക്കുന്നതെന്ന് അറിയോ? പാർട്ടി ആദ്യം പറയും ഞങ്ങൾ ഒന്നിലുമില്ല, പക്ഷെ ഇവരെയൊക്കെ കുടുംബത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ മരിച്ച ഇതുവരെയുള്ള കാലങ്ങളിൽ 200ഓളം RSS സംഘപരിവാർ ആൾക്കാർ മരിച്ചിട്ടുണ്ട്. അവരെ പ്രതിസ്ഥാനത്തുള്ളവരെല്ലാവരെയും പാർട്ടി നല്ല പൊന്നുപോലെ നോക്കും. കാരണം പാർട്ടി അതുപോലെ നോക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ? പാർട്ടി അതുപോലെ നോക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം പാർട്ടി അങ്ങനെ നോക്കാൻ കാരണം എന്നാലേ ഇവർക്ക് ഇതേപോലെയുള്ള വാടിക്കൽ രാമകൃഷ്ണന്റെ പ്രതിയായിട്ടുള്ള പിണറായി വിജയൻ പീതാംബരന് ധൈര്യം ഉണ്ടാവും. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ പിണറായി വിജയൻ സാർ മുഖ്യമന്ത്രി അല്ല സാർ പിണറായി വിജയൻ ഒരു നിമിഷം അല്ല സാർ അല്ല ഒരു നിമിഷം സാർ ഒരു നിമിഷം അല്ല ഒരു നിമിഷം സാർ അല്ല സാർ സാർ അല്ല ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞല്ലോ, കരിങ്കൊടി കാണിക്കുന്നത് ക്രിമിനൽ കുറ്റമല്ല, കരിങ്കൊടി കാണിക്കുന്നതുകൊണ്ട് ദോഷമില്ല, അത് ജനാധിപത്യപരമായ സമരമാണെന്ന്. UDF-ന്റെ ഭരണത്തിന്റെ കാലത്താണ് കൂത്തുപറമ്പിൽ 5 പേരെ വെടിവെച്ച് കൊന്നത്. കൂത്തുപറമ്പിൽ അത് കരിങ്കൊടി കാണിച്ചിട്ടാ. അപ്പൊ ആ വർത്താനം ഒന്നും പറയണ്ട, ആ വർത്താനം ഒന്നും പറയണ്ട. നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോ നിങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ UDF-ന്റെ ഭരണകാലത്ത് നമുക്ക് അതിഥികളിലേക്ക് കൂടി പോകണം. നോക്കൂ, ആവേശപരമായി തന്നെയാണ് തൃപ്പൂണിത്തുറക്കാർ ഈ വിഷയത്തെ സമീപിക്കുന്നത്. അവർക്ക് വൈകാരികമായ വിഷയത്തിൽ പ്രതികരിക്കാനുണ്ട് താനും. പക്ഷേ നമ്മുടെ പ്രധാനപ്പെട്ട ഇന്നത്തെ ചർച്ചയുടെ 2ാം ഘട്ടത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ, ഇന്ന് കല്യാട്ടെ ഈ വീടുകളിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോവാഞ്ഞതെന്ത് എന്നതാണ് പ്രസക്തമായിരുന്ന ആദ്യത്തെ ചോദ്യം. അതിന് ഏകദേശം ഉത്തരം ഇത് കാണുന്ന പ്രേക്ഷകർക്കെങ്കിലും ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. പക്ഷേ രണ്ടാമത്തെ ഒരു പ്രസക്തമായ ചോദ്യം, ഇതിന്റെ അന്വേഷണം ഏൽപ്പിച്ചത് CPM-ന്റെ വിശ്വസ്തനായ പോലീസുകാരനെയാണ്. ശ്രീജിത്തിനെ ഇതിന്റെ കേസന്വേഷണം ഏൽപ്പിക്കുമ്പോൾ CPM-ന്റെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും കൂടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ കേസന്വേഷണം ഏൽപ്പിക്കുമ്പോൾ ഇതുവഴി എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത് എന്നാണ് PC വിഷ്ണുനാഥ്. ഇന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ യാതൊരു തരത്തിലുള്ള സംശയത്തിനും ഇടതടവില്ലാതെ പറഞ്ഞു, ശബരിമലയിൽ TP-യുടെ കാര്യത്തിൽ, അതിനുമ്പ് വരാപ്പുഴയുടെ കാര്യത്തിൽ ഓരോ പ്രശ്നങ്ങളിലും CPM-നെ സഹായിച്ചയാളാണ് ഈ ശ്രീജിത്ത്. എന്ത് അന്വേഷണ മികവാണ് ഇദ്ദേഹത്തിനുള്ളതെന്നും ചോദിച്ചു PC വിഷ്ണുനാഥ്. ശ്രീജിത്ത് ഈ കേസന്വേഷണം ഏറ്റെടുത്താൽ CPM-ന്റെ തിരക്കഥയുടെ ഏറ്റവും ഒടുവിലത്തെ ക്ലൈമാക്സ് ഇപ്പോഴേ തയ്യാറാക്കി എന്ന് കരുതാം. അങ്ങനെയാണോ? തീർച്ചയായുമാണ്. ഇതിൽ ഒരു പീതാംബരനെ വെച്ചുകൊണ്ട് പാർട്ടി തന്നെ ഇപ്പോൾ 2 ദിവസം ഇപ്പോൾ പോലീസ് അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. അവിടുത്തെ കുഞ്ഞിരാമൻ MLA പറഞ്ഞത് പാർട്ടി അന്വേഷിച്ച് പ്രതിയെ കിട്ടിയെന്നാണ്. എത്ര വേഗത്തിലാണ്, ഇത്ര ശാസ്ത്രീയമായ എന്ത് സംവിധാനമാണ് ഇത്രയും വലിയ ക്രൂരമായ ഒരു കൊലപാതകത്തെ സംബന്ധിച്ച് അന്വേഷണം 2 ദിവസം കൊണ്ട് അന്വേഷണം നടത്തി പ്രതിയെ മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിൽ ഈ കൊലപാതകം തുടങ്ങിയ സമയം മുതൽ തന്നെ ഇവർ പറയുകയാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടെ നടന്ന കൊലവിളി പ്രസംഗങ്ങളുടെ വീഡിയോ പുറത്തു വരുന്നുണ്ട്. അവിടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകൾക്കെല്ലാം തന്നെ ഇതിൻ്റെ പിന്നിൽ വലിയ ഗൂഢാലോചനയും പാർട്ടിയുടെ ഉന്നത നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെ നടന്ന ഒരു കൊലപാതകവുമാണെന്ന് അറിയാം. ശ്രീ സതീഷ് ചന്ദ്രൻ പറയുന്നത് കേട്ടു നേരത്തെ, എൻ്റെ എന്തോ തിരക്കഥയാണെന്നാണ്. ഇത് തിരക്കഥയൊന്നുമല്ലല്ലോ. 2 കുട്ടികൾ കൊല ചെയ്യപ്പെട്ടതല്ലേ. യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരായിട്ടുള്ള കൃപേഷും ശരത്ലാലും കൊല ചെയ്യപ്പെട്ടു എന്ന് പറയുന്നതിനകത്ത് പിന്നെന്ത് തിരക്കഥയാണുള്ളത്? അപ്പോൾ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു കാര്യം, ഇവിടെ ഞാനൊരു കാര്യം പറയാമല്ലോ. കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോഴാണ് മഞ്ചേശ്വരത്ത് മറ്റൊരു യൂത്ത് കോൺഗ്രസ് നേതാവ് കൊല ചെയ്യപ്പെട്ടത്. അന്നത്തെ പോലീസ് അന്വേഷിച്ചിട്ട് അത് പൂഴിക്കടത്തുകാർ തമ്മിലുള്ള എന്തോ സംഘർഷമാണെന്ന് പറഞ്ഞിട്ടൊരു കേസുണ്ടാക്കി, കേസ് രജിസ്റ്റർ ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചു, CBI അന്വേഷണം ആവശ്യപ്പെട്ടു. CBI അന്വേഷണം അനുവദിച്ചു. CBI അന്വേഷിച്ചപ്പോൾ ഇപ്പോൾ CPM-ന്റെ ഉന്നതനായ നേതാവ് ആ കേസിൽ ജയിലിൽ കിടക്കുകയാണ്, ശിക്ഷ അനുഭവിച്ച് ജയിലിൽ കിടക്കുകയാണ്. അപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ്റെ പോലീസാണെന്ന് അന്വേഷിച്ചിരുന്നതെങ്കിൽ അത് പൂഴിക്കടത്തുകാരുടെ സംഘർഷം എന്ന് പറഞ്ഞുകൊണ്ട് നിരപരാധിയായ ചെറുപ്പക്കാരനോട് രാഷ്ട്രീയ വൈരാഗ്യത്തിന് അവനെ കൊല തള്ളിയ യഥാർത്ഥ പ്രതികൾ ഇന്ന് ജയിലിൽ കിടക്കുന്നവർ ജയിലിൽ കിടക്കുമായിരുന്നു. ഇപ്പോൾ തലശ്ശേരിയിലെ ഫസലിൻ്റെ കേസ് എന്താണ്? അതുപോലെ ഇപ്പോൾ അരിയിൽ ഷുക്കൂറിൻ്റെ കേസിൽ ഇപ്പോൾ CBI അന്വേഷണത്തിന് ശേഷം കൂടുതൽ വിവരങ്ങൾ കുറ്റപത്രത്തിൽ അവർ സമർപ്പിച്ചിരിക്കുകയാണ്.
ഉത്തര മലബാറിലെ ഇത്തരം കേസുകളിൽ പ്രത്യേകിച്ച് CPM അധികാരത്തിലിരിക്കുമ്പോൾ ആ പോലീസ് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇതിൽ യഥാർത്ഥ പ്രതികളെ കിട്ടില്ല. അരുൺ, ഞാനൊരു കാര്യം പറയാം. കേരളത്തിലെ CPMനെ ആത്മാർത്ഥമായി പരിശോധിച്ചാൽ അവർക്ക് കൊല്ലാനൊരു സംഘമുണ്ട്. യഥാർത്ഥത്തിൽ കൊന്നവന് വേണ്ടിയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് പ്രതികളായി അവർക്ക് വേണ്ടി പ്രതികളാകാൻ വേറൊരു സംഘമുണ്ട്. അങ്ങനെ പ്രതികളായി ഒരു തെറ്റും ചെയ്യാതെ മറ്റുള്ളവർക്ക് വേണ്ടി കുറ്റമേറ്റെടുത്ത് പ്രതികളാവുന്നവരുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ ഒരു സംവിധാനം പാർട്ടിക്കുണ്ട്. അതിനുശേഷം അവരുടെ കേസ് നടത്താൻ ഒരു സംഘമുണ്ട്. ഇതിനെല്ലാം നട്ടല് വിളച്ച് നാണം കെട്ട് ന്യായീകരിക്കാൻ സാംസ്കാരിക നായകന്മാരുടെയും ചലച്ചിത്ര പ്രവർത്തകരുടെയും മറ്റൊരു സംഘമുണ്ട്. അവർ മാനവികത, മനുഷ്യത്വം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രഭാഷണങ്ങളുമായിട്ട് ടൗൺ ഹാളിലൊക്കെ വരും. അപ്പോൾ നിങ്ങളിത് പരിശോധിക്കൂ. നിങ്ങൾ ചന്ദ്രശേഖരൻ്റെ കേസ് കേരളം മുഴുവൻ വെട്ടുവഴി കവിതകളെന്ന് പറഞ്ഞ് കേരളത്തിൽ കവിതകളുണ്ടായ ഒരു കേരളം മുഴുവൻ പ്രതിഷേധിച്ച ഒരു സംഭവമാണ്. ചന്ദ്രശേഖരൻ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു, SFIയുടെയും DYFIയുടെ നേതാവായിരുന്നു. ആ കൊലപാതക കേസിലെ പ്രതികളെ കോടതി ശിക്ഷിച്ചവരെ ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് എന്താ? ആ കോടതി ശിക്ഷിച്ച പ്രതി നിരപരാധിയാണെന്നാണ്. അപ്പോൾ ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയിൽ ഇവരുടെ വിശ്വാസം എന്താ? ഇപ്പോൾ അതിലെ പ്രതികൾ വർഷത്തിൽ പകുതി ദിവസം പരോളിലാണ്. അതിൽ ഒരു പ്രതിയുടെ കല്യാണം പാർട്ടി നടത്തി തുറന്ന ജീപ്പിൽ PP ചന്ദ്രശേഖരനെ കൊന്ന പ്രതിയെ ആഘോഷത്തോടുകൂടി ഒളിമ്പിക്സ് മെഡൽ ജേതാവിനെ കൊണ്ടുവരുന്നത് പോലെ കൊണ്ടുവരാൻ ഈ പാർട്ടിക്ക് ഒരു നാണക്കേടുമില്ലായിരുന്നു, ഒരു ഉളുപ്പുമില്ലായിരുന്നു. ഇപ്പോൾ അതിലെ ഏറ്റവും കൊടും ക്രിമിനലായ പ്രതിക്ക് സെല്ലിൽ ഒറ്റയ്ക്ക് കഴിയുകയാണ്, മദ്യം കിട്ടുകയാണ്, മറ്റൊരു പ്രതിക്ക് കാമുകിയുമായി സല്ലപിക്കാൻ അവസരം കൊടുക്കുകയാണ്. ഇങ്ങനെയുള്ള അപ്പോൾ ഞാനൊരു കാര്യം പറയാം. ജെയ്ഷെ മുഹമ്മദിന്റെ ചാവേറിന് സ്വർഗം കിട്ടണമെങ്കിൽ രക്തസാക്ഷിയായി ചാവേറായി പൊട്ടിത്തെറിക്കണം. കേരളത്തിലെ CPMന്റെ കൊലയാളി സംഘത്തിന് സ്വർഗം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കൊടുക്കും, ജയിലിൽ കൊടുക്കും. അത്തരം സംഭവങ്ങൾ ആവർത്തിക്കണമെങ്കിൽ ഈ പാർട്ടിയുടെ സമീപനം മാറ്റണം. പിന്നെ ഞങ്ങളുടെ ഇത്ര ആളുകൾ കൊല ചെയ്യപ്പെട്ടു എന്ന് ആവർത്തിച്ച് പറയുന്നത് അത്രയും ആളുകളെ ഞങ്ങൾക്ക് കൊല്ലാൻ കേരളത്തിൽ ലൈസൻസ് ഉണ്ട് എന്ന് പറയുന്നത് പോലെയാണ്. ആ കണക്കെടുപ്പ് അവസാനിപ്പിക്കണം. ചെയ്യപ്പെടുന്നത് CPM ആണെങ്കിലും BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും മുസ്ലിം ലീഗ് ആണെങ്കിലും കൊലപാതകം അപലപിക്കപ്പെടേണ്ടത്. സതീശചന്ദ്രൻ, മറുപടി ഞാൻ ഇടപെടില്ല, അങ്ങേക്ക് മറുപടി നൽകാം. 1.5 മിനിറ്റ് നേരം ഞാൻ അങ്ങേക്ക് ഇടപെടുകയില്ല, മറുപടി പറയാം. PC വിശ്വനാഥന്. സതീശചന്ദ്രൻ. ബഹുമാനനായ വിശ്വനാഥ് കോൺഗ്രസിൻ്റെ വളരെ ഉത്തരവാദപ്പെട്ട നേതാവാണ്. അദ്ദേഹം കാര്യങ്ങൾ പറയുമ്പോൾ അന്വേഷിച്ച് പറയണം. മഞ്ചേശ്വര സംഭവം ഞാൻ കൃത്യമായി പറയാം. മഞ്ചേശ്വരത്ത് ഒരു കള്ളക്കേസിൽ ഉൾപ്പെടുത്തി CPMന്റെ ഏരിയ സെക്രട്ടറിയും അതുപോലെ CPMന്റെ ലോക്കൽ കമ്മിറ്റി അംഗവുമായ 2 സഹാക്കളെ CBI കേസ് ചുമത്തിയിരുന്നു. ആ കേസ് വെറുതെ വിട്ടിരിക്കുകയാണ്. ആ 2 പേരും ഇപ്പോൾ ജയിലിലല്ല, ജയിലിന് പുറത്താണ്. CBI കോടതി വെറുതെ വിട്ടു. മാത്രമല്ല ആ കേസിൽ ഇവരെ ശിക്ഷിക്കാൻ വേണ്ടി കഠിനമായി പ്രവർത്തിച്ച, കൃത്യമായി കേട്ടുകൊള്ളൂ വിശ്വനാഥ്, എൺമകജെ പഞ്ചായത്ത് വിശ്വനാഥിന് അറിയാം. ആ എൺമകജെ പഞ്ചായത്തിലെ മുൻ പ്രസിഡന്റ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ ഏത് പാർട്ടിയിലാണ്, വിശ്വനാഥിൻ്റെ കോൺഗ്രസിൽ തന്നെ ഉണ്ടോ എന്ന് ഒന്ന് അന്വേഷിച്ച് ഒരു ഉത്തരവാദപ്പെട്ട മറുപടി പറയണം. ഈ കാര്യങ്ങൾ അന്വേഷിച്ച് പറയണം. മറ്റൊന്ന്, BJPയുടെ ചില വാദങ്ങൾ കേട്ടു. യഥാർത്ഥത്തിൽ ഈ നാട്ടിൽ ഏറ്റവും ആളുകളെ കൊന്നൊടുക്കിയ കാബാല രാഷ്ട്രീയത്തിൻ്റെ ഒന്നാമത്തെ കക്ഷി BJP ആണ്. ഞങ്ങളുടെ ജില്ലയിൽ 37 CPM പ്രവർത്തകരെ കൊല ചെയ്യപ്പെട്ടപ്പോൾ 9 പേരെയും കൊന്നത് BJP ആണ്. നിങ്ങൾക്കറിയാം, കേരളത്തിന് പുറത്ത് രാഷ്ട്രീയക്കാരെ മാത്രമല്ല, അവരെ എതിർക്കുന്ന ഏറ്റവും പ്രഗത്ഭരായ കേരളത്തിൽ ഡോക്ടർ സുകുമാർ അഴീക്കോടുള്ള സ്ഥാനം കർണാടകത്തിലുള്ള ഡോക്ടർ MM കൽബുർഗി ഉൾപ്പെടെയുള്ള ഗൗരി ലങ്കേഷ് ഉൾപ്പെടെയുള്ള 4 ലോകമാദരിക്കുന്ന പ്രതിഭാശാലികളെ വെടിവെച്ച് കൊന്ന പാർട്ടിയാണ് RSS. നിങ്ങൾക്കറിയാം, മഹാത്മാഗാന്ധിയെ കൊന്നു. മഹാത്മാഗാന്ധിയുടെ 72ാം ചരമദിനത്തിൽ കണ്ടില്ലേ, RSSകാർ ഹിന്ദു മഹാസഭയുടെ പ്രവർത്തകന്മാർ ഗാന്ധിയുടെ ഒരു പ്രത്യേക കോല ഉണ്ടാക്കി വെടിവെച്ച സംഭവം ഉണ്ടായി. അപ്പോൾ അക്രമ രാഷ്ട്രീയത്തിനെതിരായി ഒരക്ഷരം പോലും പറയാനുള്ള ധാർമ്മിക അവകാശം ഇല്ലാത്ത പാർട്ടിയാണ് RSS. ഈ ചർച്ചയിൽ പങ്കെടുക്കാനുള്ള യാതൊരു യോഗ്യതയും യഥാർത്ഥത്തിൽ BJP RSSനില്ല. പിന്നെ ഞാനിപ്പോൾ പഴയ കൊലപാതകത്തെക്കുറിച്ചൊന്നും പറയാനല്ല, പക്ഷെ ഒരു കാര്യം അരുൺ മനസ്സിലാക്കണം. അരുണിൻ്റെ നിഷ്പക്ഷതയുടെ മുഖം മൂടി ഇടയ്ക്ക് വീണു പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൽ 812 പേര് മരിച്ച ഞങ്ങൾ നേരത്തെ തൃപ്പൂണിത്തറയിലെ സഹാക്കൾ പറഞ്ഞു. MLA CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു അഴീക്കോടൻ രാഘവൻ. പ്രമുഖ നേതാക്കൾ, ചെറുപ്പക്കാരനായ സുധീഷ്, പ്രമുഖ നേതാക്കളാണ് കൊലയപ്പെട്ടത്. അണികൾ മാത്രമല്ല, നേതാക്കന്മാരുൾപ്പെടെ 812 പേരാണ് കൊലപ്പെട്ടത്. കാസർഗോഡ് ജില്ലയിൽ 37, അതിൽ 9 പേര്, അരുൺ അത് പറയുന്നേയില്ല, 9 പേര് 10 വർഷത്തിനുള്ളിൽ.
കാസർഗോഡ് ജില്ലയിൽ കൊലയപ്പെട്ടു. ഇന്ന് നിങ്ങൾ 5-ാം ദിവസം, എത്ര ദിവസം പോകുമായിരുന്നത്? അന്ന് 24 ചാനലില്ല. ഞങ്ങളുടെ LC മെമ്പർ കൊലയപ്പെട്ടപ്പോൾ ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ലല്ലോ. ആ വീട്ടിൽ ചെന്ന് ഭാര്യയുടെ ഇതെടുത്തിട്ടില്ലല്ലോ. എത്ര ദിവസം പോകും? എത്ര ദിവസം കൂടി ഞാൻ ഇരിക്കേണ്ടി വരും? ഇലക്ഷൻ വരെ തുടരുമോ? അപ്പം ചില മാധ്യമങ്ങൾക്ക് അവരെ സ്ഥിരം, നിങ്ങൾക്കുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ, CPM വിരുദ്ധ അജണ്ടയുണ്ട്. കോൺഗ്രസിന് ഇത് തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പ് വരെ ഇത് ലൈവായി നിർത്തണം. ഹക്കീം കുന്നേൽ നിങ്ങൾ വിട്ടല്ലോ. എന്തൊരു ആവേശമായിരുന്നു അരുണ്. വളരെ കൃത്യമായി CPM ജില്ലാ സെക്രട്ടറി വിളിച്ച നമ്പർ പറഞ്ഞു. ഹക്കീം കുന്നേലിൻ്റെ അരുൺ ക്ഷമിക്കൂ, ഹക്കീം കുന്നേലിൻ്റെ നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾ നാളത്തെ ചർച്ചയ്ക്ക് ഞങ്ങൾ വരുന്നില്ല, നാളെ പറഞ്ഞാൽ മതി. അപ്പം മാധ്യമങ്ങൾക്കൊരു അജണ്ടയുണ്ട്. 24 ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മാധ്യമങ്ങൾക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ അജണ്ടയുണ്ട്. കോൺഗ്രസിൽ ഞാൻ നേരത്തെ പറഞ്ഞു, അവരുടെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആവനാഴിയിലെ സകല അസ്ത്രങ്ങളും ഒഴിഞ്ഞ് ഇതികർത്തടെ മുഴുവൻ നിൽക്കുകയാണ് കോൺഗ്രസും BJPയും. അവർക്ക് കിട്ടിയ ഒരു കച്ചിത്തുരുമ്പാണ് ഈ സംഭവം. ഇതിൽ CPM എടുത്ത, ഞാൻ വീണ്ടും പറയുന്നു, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത നിലപാടാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയും, BJP ആകട്ടെ കോൺഗ്രസ് ആകട്ടെ, ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇന്നലെ വരെ എടുക്കാത്ത അസാധാരണമായ മാതൃകാപരമായ ഒരു നിലപാട് CPM പെരിയയിൽ 2 കാര്യത്തിൽ മാത്രം അങ്ങോട്ട് വിയോജിക്കുന്നു. അത് 24-നെ കുറിച്ചുള്ള അങ്ങോട്ട് നിരീക്ഷണത്തിലാണ്. നാളെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവോ അല്ലെങ്കിൽ അണിയോ കൊല ചെയ്യപ്പെടാതിരിക്കട്ടെ. ഈ ദാരുണ അവസ്ഥ വന്നാൽ ഞങ്ങളുടെ എയർ സ്പേസും ഞങ്ങളുടെ ടൈം സ്പേസും ഞങ്ങളുടെ ശബ്ദവും എല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒപ്പവും ഉണ്ടാവും. നാട്ടിൽ കൊല ചെയ്യപ്പെടുന്നതാരും ഞങ്ങളുടെ ക്യാമ്പയിൻ തന്നെ ചോര ചെയ്തിരുന്നത് എന്നാണ്. ഞാൻ തിരിച്ചു വരാം സതീശചന്ദ്രൻ, അങ്ങേക്ക് സമയം തന്നു. ഞാൻ തിരിച്ചു വരാം. ശ്രീകുമാർ ഉണ്ടപ്പോൾ സതീശചന്ദ്രൻ പറഞ്ഞതിന്റെ മറുപടി ശ്രീകുമാറിന് പറയാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൊലയാളികളുടെ കത്തിക്കിരയായത് കഴിഞ്ഞ 18 വർഷത്തിന്റെ കണക്ക് നോക്കിയാൽ അത് നിർഭാഗ്യവശാൽ CPM പ്രവർത്തകരാണ്. 185 പേരിൽ 88 പേരും CPMന്റെ അനുഭാവമുള്ളവരോ പ്രവർത്തകരുമായിരുന്നു. അവരിൽ അണികളിൽപ്പെട്ടവരുണ്ടായിരുന്നു. കൃപേഷിനെ പോലെ അഭിമന്യു ഉണ്ടായിരുന്നു. അഭിമന്യുവിനെ പോലെ 100 കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു. ഇവരുടെയൊക്കെ ചരിത്രമുണ്ട് CPMനും. ഏറ്റവും കൂടുതൽ ആളുകളെ നഷ്ടപ്പെട്ടതിന്റെ വേദന അവർക്കും അറിയാം എന്നാണ് സതീശചന്ദ്രൻ പറയുന്നത്. ചരിത്രം അവരുടെ കൂടെ ഉണ്ട് താനും ആ കണക്കിൽ. ശ്രീകുമാർ അല്ല, സതീശചന്ദ്രനെ പോലുള്ള മുൻ MLAയും ഇടതുപക്ഷ ഇപ്പം LDFന്റെ കൺവീനറൊക്കെയാണ്. അദ്ദേഹത്തെ പോലുള്ളവർ ഇങ്ങനെ വിഡിത്തം പിന്നെ വിളമ്പും എന്നുള്ളത് എനിക്ക് അയാളുടെ സഹതാപ തോന്നുന്നത്. കൽബുർഗി, RSS, ഗോഡ്സെ, ഗാന്ധി, കുറേ കണക്കും പറയും. ഇതൊരു ചീപ്പ് CPMന്റെ പ്രവർത്തകരെയൊക്കെ നേതാക്കന്മാരാക്കുന്നതാണ് ഈ CPM എന്നുള്ള പ്രസ്ഥാനത്തിൻ്റെ അപജയം. കേരളം മാത്രമേ ഉള്ളൂ തുരുമ്പ്. ഇതേ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്? ഗാന്ധിജിയെ കൊന്നത് ഇവരാരും ഓട്ടോറിക്ഷ ഇടിച്ച് ടിപ്പർ ഇടിച്ചും മരിച്ചതല്ല. ശ്രീകുമാർ, ഇവരാരും ഓട്ടോറിക്ഷ ഇടിച്ച് ടിപ്പർ ഇടിച്ചും മരിച്ചതല്ല. പോയിന്റ് ബ്ലാങ്കിൽ വെച്ച് വെടിവെച്ചു കൊന്നതാണ്. സമാനമായ സംഭവങ്ങളിലൂടെ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ചു കൊന്നതാണ്. കൽബുർഗിയെ കൊന്നത് RSS ആണ്. നിങ്ങളാരാ പറഞ്ഞേ? അരുണേ, സതീശചന്ദ്രൻ രാഷ്ട്രീയം പറയട്ടെ. അല്ലെന്ന് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ കാസർഗോഡ് കൽബുർഗിയും ഗോഡ്സെയും RSS ഒക്കെ എന്ന് വരുന്നു. അല്ല, നിങ്ങൾ ഈ RSSന്റെ പേര് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനും ശ്രീകുമാർ പറയട്ടെ. ഞാൻ ചോദിച്ചത് RSSന്റെ പേര് പറഞ്ഞതുകൊണ്ട് കൊലപാതക രാഷ്ട്രീയങ്ങളെല്ലാം മഹത്വവൽക്കരിക്കുന്ന സമീപനം CPMനുണ്ട്. RSSകാർ വന്നാൽ RSSകാരെ പിടിക്കണം, CPMകാർ വന്നാൽ CPMകാരെ പിടിക്കണം. കേരളത്തിൽ ഒരിക്കൽ പോലും അധികാരത്തിൽ വരാഞ്ഞ ഒരു പ്രസ്ഥാനമാണ് RSS. അപ്പൊ ഇവിടുത്തെ കാര്യം കൽബുർഗി, ഗാന്ധിജി, ഇതെന്ന് പറഞ്ഞ് രക്ഷപ്പെടുന്ന ഒരു തന്ത്രം വേണ്ടെന്റെ സതീഷേ. നിങ്ങൾ കോൺഗ്രസ്സുകാരെ കൊന്നിട്ടുണ്ട്, കോൺഗ്രസ്സുകാരെ പിടിക്കുക. CPMകാർ കൊന്നിട്ടുണ്ട്, CPMകാരെ പിടിക്കുക. RSSകാരാണ് കൊന്നതെങ്കിൽ RSSകാരെ പിടിക്കുക. ഇവിടെ ഭരണത്തിൽ വരുന്നത് RSS അല്ലല്ലോ, ഇപ്പം ഭരിക്കുന്നത് CPM അല്ലേ. കുറെ കണക്ക് അവിടെ കിടന്ന് വേറെ വെച്ചിട്ട് കാര്യമുണ്ടോ? നമുക്കറിയാം. അല്ല, ഈ ഞാൻ പറഞ്ഞ RSSകാരെ കൊന്ന RSSകാരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടന്നേ. RSSകാരെ സ്വാധീനിക്കാൻ പറ്റുമോ പോലീസിനെ? നമുക്കിവിടെ പ്രശ്നമല്ലല്ലോ. ശ്രീകുമാറിനോടൊരു ചോദ്യം പ്രദീപ് ചോദിച്ചോ? ചോദിക്കും പ്രദീപേ. അല്ല, എനിക്ക് ചോദിക്കാനുള്ളത് ഈ RSS ഇന്ത്യയിൽ 1925 രൂപം കൊണ്ടതിന് ശേഷം അവർ നടത്തിയിട്ടുള്ള അതിക്രമങ്ങളും ഗാന്ധി വധം അടക്കമുള്ള നടപടികൾ ഇപ്പോഴും
എന്ത് 1925 രൂപം കൊണ്ടതിന് ശേഷമുള്ള ഇതപര്യന്തമുള്ള ഹിന്ദു മുന്നണിയാണ്. നിങ്ങൾക്ക് പല രൂപങ്ങളുണ്ട്. നേതൃത്വം നൽകുന്ന സംഘപരിവാര ശക്തികളാ നിങ്ങളെല്ലാം. ഇതിന് പങ്കില്ല എന്നാണ് പങ്കില്ല എന്നാണ് എല്ലാ കോടതികളും പറഞ്ഞിരിക്കുന്നത്. സുപ്രീം കോടതി ഇത് ഇപ്പോഴും നിങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്ന് തള്ളിക്കൊണ്ടിരിക്കുന്നു. ഇന്നത്തെ ഗോവിന്ദ് പൻസാരയെ കുറിച്ച് അദ്ദേഹം ഒരു പത്രത്തിന്റെ ചുമതലക്കാരനാണ്. പത്രത്തിന്റെ ഉന്നതമായ സ്ഥാനത്തിരിക്കുന്ന ഒരു മനുഷ്യൻ ഗോവിന്ദ പൻസാരയെ കുറിച്ചും കൽബുർഗിയെ കുറിച്ചൊക്കെ പറയുമ്പോ എത്ര വിഡ്ഢിത്തരം നിറഞ്ഞ വർത്തമാനാ പറഞ്ഞത്. RSSന് അതുപോലെ സതീശന്ദ്രനെ ചോദ്യം ചെയ്യുന്നത് ഇപ്പോഴും മഹാത്മാഗാന്ധിയെ കൊണ്ടുകൊണ്ടിരിക്കുകയല്ലേ നിങ്ങൾക്ക് എങ്ങനെയാണ് ഓരോരോ RSSലേക്ക് പോവാണ്. അല്ല അരുണേ, എനിക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ല. ഇപ്പൊ ശ്രീ സതീഷ് ചന്ദ്രൻ ഒരു ഫോൺ വിളിയായിട്ട് കള്ളം പറഞ്ഞു. കള്ളം പറഞ്ഞിടത്ത് ഉരുളാൻ വേണ്ടി നേരെ RSSനെ പിടിക്കുന്നു. അല്ല, RSSനെ പിടിച്ചാൽ ഇത്രയുള്ള വിഡ്ഢിത്തത്തിന് രക്ഷപ്പെടാവുന്ന തോന്നൽ CPM പണ്ടേ ഉണ്ട്. നമുക്ക് ഇവിടെ ചർച്ച ചെയ്യുന്നത് എന്താ, എന്തുകൊണ്ട് നമ്മൾ ഈ ചർച്ചയുടെ രണ്ടാം ഫേസിൽ ചർച്ച ചെയ്യുന്നത് ഈ കേസ് അന്വേഷണം ശരിയായി പോകുമോ എന്നുള്ളതാണ്. നമ്മൾ ഈ ചർച്ചയുടെ രണ്ടാം ഘട്ടത്തിൽ ചർച്ച ചെയ്യുന്നത് ഈ കേസ് അന്വേഷണം ശരിയായി പോകുമോ എന്നുള്ളതാണ്. അത് പോകണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇപ്പോഴുള്ള സാഹചര്യം വെച്ച് ഇങ്ങനെ ഇത് പോകാൻ ഒരു സാധ്യതയില്ല. നമുക്കറിയാം, കുഞ്ഞിരാമന്മാര് നേരത്തെ തന്നെ പ്രതികളെ അങ്ങ് ഡിക്ലെയർ ചെയ്തു. സാക്ഷിമൊഴി പറയേണ്ടവരെ വീട്ടിൽ പോയി രഹസ്യമായി കണ്ട് അതിൽ നിന്ന് മാറ്റുന്നു. ഈ പാർട്ടി പറഞ്ഞിട്ടാണ് ഈ കൊലപാതകം എൻ്റെ ഭർത്താവ് ചെയ്തുകൊള്ളുമെന്നും എൻ്റെ മകൻ ചെയ്യുകൊള്ളുമെന്നും എൻ്റെ അച്ഛൻ ചെയ്യുകൊള്ളുമെന്നും പറഞ്ഞവരെയൊക്കെ രഹസ്യമായി മുൻ MP MLAയും ഇപ്പോഴത്തെ MLAമാരെ പോയി കണ്ടിട്ട് സെറ്റിൽ ചെയ്യുന്നു. എന്നിട്ട് അവർ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു പോലീസിനെ കൊണ്ട് തുരുമ്പ് പിടിച്ച് ചെയ്താൽ കത്തി എടുപ്പിക്കുന്നു. എന്നിട്ടിപ്പോൾ ക്രൈംബ്രാഞ്ചിന് വിടുന്നു ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ. അതുകൊണ്ട് ഈ അന്വേഷണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ അന്വേഷണം കൊണ്ട് ഒരു ഇതുമില്ല. അന്വേഷണം വെറുതെ എല്ലാ പാർട്ടി ഭരിക്കുമ്പോഴും പാർട്ടി സഹാക്കന്മാർ പ്രതികളായ അന്വേഷണങ്ങൾ എങ്ങനെയാണോ പോകുന്നത്, യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെട്ടിട്ട് ഏതെങ്കിലും 2-3 പ്രതികളെ കൊടുത്തുകൊണ്ട് ആ കേസ് അങ്ങ് സെറ്റിൽ ചെയ്യും. ചിലപ്പോഴാണെങ്കിൽ ആ കേസ് കോടതിയിൽ ഊരിപ്പോവുകയും ചെയ്യും. നമുക്കറിയാം ഇതെന്ത് നിസ്സാരമായിട്ടാണ് ഈ CPM നേതാക്കൾ ഇതിനെക്കാരുന്നത്. തൃശ്ശൂരിൽ അവരുടെ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ ഇനി ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ അതിനടുത്ത് മുന്നോട്ട് പോകണം. അപ്പം പറയുമ്പോഴൊക്കെ കുറേ കണക്ക് ശരിയാണെങ്കിൽ പോലും കുറേ കണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മരിച്ചതിൻ്റെ കണക്ക് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു ഇത് നിർത്ത്. RSS കൊന്നാലും CPM കൊന്നാലും കോൺഗ്രസ് വന്നാലും കേരളത്തിൽ അതിന്റെ ആവശ്യമില്ല. പിന്നെ ഈ കൊലപാതകം കേരളത്തിൽ തുടങ്ങിയതല്ല പിണറായി വിജയൻ പ്രതി ശ്രീ സതീഷ് ചന്ദ്രൻ ഈ കേസിൽ ശ്രീജിത്താണ് ഈ കേസ് അന്വേഷിക്കുന്നതെങ്കിൽ ആ അന്വേഷണത്തിന് പൂർണ്ണമായ സത്യസന്ധത ഇല്ല എന്ന് പറഞ്ഞത് KPCC പ്രസിഡന്റാണ്. ഒരു നിമിഷം KPCC പ്രസിഡന്റ് പറഞ്ഞു ഡമ്മികളെയും ഡ്യൂപ്ലിക്കേറ്റ് പ്രതികളെയും മുൻനിർത്തിക്കൊണ്ട് ഈ കേസ് ക്ലോസ് ചെയ്യും. ഉന്നത തലങ്ങളിലേക്ക് ഇതിന്റെ ഗൂഢാലോചന കൊണ്ടുപോകാതിരിക്കാനുള്ള തിരക്കഥ മെനയാൻ മിടുക്കനാണ് ശ്രീജിത്ത് എന്നാണ് അവർ അഭിപ്രായപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ ശ്രീജിത്തിനെ തന്നെ ഈ കേസ് അന്വേഷിക്കുന്നതിന് ക്രൈംബ്രാഞ്ചിലേക്ക് പോകുന്നു. ക്രൈംബ്രാഞ്ചിന്റെ ചാർജുള്ള ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ശ്രീജിത്തിനെ ഇത് ഏൽപ്പിക്കുകയും ചെയ്യുന്നു. പക്ഷേ ശ്രീജിത്തിന്റെ ട്രാക്ക് റെക്കോർഡ് എങ്ങനെയാണ് ഈ പ്രതിഷേധിക്കുന്നവരെ നമുക്കൊന്ന് വിശ്വസിപ്പിക്കാൻ കഴിയുക? ഞാൻ ശ്രീജിത്തിനെ കുറിച്ച് പറയാം. ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങൾ പറയണമല്ലോ. നിങ്ങൾക്ക് CPMനെ കുറിച്ച് പറയുമ്പോൾ ഏത് കാര്യവും പറയാം, ഏത് പുലഭ്യം പറയാം. എന്നാൽ BJPയെ കുറിച്ച് പറയുമ്പോൾ വല്ലാതെ പൊള്ളുകയാണ്. അദ്ദേഹം ഒരു പത്രപ്രവർത്തന നിലയിൽ ഞാൻ ലജ്ജിക്കുകയാണ്.
ഒരു സാധാരണ BJP പ്രവർത്തകരെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ ഒരു പത്രപ്രവർത്തകർ. ഞാൻ ചോദിക്കട്ടെ, കൽബുർഗി ഉൾപ്പെടെ 4 പേരെ കൊന്നത് RSS ആണ്. RSS എന്ന് പറഞ്ഞാൽ RSS സംഘപരിവാറിൻ്റെ കുടുംബങ്ങൾ എല്ലാവരും പേരൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. അതിൽ ഹിന്ദു മഹാസഭയുണ്ട്, ബജ്രംഗദളുണ്ട്, ഹിന്ദു സംഘടനകളുണ്ട്. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, വാജ്പേയി മന്ത്രിസഭയിൽ BJPയുടെ ഏറ്റവും സംഘപരിവാർ കുടുംബമാണ്. സംഘപരിവാർ കുടുംബമാണ്. ഞാൻ പറയട്ടെ, സംഘപരിവാർ കുടുംബമാണ്. ഞാൻ പറയുന്നത് വാജ്പേയി മന്ത്രിസഭയിലെ BJPയുടെ ആരാധ്യനായ നേതാവ്, ഇന്ത്യയിലെ പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയിയുടെ മന്ത്രിസഭയിലെ പ്രഗത്ഭനായ അംഗമായിരുന്ന അരുൺ ഷൂരി, BJPയുടെ എല്ലാ കൊള്ളതായ്മ കൂട്ടുപിടിച്ച 5 കൊല്ലം മന്ത്രിയെ പ്രവർത്തിച്ച ലോകപ്രസിദ്ധനായ പത്രപ്രവർത്തകൻ അരുൺ ഷൂരി പറഞ്ഞില്ലേ, BJPക്കെതിരായി കൽബുർഗി, നരേന്ദ്ര ദബോൾക്കർ, ഗോവിന്ദ് പൻസാര, ഗൗരി ലങ്കേഷ് ഇവരെ കൊന്നതിന് പുറകിലുള്ള സംഘപരിവാർ കുടുംബത്തിന്റെ പങ്കാളിത്തം അദ്ദേഹം പറഞ്ഞില്ലേ? അതിനെക്കുറിച്ചൊരു അക്ഷരം മിണ്ടാത്ത ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാഷ്ട്രീയ ധാർമ്മികത ഇല്ലാന്ന് വാജ്പേയിയുടെ മന്ത്രിസഭയിൽ അംഗമായ അരുൺ ഷൂരി പറഞ്ഞത് ബഹുമാനായ പത്രപ്രവർത്തകൻ ശ്രീകുമാർ കേട്ടിട്ടില്ലേ? ഗാന്ധിയെ കൊന്നത് RSS അല്ല എന്ന് പറയുന്നത്. ഗാന്ധിയെ കൊന്നത് RSS. കോടതി വെറുതെ വിട്ട നാത്തൂറ വിനായക് ഗോഡ്സെയുടെ സഹോദരൻ എന്താ പറഞ്ഞത്? പത്രപ്രവർത്തകൻ അറിയില്ലേ? അദ്ദേഹം പറഞ്ഞു, ഗാന്ധി ജീവിച്ചിരിപ്പോൾ ഇനിയും ഗാന്ധിയെ കൊല്ലാൻ ഞാൻ തയ്യാറാണെന്നാണ് ഗോപാൽ ഗോഡ്സെ പറഞ്ഞത്. ചരിത്രത്തിന് നേരെ കാർക്കിച്ച് തുപ്പരുത് ബഹുമാനപ്പെട്ട ശ്രീകുമാർ. നിങ്ങൾ എന്തു പറഞ്ഞാലും നിങ്ങളുടെ കയ്യിൽ പുരണ്ട ചോരക്കറ, മഹാത്മാഗാന്ധി തുടരണം. നമുക്ക് കൽബുർഗിയിൽ നിന്നും കല്യാട്ടേക്ക് തിരിച്ചു വരണം. നമുക്ക് കൽബുർഗിയിൽ നിന്നും കല്യാട്ടേക്ക് തിരിച്ചു വരണം. കൽബുർഗിയുടെ കാര്യത്തിലോ പൻസാരിയുടെ കാര്യത്തിലോ സംഘപരിവാറിനുമായുള്ള ബന്ധം 24 എനിക്കോ വ്യക്തിപരമായി വിയോജിപ്പില്ല. അത് സംഘപരിവാറിന്റെ കുടുംബത്തിൽപ്പെട്ടവർ തന്നെയാണ് പ്രതികൾ, സംശയമില്ല. അതവിടെ നിൽക്കട്ടെ. പക്ഷേ നമ്മുടെ ഒരു ചോദ്യം ഇന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ചോദിച്ചതും PC വിശ്വനാഥ് ചർച്ചയിൽ പറയാൻ അനുവദിച്ചതുമായ ഉന്നയിച്ചതുമായ ഒരു പ്രശ്നം, ഈ കേസ് ആസൂത്രിതമായ രീതിയിൽ അവസാനിപ്പിക്കാൻ പോകുന്നു. ഇതിന്റെ ഗൂഢാലോചനാ ഭാഗം ത്തിലേക്ക് എത്താതിരിക്കാനുള്ള പഴുതുകൾ സർക്കാർ കണ്ടെത്തുന്നു. അതിൽ മിടുക്കനായ ഒരു ഉദ്യോഗസ്ഥനെ കേസേൽപ്പിക്കുന്നു. 7 പേരിൽ ഒതുങ്ങുന്നു. കൈക്ക് സ്വാധീനമില്ലാത്ത ഒരാൾ 13 സെന്റിമീറ്റർ നീളത്തിലുള്ള ഒരു വെട്ടുവെട്ടി ആഴത്തിൽ പരിക്കേൽപ്പിച്ചു എന്നത് ഒരു കോടതിയിലും നിലനിൽക്കില്ലെന്നറിയാം. ഈ വന്നിരിക്കുന്നവരല്ല യഥാർത്ഥ പ്രതികളെന്നാണ് ചിലർ പറയുന്നത്. ഇവരിലേക്കൊന്നും അന്വേഷണം എത്തില്ല. ക്രൈംബ്രാഞ്ചിന്റെ ചുമതലയുള്ള ശ്രീജിത്ത് ഈ കേസ് ഇവിടെ വെച്ച് ഭദ്രമായി അടയ്ക്കും. എങ്ങനെയാണ് TPയുടെ കാര്യത്തിൽ ചെയ്തതുപോലെ അങ്ങനെ വരും എന്നാണ് പറയുന്നത്. ശരിയാണോ? ശ്രീജിത്തിനെ മാറ്റി മറ്റൊരു അന്വേഷണ ഏജൻസി CBI ഏൽപ്പിക്കുന്നതിൽ ഇപ്പോൾ എന്താണ് സർക്കാരിന് തടസ്സം? CBI ഏൽപ്പിക്കുകയാണെങ്കിൽ ഈ വിശ്വാസ്യത കൂടില്ലേ? മുല്ലപ്പള്ളി രാമചന്ദ്രൻ അത് പറയുമല്ലോ. എന്നൊരു കാര്യം ചെയ്യും, അന്വേഷിക്കാനുള്ള ഒരു സർട്ടിഫിക്കറ്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനിൽ നിന്ന് വാങ്ങാം. മുല്ലപ്പള്ളി രാമചന്ദ്രൻ അതെന്താ വേറെയാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഞാൻ പറഞ്ഞല്ലോ, ഈ കേസ് ലൈവായി തെരഞ്ഞെടുപ്പ് വരെ നിലനിർത്തണം. ചിതാഭസ്മ ഘോഷയാത്രയുണ്ട്, ഇപ്പോൾ പുറപ്പെട്ടിട്ട് ഓരോ ദിവസവും പരിപാടിയാണ്. ഞാൻ നേരത്തെ ഈ കേസിൻ്റെ തുടക്കത്തിൽ നിങ്ങൾ കാണിച്ചല്ലോ ഇന്ന് മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗം. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി അങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ടോ? പരസ്യമായി പാർട്ടി തള്ളിപ്പറഞ്ഞു, മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞു, കേസന്വേഷണത്തിൽ അതിശക്തമായി മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു. നിങ്ങൾ ചങ്കെടുത്ത് കാണിച്ചാലും ചെമ്പരത്തി പകരം തയ്യുക. അപ്പം KPC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞതിന് അദ്ദേഹത്തോട് ചോദിക്കണം. അതിന് എനിക്ക് മറുപടി പറയാൻ പറ്റില്ല. കേസ് അതിന്റെ ശരിയായ വഴിക്ക് പോവുകയാണ്. ഞാൻ ചോദിക്കട്ടെ, കേസ് അന്വേഷിക്കുന്നത് തുടർന്നോളൂ. ഞാൻ PC-യിലേക്ക് വരാം. തുടർന്നോളൂ. പ്രതികൾ പറയുന്ന ഓരോ തിരിച്ചു വരാം സതീശചന്ദ്രൻ, നമുക്ക് അല്പസമയം കൂടി ബാക്കിയുണ്ട്. പ്രതികൾ പറയുന്ന ഓരോ കാര്യങ്ങൾ കാര്യങ്ങൾ നടക്കില്ല. അത് വേറെ അജണ്ടയാ. അല്ല, ഈ കേസ് രാഷ്ട്രീയ കൊലപാതകമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. CPM-ന് ഇക്കാര്യത്തിൽ ബന്ധമില്ല എന്നിവർ ആവർത്തിക്കുമ്പോൾ ഇവർക്ക് ബന്ധമില്ലെങ്കിൽ പിന്നെ CBI അന്വേഷണത്തെ ഇവരെന്തിനാണ് ഭയപ്പെടുന്നത്? മൂന്നാമത്തെ കാര്യം, ഈ കാര്യത്തിൽ അന്വേഷണത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഈ അന്വേഷണം ഏകപക്ഷീയമായി പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന പ്രതികളല്ലല്ലോ യഥാർത്ഥ പ്രതികൾ. അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എങ്ങനെയാണ് ഒരു MLA-ക്ക് അന്വേഷണത്തിൻ്റെ 2ാം ദിവസം തന്നെ അദ്ദേഹം പ്രതിയെ തീരുമാനിക്കുകയാണ്. അതിനുശേഷം ഇപ്പോൾ ഉപകരണങ്ങളുടെ ആയുധങ്ങളെ സംബന്ധിച്ചിട്ടുള്ള മറ്റു വിവരങ്ങൾ വാർത്താ ചാനലുകൾ പുറത്തുവിട്ടു.
നിങ്ങളുടെ ചാനലടക്കം പോയിട്ട് ഈ പ്രതിയായിട്ട് ആരോപിക്കപ്പെട്ട ആളുടെ ഭാര്യയും മക്കളും അമ്മയും ഒക്കെ സംസാരിക്കുന്നത് നിങ്ങൾ സംപ്രേഷണം ചെയ്ത് ലോകം മുഴുവൻ കേട്ടിട്ടും സതീഷ് ചന്ദ്രനും CPM പറയുന്നത് ഞങ്ങൾ പിന്നെ അങ്ങനെ പറഞ്ഞില്ലേ, ഞങ്ങൾ തള്ളി പറഞ്ഞില്ലേ, ലോകത്ത് ഇങ്ങനെ ഏതെങ്കിലും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ ആരെങ്കിലും കൊല്ലുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെ കൊന്നതിന് ശേഷം ഞങ്ങൾ അങ്ങനെ തള്ളി പറഞ്ഞു. ഞങ്ങൾ ഒറ്റ കാര്യം ആവശ്യപ്പെടുന്നുള്ളൂ, ഞങ്ങൾക്കൊരു അജണ്ടയുമില്ല. ഈ കാര്യത്തിൽ ഉത്തര മലബാറിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിക്കണം. 2, ഈ കേസ് CBI അന്വേഷിക്കണം. ഇതിൽ യഥാർത്ഥ പ്രതികളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. ഇനിയും കാസർഗോട്ടോ കണ്ണൂരോ വടകരയിലോ നാദാപുരത്തോ ഈ പറഞ്ഞതുപോലെ ഒരു പിന്നെ ശരത്ലാലോ കൃപേഷോ ഷുഹൈബോ അരിയിൽ ഷുക്കൂറോ ആരെങ്കിലും ആകട്ടെ, ഏത് പാർട്ടിയിൽപ്പെട്ടവരാകട്ടെ, അത്തരം രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഈ ലിസ്റ്റ് എടുത്ത് വെച്ചിട്ട് ഞങ്ങളുടെ ഇത്ര ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് ഇത്ര ആളുകളെ കൊല്ലാം എന്ന് പറയുന്ന യുക്തി കേരളത്തിന് ബോധ്യപ്പെടുന്ന യുക്തിയല്ല. അതുകൊണ്ട് ഞങ്ങൾ വളരെ ശാന്തമായിട്ട് ആവശ്യപ്പെടുന്നു, ഈ കാര്യത്തിൽ CBI അന്വേഷണം വേണം. അത് ആവശ്യപ്പെട്ടുള്ള സമരങ്ങൾ ഞങ്ങൾ ചെയ്യേണ്ടി വരും. അങ്ങ് നേരത്തെ പറഞ്ഞ ഞങ്ങളടക്കമുള്ള ചാനലുകളോട് പീതാംബരന്റെ ഭാര്യയും മകളും പ്രതികരിച്ചത് ഞങ്ങളിപ്പോൾ ഒരിക്കൽ കൂടി ആ ഓഡിയോ ശബ്ദം കേൾപ്പിക്കാം. എന്താണ് പീതാംബരന്റെ ഭാര്യയും പീതാംബരന്റെ മകളും ഈ കൊലപാതകത്തെക്കുറിച്ചും അച്ഛൻ പ്രതിയായതിനെക്കുറിച്ചും മകളും പ്രതികരിച്ചത് എങ്ങനെയാണെന്ന് നമുക്ക് ഒരിക്കൽ കൂടി കേൾക്കാം. പീതാംബരന്റെ ഭാര്യയും മകളും പ്രതികരിച്ചത് ഒരിക്കൽ കൂടി. ആരും ഒരു കാര്യം വന്നിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. ഒരു കാരണവശാലും സ്വയം ചെയ്യില്ല. പാർട്ടി ഒരാൾക്ക് വേണ്ടിയിട്ട് ആക്കിയിട്ട് കൈവിടുന്നു, അത്രേ പാർട്ടി തന്നെ ഇതിന്റെ ഇത്. ഫുള്ള് കുറ്റം പാർട്ടിക്ക് തന്നെ. ഞങ്ങൾ ഇവിടുന്ന് പോയിന്നാന്ന്, പക്ഷെ ഞങ്ങൾ എവിടെ പോന്നു അതും വിചാരിക്കണമല്ലോ അവര്. പാർട്ടിക്ക് എന്തെങ്കിലും മോശമായിട്ട് എന്തെങ്കിലും ഉണ്ടായെന്ന് വിചാരിച്ചിട്ട് തന്നെ ആയിരിക്കും പാർട്ടി അയച്ചാൽ. അവർക്ക് എന്തെങ്കിലും മോശം ഉണ്ടായ പാർട്ടിക്കല്ലേ ഇത്. പിന്നെ ഇപ്പോൾ ഇലക്ഷൻ്റെ ടൈമല്ലേ വരുന്നത്, അതുകൊണ്ട് പാർട്ടിക്ക് അങ്ങനത്തെ ഒന്നും മോശമില്ലാതെ ഒരാളെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് മാത്രമായിരിക്കും, അത് ഉറപ്പ്. എൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ അങ്ങനെ. പീതാംബരന്റെ ഭാര്യയും മകളും പറഞ്ഞത് ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും. ശബ്ദം കേട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കിവിടെ ശബ്ദത്തിന് ചെറിയൊരു തടസ്സമുണ്ട് എങ്കിൽ കൂടി ശ്രീ സതീഷ് ചന്ദ്രൻ, ഇതായിരുന്നു നമ്മൾ തുടക്കത്തിൽ കേൾപ്പിച്ചതും. അതിൽ നിന്ന് പിന്നീട് വലിയ കാര്യമായ വ്യതിയാനം ഉണ്ടായില്ല. പക്ഷെ ഇതാണ് കാരണം ഇന്ന് മുഖ്യമന്ത്രി അവിടെ പോകാതിരിക്കാൻ എന്ന് പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ അത് അവിശ്വസിക്കേണ്ട കാര്യമുണ്ടോ? പ്രതിഷേധം ഭയന്ന് എന്ന് അങ്ങ് പറയുമ്പോഴും യഥാർത്ഥ കാരണം ഇതാണോ എന്നുകൂടി ചർച്ചയുടെ ഏറ്റവും ഒടുവിൽ നമ്മൾ ഇത് അവസാനിപ്പിക്കാൻ പോകുന്നതിന്റെ ഭാഗമായിട്ടാണ്. ഞാനത് തുടക്കത്തിലേ വ്യക്തമാക്കിയല്ലോ, ഇതൊരു ഒരു മരണപ്പെട്ട വീട്ടിലേക്ക്, ഒരു രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാക്കിയ ഒരു മരണ വീട്ടിലേക്ക് പോകുന്നതാണ്. അത് പ്രതിഷേധം, അതാണ് വാക്കുകൾ, മലയാള വാക്കുകൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. അവിടെ ഒരു മോശപ്പെട്ട സീൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, അതാ പ്രശ്നം. മോശപ്പെട്ട സ്ക്രീൻ ക്രിയേറ്റ് ചെയ്താൽ ചിലപ്പോൾ കാസർഗോഡ് ജില്ലയിലും കേരളത്തിലും ആകെ ക്രമസമാന പ്രശ്നങ്ങളുണ്ടാകും. അതാണ് ഞാൻ പറഞ്ഞത്, കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമായ പ്രദേശത്ത് കോൺഗ്രസ് ആ ഉറപ്പ് നൽകണമായിരുന്നു. ഇപ്പോൾ ഹക്കീം കുന്നിൽ സുന്ദരമായി പിന്മാറി, നിങ്ങളുടെ കയ്യിൽ 2 നമ്പറുണ്ട്, അത് കഴിഞ്ഞിട്ട് 20 മിനിറ്റായി, നിങ്ങളൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ അത് വേറെ കാര്യം. പിന്നെ നിശ്ചയമായിട്ടും മരണപ്പെട്ടു പോയ പിന്നെ കൊലപാതക കേസിൽ ഉൾപ്പെട്ട് കസ്റ്റഡിയിലുള്ള പീതാംബരൻ്റെ ഭാര്യയും മകളും അവർ നമ്മളെ പ്രവർത്തകന്മാർ തന്നെയാണ്. അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളുണ്ടാവും. അവരെ സമൂഹത്തിന് ഭക്ഷണമാക്കാൻ വേണ്ടി കഴിയുമോ? അവരെ കാണേണ്ടി വരും. അവർ മനുഷ്യന്മാരല്ലേ? ഈ പീതാംബരന്റെ ഭാര്യ മഞ്ജുവിനെയും അമ്മയും ഒക്കെ കാണാൻ CV കുഞ്ഞിരാമൻ എന്ന CPM-ന്റെ ഒരു നേതാവ് പോയിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. അങ്ങ് പോയിരുന്നോ ഈ പീതാംബരന്റെ വീട്ടിൽ? പക്ഷെ CV കുഞ്ഞിരാമൻ പോയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങ് പോയിരുന്നു? ഞങ്ങൾ നാളെ പോകുന്നുണ്ട്. പോകുന്നതിന് എന്താ തെറ്റുള്ളത്? അവരെ അങ്ങ് ബഹിഷ്കരിക്കാൻ പറ്റുമോ? പീതാംബരന്റെ വീട്ടിൽ, ഞാൻ ചോദിച്ചത് പീതാംബരന്റെ കാര്യത്തിൽ നമ്മൾ നിലപാടെടുത്തു. കൊലയാളിയായ ലോക്കൽ കമ്മിറ്റി അംഗം പീതാംബരന്റെ വീട്ടിൽ പോകുന്നുണ്ട്. 8ാം ക്ലാസ് പീതാംബരന്റെ വീട് കത്തിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ പറയാം, നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ പറയട്ടെ, എന്നെ പറയാൻ അനുവദിക്കുന്നത് എനിക്ക് മയക്കുക. ഞാൻ പറയട്ടെ, പീതാംബരന്റെ CPM-ന്റെ ഏരിയ കമ്മിറ്റിയിൽപ്പെട്ട അംഗങ്ങൾ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. അവർക്ക് എന്തോ ഒരു സംശയമുണ്ട്. എന്താണത്? പീതാംബരൻ മനസ്സിലായിട്ടില്ല. പറഞ്ഞത് ചോദ്യം മനസ്സിലായിട്ടില്ല. അരുൺ സാർ സതീഷ് ചന്ദ്രനോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. BJP-യുടെ കൗൺസിലറാണ് ബൈജു. ഇവിടെ ഒരു കാര്യം കൂടി ഉണ്ടായി. ഇവിടെ സാറിവിടെ അരുൺ സാറ് ഏറ്റവും കൂടുതലായിട്ട് സമയം ചെലവഴിച്ചിട്ടുള്ളത്, ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളത്
ഈ ശ്രീ സതീഷ് അല്ലേ, സതീഷ് എന്ന് പറയുന്ന CPM-യുടെ പഴയ MLA-യോടാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അദ്ദേഹം ഇവിടെ ഒരു മാനദണ്ഡം പറയുകയുണ്ടായി. കാരണം RSS-നോ BJP-ക്കോ ഇത്തരം ഒരു ചർച്ചയിൽ പങ്കെടുക്കാൻ തന്നെ ആവില്ല എന്നാണ് അദ്ദേഹം ഒരു വാക്കാൽ ഇവിടെ പറഞ്ഞത്. ഇവിടെ കൊച്ചു കുട്ടികൾ ഏറ്റവും ഈ ലോകത്തിൽ തന്നെ ഉണ്ടാവില്ല, കൊച്ചു കുരുന്ന് വിദ്യാർത്ഥികൾ വിദ്യാലയത്തിലിരുന്ന് പഠിക്കുന്ന സമയത്ത് ആ കുരുന്നുകളുടെ മുന്നിൽ ഇട്ടുകൊണ്ട് എന്താ പറയുക, KT ജയകൃഷ്ണൻ മാസ്റ്റർ എന്ന മാഷിനെ വെട്ടിക്കൊലപ്പെടുത്തിയത് അത് ഇവിടെ ഇരിക്കാനുള്ള ഒരു അംഗീകാരമാണോ? ഇവിടെ അതല്ല, അതിവിടെ ഇരിക്കാനുള്ള അത് ഞാൻ പറയുന്നത് അത് ഇത്തരം ഒരു ചർച്ചയിൽ ഇരിക്കാനുള്ള ഒരു അംഗീകാരമല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് ഇതിലിരിക്കാനുള്ള ഈ ചർച്ചയിലിരിക്കാനുള്ള ഈ ചർച്ചയിലിരിക്കാനുള്ള യോഗ്യതാ മാനദണ്ഡം ഇതല്ല. ഈ ചർച്ചയിലിരിക്കാനുള്ള യോഗ്യതാ മാനദണ്ഡത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് അത്തരം രീതിയിൽ പറഞ്ഞത്. ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ ഇവിടെ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഇവിടെ ഒറ്റ കാര്യമുള്ളൂ. ഒന്ന്, ഈ കൊലപാതകത്തെ CPM അംഗീകരിക്കുന്നില്ല. ഇന്നത്തെ പ്രത്യേക പരിപാടികൾ co-sponsored by അബീർ മെഡിക്കൽ ഗ്രൂപ്പ്, ഹെൽത്ത് കെയർ യു ക്യാൻ ട്രസ്റ്റ്. സ്വയംവര സിൽക്സ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര. ലോകോത്തര ബ്രാൻഡായ GREEC ഇപ്പോൾ കേരളത്തിലും. സ്വർണം, ഡയമണ്ട് ആഭരണങ്ങൾ തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കുവാനുള്ള അവസരം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്. ഒരു തരി പോലും കലർപ്പില്ല. സഹ്യ ഒരു തരി പോലും കലർപ്പുണ്ടാവില്ല. സഹ്യ സുപ്രീം ടീ, ഒരു തരി പോലും കലർപ്പില്ല. ഒരു നേതാക്കന്മാരുടെ മക്കളും ഇവിടെ കൊല്ലപ്പെടുന്നില്ല. ഒരു വലിയ നേതാവിന്റെയും മക്കൾ ഇവിടെ മരിക്കുന്നില്ല. ഇവിടെ സാധാരണക്കാരായ ആളുകളാണ് കൊല്ലപ്പെടുന്നത്. ഈ രാഷ്ട്രീയവും അഹങ്കാരവുമാണ് നിർത്തലാക്കേണ്ടത്. മറ്റൊന്ന് പറയേണ്ടത്, ഇവിടെ സാറിന്റെ പരിപാടിയുടെ പ്രത്യേകത, ഈ പേരിലുള്ള പ്രത്യേകത തന്നെ. പിണറായി എന്താണ് പെരിയ മനസ്സുണ്ടോ? ഞാൻ ചോദിക്കുന്നത്, രണ്ട് സാധാരണക്കാരായ യുവാക്കളുടെ രക്തത്തിന്റെ മണം മാറും മുമ്പേ കണ്ണൂര് പോയി തറക്കല്ലിടാനും ഉദ്ഘാടനം ചെയ്യാനും ആയിക്കോട്ടെ, മാറ്റാലോ. എന്നിട്ട് അതിനുള്ള മനസ്സ് അതെന്ത് ചങ്കുണ്ടായിട്ടാണ്. ഇവിടെ വിഷയത്തിൽ നിന്ന് വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന ചർച്ചകളാണ് ഉണ്ടായിട്ടുള്ളത്. ഈ വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ചർച്ച ഇവിടെ നടന്നിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഇവിടെ ഭൂരിഭാഗവും സമയം കൊടുത്തത് CPM-ന്റെ കാസർഗോഡത്തെ ജില്ലാ സെക്രട്ടറിക്കാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിന്റെ PC വിഷ്ണുനാഥ് എന്ന് പറയുന്ന മറുപടി പറയാൻ കഴിയണ്ടേ? ചോദിക്കുന്ന ചോദ്യത്തിന് കോൺഗ്രസിന് മറുപടിയില്ല. എന്റെ മറുപടി മറുപടി പറയേണ്ടത് CPIM-ന്റെ നേതാവ് തന്നെയാണ്. ഈ ചോദ്യങ്ങൾ മുഴുവൻ, ഒന്നാമത്തെ ഇത് അവതാരകന്റെ ചോദ്യം, രണ്ടാമത്തെ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുള്ള ചോദ്യം, മൂന്നാമത്തെ RSS-ന്റെ ചോദ്യം, പിന്നെ ചാനലിരിക്കുന്ന കോൺഗ്രസിന്റെ ചോദ്യം. മറുപടി പറയും. ഒരു കുട്ടിയുടെ കാണിക്കുന്ന കോൺഗ്രസിന്റെ നിലപാട് ഇവിടെ സുവ്യക്തമാണ്. കാരണം നാളെ ജില്ലാ സെക്രട്ടറി
കാസർഗോഡ് അദ്ദേഹം പീതാംബരന്റെ വീട് സന്ദർശിക്കുമെന്ന് പറയുന്നത് മരിച്ച വ്യക്തിയുടേതല്ല, കൊന്ന വ്യക്തിയുടെ വീട് സന്ദർശിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് പറയുന്നത് ഇത് CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ അങ്ങേ തലത്തിലുള്ള സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഒരു നിമിഷം ശ്രീ സതീഷ് ചന്ദ്രൻ ഇപ്പോൾ നമ്മളോടൊപ്പം തുടരുന്നുണ്ടോ എന്ന് എനിക്ക് അറിയാൻ കഴിയുന്നില്ല. ചെറിയൊരു ശബ്ദ തടസ്സമുണ്ട്. ഞാൻ തിരിച്ചു വരാം അങ്ങ് തുടരുന്നുണ്ടെങ്കിൽ. തുടരുന്നുണ്ട് ശ്രീ സതീഷ് ചന്ദ്രൻ അങ്ങ് തുടരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു നിമിഷം സാർ, തൃപ്പൂണിത്തറയിലെ വിവിധ കൗൺസിലർമാരാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അങ്ങയോട്. അതിലൊരു ചോദ്യം ഇപ്പോഴും നമുക്ക് ബോധ്യപ്പെടാതിരിക്കുന്ന, അങ്ങേക്ക് സമയം തരാം. ചോദ്യം ഇതാണ്: നാളെ അങ്ങ് പീതാംബരന്റെ വീട് സന്ദർശിക്കാൻ പോകുമ്പോൾ എന്ത് സന്ദേശമായിരിക്കും കൊടുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന് ഈ രണ്ടുപേരുടെയും വീടുകളിൽ അങ്ങ് പോയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പക്ഷേ ഈ പീതാംബരൻ ഇപ്പോൾ ഒരു കൊലയാളിയാണ്. പോലീസ് അന്വേഷിച്ച് കസ്റ്റഡിയിൽ കൊണ്ടുപോയി പോലീസ് തന്നെ FIR ഇട്ട് കുറ്റപത്രം സമർപ്പിച്ച് റിമാൻഡിൽ റിപ്പോർട്ടിൽ തന്നെ പറയുന്ന ഒരു പ്രതിയാണ്, ഒന്നാം പ്രതിയാണ്. നിഷ്ഠൂരമായി തലയോട്ടി വെട്ടിപ്പിളർന്ന പ്രതിയാണ്. ലോക്കൽ കമ്മിറ്റി അംഗമാണ്, CPM-കാരനായ ലോക്കൽ കമ്മിറ്റി അംഗമായ പ്രതിയാണ്. ആ പ്രതിയുടെ വീട്ടിൽ നിങ്ങൾ നാളെ പോകുന്നു എന്ന് പറയുമ്പോൾ അതെന്ത് സന്ദേശമായിരിക്കും പൊതുജനങ്ങൾക്ക് കൊടുക്കുക? ഇത് തങ്ങളുടെ അണികളെ തങ്ങൾ കൂടെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന ഒരു പാർട്ടി പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണെങ്കിൽ അത് മനസ്സിലാക്കാം. പക്ഷേ ഈ അന്തരീക്ഷത്തിൽ അത് ശരിയായ നടപടിയാണോ? യഥാർത്ഥത്തിൽ നമ്മുടെ ആദ്യത്തെ ചോദ്യം തന്നെ ഇതുമായി ബന്ധപ്പെട്ടതായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രി തന്നെ സന്ദർശിക്കുമായിരുന്നു. മുഖ്യമന്ത്രി സന്ദർശിക്കാതിരുന്നത് കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമായ പ്രദേശത്ത് മുഖ്യമന്ത്രി പോയാൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവില്ല എന്ന് ഉറപ്പ് നൽകാൻ കോൺഗ്രസിൻ്റെ നേതൃത്വം തയ്യാറാവാത്തതുകൊണ്ടാണ്. മുഖ്യമന്ത്രി തന്നെ പോവായിരുന്നു. ഞാൻ പറയട്ടെ അരുൺ, മുഖ്യമന്ത്രി തന്നെ പോവായിരുന്നു. നിശ്ചയമായിട്ട് ഞങ്ങൾ ഇതുവരെ എന്തുകൊണ്ടാണ് പോയത്? ഇതുവരെ ഞങ്ങൾ ആ കല്യോട്ട് പോയി. കാരണം എന്താ? പോലീസ് പറഞ്ഞു അവിടെ വളരെ സംഘർഷഭരിതമായ അന്തരീക്ഷമാണ്, കോൺഗ്രസ്സുകാർ വളരെ അക്രമാസക്തരാണ്. അത്ര ഒരു സ്ഥലത്ത് നിങ്ങൾ പെട്ടെന്ന് സന്ദർശിച്ചാൽ അത് പ്രശ്നം ഉണ്ടാകും. എന്തുകൊണ്ടാണ് പോയിരുന്നത്? യഥാർത്ഥത്തിൽ ഇന്ന് മുഖ്യമന്ത്രിക്ക് സന്ദർശിക്കാനുള്ള സാഹചര്യം കോൺഗ്രസ് ഉൾപ്പെടെ ഇടപെട്ട് സൃഷ്ടിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ CPM-ന്റെ നേതാക്കൾ ഉൾപ്പെടെ നാളെ കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീട്ടിൽ പോകുമായിരുന്നു. ആ അവസരം അവരില്ലാതാക്കി. ഞങ്ങളവിടെ പോയിട്ട് നാളെ ഒരു പ്രശ്നമായാൽ നാളെ നിങ്ങൾക്ക് എൻകൗണ്ടറിൽ 5-ാം ദിവസം വേറെ പ്രശ്നമായിരിക്കും. അപ്പം നാളെ ഞങ്ങൾ പീതാംബരൻ്റെ വീട് മാത്രമല്ല, പീതാംബരൻ്റെ വീട് കത്തിച്ചിരിക്കുകയാണ്. അവിടെ ഒരു ഭാര്യയും 8-ാം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടി ഇവിടെ കാണിച്ചില്ലേ? അവിടെ നിരവധി CPM അനുഭാവയുടെ വീടുകൾ നടത്തിയിരിക്കുകയാണ്, ഓഫീസ് കത്തിച്ചിരിക്കുകയാണ്. എന്നെ പറയാൻ അനുവദിക്കൂ. അവിടെ ഞങ്ങൾ നാളെ ജില്ലാ സെക്രട്ടറി പോകുന്നു, ഒരു സംശയവും വേണ്ട. മാത്രമല്ല ഞങ്ങൾ പറയുന്നു CPM-നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അനുവദിക്കണം. അയ്യോ അല്ല, തീർച്ചയായിട്ടും അല്ല. അങ്ങേക്ക് തന്നെയാണ് അധിക സമയം തന്നിരിക്കുന്നത്. അങ്ങേക്ക് തന്നെയാണ് അധിക സമയം തന്നിരിക്കുന്നത്. ഞാൻ വരാം, തിരിച്ചു വരാം. PC വിശ്വനാഥ് മറുപടി. വാക്ക് പൂർത്തീകരിച്ചില്ലെങ്കിൽ പോകരുത്. തിരിച്ചു വരാം. ഞാൻ തിരിച്ചു വരാം. ശ്രീ PC വിശ്വനാഥ് അല്ല, തിരിച്ചു വന്നിട്ട് കാര്യമില്ല. തിരിച്ചു വരണ്ട അരുൺ. പറഞ്ഞോളൂ. ചർച്ചയിൽ അധിക സമയവും ഞാൻ കാഴ്ചക്കാരനായിരിക്കുകയാണ്. ഇന്ന് മുഖ്യമന്ത്രി സംസാരിക്കാനുള്ള സാഹചര്യം കോൺഗ്രസ്സുകാർ ഉണ്ടാക്കിയിരുന്നെങ്കിൽ അതിനുശേഷം മറുപടി ഇല്ലാത്തത് കൊണ്ടാണ് പറയാത്തത് എന്ന ഒരു ആക്ഷേപം കൂടെ കേൾക്കേണ്ടി വരികയാണ്. അത് ദൗർഭാഗ്യകരമാണ്. ചർച്ചയിൽ വരുമ്പോൾ കൂടുതൽ സമയം ഞാൻ വെറുതെ ഇവിടെ ഇരിക്കുകയാണ്. ഇനി ഒരു കാര്യത്തിലേക്ക് വന്നാൽ പ്രസക്തമായ ഒരു ചോദ്യം ചില ആളുകൾ അവിടെ ഉന്നയിച്ചു. പ്രസക്തമായ ഒരു കാര്യം ഇവിടെ ചില ആളുകൾ ഉന്നയിച്ചു. തരാൻ കഴിഞ്ഞില്ല എന്നത് ഇനി അല്പസമയം കൂടി നമുക്ക് ബാക്കിയുണ്ട്. ഒരു നിമിഷം പ്ലീസ്. PC പറയട്ടെ. ഒരു നിമിഷം PCക്ക് തുടരാം. PCക്ക് സമയം തരാതെ പോയത് എന്റെ കുറ്റം കൂടിയാണ്. PCക്ക് ഉത്തരമില്ലാഞ്ഞിട്ടല്ല, അങ്ങനെ അഭിപ്രായം എനിക്കില്ല. PCക്ക് തുടരാം.
ഈ ക്രൂരമായ കൊലപാതകം നടത്തിയ പ്രതികളെ സംബന്ധിച്ച് CPMൻ്റെ ഇപ്പോഴത്തെ MLA കുഞ്ഞിരാമൻ പറഞ്ഞത് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗമായ പീതാംബരനാണ് അത് ചെയ്തത് എന്നാണ്. അപ്പോൾ പീതാംബരൻ പ്രതിയാണ്, കൊല ചെയ്തയാളാണ്, ക്രൂരത പ്രവർത്തിച്ചയാളാണെന്ന് ഇപ്പോഴത്തെ MLA ഒരു കുഞ്ഞിരാമൻ പറയുമ്പോൾ ആ ക്രൂരനായ പ്രതിയുടെ വീട്ടിൽ പഴയ CPMൻ്റെ MLA കുഞ്ഞിരാമൻ പോവുകയാണ്. ഇതിനെക്കുറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്താണ് അവരുടെ നിലപാട്? കേരളത്തിലെ ജനങ്ങൾക്ക് സമാധാനം ആഗ്രഹിക്കുന്നവർക്ക് അറിയണ്ടേ? ഇപ്പോഴത്തെ MLA കുഞ്ഞിരാമൻ പറയുന്നു പീതാംബരനാണ് പ്രതി, പീതാംബരനാണ് ഈ ക്രൂരത ചെയ്തത്. പഴയ MLA കുഞ്ഞിരാമൻ ആ കൊലയാളിയുടെ വീട്ടിൽ പോയത് എന്തിനാണ്? കേരളത്തിന് അറിയണ്ടേ? എന്തിനു പോയി? ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണോ? പീതാംബരൻ സത്യം യഥാർത്ഥ മൊഴി പുറത്തു പറഞ്ഞാൽ പീതാംബരനാണിത് ചെയ്തതെങ്കിൽ പീതാംബരനെ കൊണ്ട് ചെയ്യിച്ചയാളുടെ പേര് പറയുമെന്നുള്ള ഭയമുണ്ടായതുകൊണ്ടാണോ അവിടെ പോയത്? എന്തിനു പോയി? ഒരു കൊലയാളിയുടെ വീട്ടിൽ എങ്ങനെയാണ് ഒരു മുൻ MLAക്ക് പോകാൻ കഴിയുക? പിന്നെ ഞങ്ങളുടെ പാർട്ടിക്ക് ബന്ധമില്ല എന്ന് പറയുന്നതിനകത്ത് എന്ത് അർത്ഥമാണുള്ളത്? തുടരാം PC. അങ്ങേക്ക് സമയം കിട്ടാത്തത് കൊണ്ട് ഇതിനു മുമ്പ് വന്ന ചോദ്യങ്ങൾക്ക് കൂടി അങ്ങേക്ക് മറുപടി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാം. അങ്ങേക്ക് കൃത്യമായും കൂടുതൽ സമയം കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. PC ഒന്ന് പറഞ്ഞു തീർക്കട്ടെ. PCക്ക് നേരത്തെ കിട്ടിയ ചില ചോദ്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു ഇവിടെ. ശ്രീ PC വിശ്വനാഥ്, ഈ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ മുഖ്യമന്ത്രി അടക്കമുള്ളവരെ ഇന്ന് അവിടേക്ക് കൊണ്ടുപോകാൻ അനുകൂലമായ ഒരു സാഹചര്യം ഒരുക്കിയിരുന്നെങ്കിൽ ഇവർ പോകുമായിരുന്നു എന്നാണ് പറഞ്ഞത് PC. അല്ല, ഞങ്ങളല്ലല്ലോ ഒരുക്കേണ്ടത്. അവിടെ കൊലപാതകം നടത്തിയത് CPM, യഥാർത്ഥ പ്രതികളെ പിടിക്കാൻ സമ്മതിക്കാത്തത് CPM. പീതാംബരൻ CPMൻ്റെ നേതാവല്ല എന്നൊരു CPMകാരും പറയുന്നില്ലല്ലോ. പ്രതിയായ പീതാംബരൻ്റെ വീട്ടിൽ പോകുന്നത് CPM. എന്നിട്ട് ഇനി കൊല ചെയ്യപ്പെട്ട നിരപരാധികളുടെ വീട്ടിൽ പോകാൻ തയ്യാറാകാത്തതിൻ്റെയും കുറ്റം ഇതിനകത്ത് ഇരകളുടെ പേരിലേക്ക് ചുമത്തുന്ന വളരെ വിചിത്രമായ ഒരു വാദമാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഈ കേസിനെ സംബന്ധിച്ച് തന്നെ പറയാൻ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. ഈ കേസ് കാസർഗോട്ടെ മറ്റു പല കൊലപാതകങ്ങളും പാർട്ടി അന്വേഷണത്തിൽ, പാർട്ടി അധികാരത്തിലിരുന്നപ്പോൾ നടന്ന അന്വേഷണത്തിൽ ആ കേസുകൾ അട്ടിമറിക്കപ്പെട്ടു പോയതും പിന്നീട് ഉയർന്ന അന്വേഷണത്തിൽ അതിൽ യഥാർത്ഥ പ്രതികൾ പിടിക്കപ്പെട്ടിട്ടുള്ളതുമാണ്. സതീഷ് ചന്ദ്രനെ പേഴ്സണലി അറിയാവുന്ന കേസുകളുണ്ടല്ലോ. മഞ്ചേശ്വരത്തെ ജബ്ബാറിൻ്റെ കൊലപാതകം, സുധാകരൻ മാസ്റ്റർ എന്നാണെന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഇപ്പോൾ ശിക്ഷിച്ച് ജയിലിൽ കിടക്കുന്ന CPM നേതാവിൻ്റെ പേര് സുധാകരൻ മാസ്റ്റർ. ആ മാസ്റ്റർ പ്രതിയല്ലായിരുന്നല്ലോ. ഉയർന്ന അന്വേഷണം ഉണ്ടായപ്പോഴല്ലേ പ്രതിയായത്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്, ഈ കാര്യത്തിൽ ഈ CPM ഇക്കാര്യത്തിൽ കാണിക്കുന്ന കള്ളക്കളിയുണ്ട്. ആ കള്ളക്കളി അവസാനിക്കണമെങ്കിൽ ഉയർന്ന തലത്തിലൊരു അന്വേഷണം വേണം. അതിനപ്പുറം ഒരു മനുഷ്യത്വം നിങ്ങൾ കാണിക്കണം. ഇനിയെങ്കിലും ഈ കൊന്നവൻ്റെ വീട്ടിൽ പോകാതിരിക്കണം, ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കാതിരിക്കണം. PC-യിലേക്ക് ഞാൻ തിരിച്ചു വരാം. എനിക്ക് ഒരിക്കൽ കൂടി എനിക്ക് സതീഷ് ചന്ദ്രനിലേക്ക് പോകണം. അതിനു മുമ്പ് താങ്കൾക്ക് സതീഷ് ചന്ദ്രനോട് ചോദിക്കാനുണ്ട്. താങ്കൾ ഇവിടുത്തെ BJPയുടെ പ്രതിപക്ഷ നേതാവാണ് ഈ കൗൺസിൽ, വിജയകുമാർ. ശരി, വിജയകുമാറിന് ചോദിക്കാം. എനിക്ക് ചോദിക്കുവാനുള്ളത്, ഈ വിഷയം തന്നെ മുഖ്യമന്ത്രി ഈ മരിച്ച രണ്ടുപേർക്കിടെ വീട്ടിലേക്ക് പോകാൻ തയ്യാറായിരുന്നു എന്നാണ് പറയുന്നത്. ഇതൊരു നാടകമല്ലേ സതീഷ് ചന്ദ്രൻ സാറിനോട് എനിക്ക് ചോദിക്കുവാനുണ്ട്. ഈ നാടകം ലോകസഭാ ഇലക്ഷൻ വരുവാണ്. ഇത്ര നാളും കൊല്ലപ്പെട്ട അല്ലെങ്കിൽ കൊലപ്പെടുത്തിയ ഏത് ആളുകൾക്കിടെ വീട്ടിലാണ് മുഖ്യമന്ത്രി പോകുവാൻ സന്നദ്ധത പ്രകടിപ്പിച്ചത്? അപ്പോൾ ലോകസഭ ഇലക്ഷൻ വരുന്നു. ആ ഇലക്ഷൻ വരുന്നത് കൊണ്ട് ഇതൊന്ന് മയപ്പെടുത്തണം. ആ മയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇതിൽ ആളല്ല എന്ന് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നാടകമായിരുന്നു. അങ്ങോട്ട് പോകുന്നതിനുള്ള ആത്മാർത്ഥമായിട്ടുള്ള രീതിയിലല്ല, ആത്മാർത്ഥമായിട്ടുള്ള രീതിയിലല്ല. ഇതൊരു നാടകമല്ലേ ശ്രീ സതീഷ് ചന്ദ്രൻ? ഈ നാടകം മറുപടി പറയേണ്ടത് സതീഷ് ചന്ദ്രനാണ്. മറുപടി പറയേണ്ടത് സതീഷ് ചന്ദ്രൻ. നിങ്ങളുടെ നേതാവാണ് സതീഷ് ചന്ദ്രൻ. മറുപടി പറയട്ടെ. മറുപടി പറയട്ടെ സതീഷ് ചന്ദ്രൻ. വിജയകുമാർ, ഇത് നാടകവും സിനിമയൊന്നുമല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കേരളത്തിൽ ആദ്യമായി ഇതുവരെ ഒരു രാഷ്ട്രീയ പാർട്ടി എടുക്കാത്ത നിലപാട് CPM എടുത്തിരിക്കുകയാണ്. അത് കേരളത്തിൽ ഇനി രാഷ്ട്രീയ കൊലപാതകം ഇല്ലാതിരിക്കാനാണ്. അതുകൊണ്ടാണ് CPM LC മെമ്പർ, ആക്രമിക്കപ്പെട്ട CPM LC മെമ്പർ പീതാംബരൻ പ്രതികാരം ചെയ്തു. ആ പ്രതികാരം ചെയ്ത് രണ്ടുപേർ വധിക്കപ്പെട്ടത് ശരിയല്ല, തെറ്റാണ്. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, ഒരു സഹായവും ചെയ്യില്ല എന്ന് പറഞ്ഞത്
കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ അസാധാരണമായൊരു സംഭവം. എല്ലാ പാർട്ടികളും ഈ മാതൃക സ്വീകരിച്ചാൽ നാളെ കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകം ഉണ്ടാവില്ല. മുഖ്യമന്ത്രി ഞാൻ ആവർത്തിച്ച് പറഞ്ഞു, മുഖ്യമന്ത്രി പോകുന്നതിന് വേണ്ടി എന്നിട്ട് എങ്ങനെയാ നിങ്ങൾ പ്രതിയുടെ വീട്ടിൽ പോകുന്നത്? ഞാൻ വീണ്ടും പറഞ്ഞല്ലോ, പ്രതിയെ ഞാൻ പറയാം അരുണെ, ഞാൻ പറയാം ഒന്നിക്കൽ നിങ്ങൾ ബഹളം വെക്കുക, ഞാൻ പറയാം എന്താ വേണ്ടത് നിങ്ങൾ തീരുമാനിക്കും. അരുണെ, ഞാൻ പറയണോ ബഹളം വെക്കുന്നു? ഏതാ പറഞ്ഞോ? ഞാൻ പറഞ്ഞല്ലോ, അതാ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, പീതാംബരൻ കേസിലെ പ്രതിയാ, പീതാംബരന്റെ ഭാര്യ, പീതാംബരന്റെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾ ദേവിക, അവരെന്ത് കുറ്റം ചെയ്തു? അവരെ വീട് തകർക്കപ്പെട്ടു, തീ വെച്ചു, കാറ് കത്തിച്ചു. മാത്രമല്ല ഒരുപാട് CPM പ്രവർത്തകരുടെ വീട് തകർത്തു. ഞാൻ പറഞ്ഞല്ലോ, അവരെ മാത്രമല്ല, നാളെ ഞങ്ങൾ പോകുമ്പോൾ കൊല ചെയ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകളിലും പോകാൻ ഞങ്ങൾ CPM നേതൃത്വം തയ്യാറാണ്. പക്ഷേ ഇന്ന് മുഖ്യമന്ത്രി പോകുന്നുള്ള സാഹചര്യം ഒരുക്കിയിരുന്നെങ്കിൽ പോയായിരുന്നു. നേരെ മറിച്ച് ഞങ്ങൾ നാളെ അവിടെ പോയി, അവിടെ ഒരു സീനുണ്ടായി. അങ്ങനെ ഒരു സീനുണ്ട്. ഇന്ന് യഥാർത്ഥത്തിൽ റവന്യൂ വകുപ്പ് മന്ത്രി പോയപ്പോൾ തന്നെ ചില സീനുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചതാണ്. അങ്ങനെ ഒരു സീനുണ്ടായാൽ അത് കേരളത്തിൽ വീണ്ടും ക്രമസമാന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് സഹായിക്കും. ഞങ്ങൾ നിശ്ചയമായിട്ടും കോൺഗ്രസ് നേതൃത്വം അതിനുള്ള സാഹചര്യം ഒരുക്കിയാൽ പോകാൻ തയ്യാറാണ്. അതില്ലാതെ മനസ്സിലായി ഹക്കീം കുന്നേൽ. പക്ഷേ അരുണിനോട് എനിക്കൊരു അഭിപ്രായ വ്യത്യാസം എന്താ പറയുക, ഇത്രയും നേരമായിട്ടും ഹക്കീം കുന്നേലിൻ്റെ നമ്പറിലേക്ക് ഞാൻ കൃത്യമായി പറഞ്ഞ CPM ജില്ലാ സെക്രട്ടറി ബാലകൃഷ്ണൻ നമ്പർ വിളിച്ചോ നിങ്ങൾ ഇതുവരെ കണ്ടില്ലല്ലോ. നാളെ പറഞ്ഞാൽ മതി കേട്ടോ. നാളത്തെ എൻകൗണ്ടറിലെങ്കിലും പറയാനുള്ള ആർജവം അരുൺ നിങ്ങൾ കാണിക്കണം. ഞങ്ങൾ വീണ്ടും പറയുന്നു, ഇതിലേറ്റവും ശരിയായ സമീപനം ആത്മാർത്ഥതയുള്ള സമീപനമാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. അത് ഭാവിയിൽ കൊലപാതക രാഷ്ട്രീയമില്ലാത്ത ഒരു പുതിയ കേരളം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് CPM ഈ സമീപനമെടുത്തത്. കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഇന്ന് കാസർഗോഡ് നടത്തിയ പ്രസംഗം, നിങ്ങൾ ആദ്യം കാണിച്ച പ്രസംഗം, കേരളത്തിൽ ഓരോ നേതാവിനും ആർജവത്തോടുള്ള പ്രസംഗമാണ്. അദ്ദേഹം സമ്മതിക്കണം. ഞാൻ ഒരിക്കൽ കൂടി എനിക്ക് P. ശ്രീകുമാറിലേക്ക് ഒന്ന് പോകേണ്ടതുണ്ട്. PC വിശ്വനാഥുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. ശ്രീ P. ശ്രീകുമാർ, ഒരിക്കൽ കൂടി ഈ ചർച്ച അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പ് നാളെ പ്രതിയായ പീതാംബരന്റെ വീട്ടിൽ പോകുന്നതിന് CPM-ന്റെ ലോക്കൽ കമ്മിറ്റി അംഗം പറയുന്ന പ്രധാനപ്പെട്ട ന്യായീകരണം അദ്ദേഹത്തിന്റെ ഭാര്യയും മകളും ഇതിന് എന്ത് പിടിച്ചു എന്നുള്ളതാണ്. മറുപടി പ്ലീസ് ശ്രീകുമാറിന് ശ്രീകുമാർ നമുക്കറിയാമല്ലോ CPM-ന്റെ കാബല്യമാണല്ലോ അവരെ ഇങ്ങനെ നാളെയല്ല, ഈ കൊലപാതകം നടന്നതിന് തലേദിവസം തന്നെ പോയി. പിന്നീട് വേറൊരു കാര്യം, ഇതൊരു നാടകമാണെന്ന് അവിടെ കൗൺസിലർ പറഞ്ഞത് വളരെ കറക്റ്റാണ്. കാരണം ആദ്യമായിട്ടാണ് കോൺഗ്രസിന്റെ ഒരു KPCC പ്രസിഡന്റ് മുഖ്യമന്ത്രി വരണമെന്ന് പറയുന്നു, ഞാൻ വരാമെന്നുള്ള മെസ്സേജ് പിണറായി വിജയൻ കൊടുക്കുന്നു, ലാസ്റ്റ് വരാം, അവർ പോകുന്നില്ല എന്ന് പറഞ്ഞു. ഈ പറഞ്ഞതൊക്കെ വെറും ശുദ്ധ നുണകളും കാപഢ്യവുമാണ്. അല്ലാത്തന്നെ ഒരു നാടകമായിരിക്കാം. ചിലപ്പോൾ ഒരുപക്ഷേ ഈ ഇരകളുടെ വീട്ടിൽ മരിച്ച രണ്ടുപേരുടെ വീട്ടിൽ മുഖ്യമന്ത്രി വരുമ്പോൾ അടുത്ത പീതാംബരന്റെ വീട്ടിലൂടെ പോകേണ്ടി വരുമല്ലോ എന്ന് പാർട്ടിക്കാർ പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ പിന്മാറിയത്. ഇത് മുഴുവൻ ഈ CPM എന്ന് പറഞ്ഞ ഈ സ്ഥാപനം തന്നെ, ഈ ഒരു പ്രസ്ഥാനം തന്നെ തട്ടിപ്പല്ലേ. അവർക്ക് ഇഷ്ടമുള്ളത് പറയും, അവർ കുറേ കണക്ക് പറയും, കുറേ കുറ്റപ്പെടുത്തൽ പെടുത്തും, കുറേ RSS, BJP, ഗുണ്ടകൾ, ക്രിമിനലുകൾ കുറേ വാക്കുകൾ റിപ്പീറ്റ് ചെയ്ത് അങ്ങോട്ട് ഇങ്ങനെ പറഞ്ഞ് ഇപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, സതീഷ് ചന്ദ്രനെ പോലെ MLA ആയിരുന്നപ്പോൾ വളരെ മാന്യനായിരുന്നു. ഇപ്പോൾ പാർട്ടിയുടെ ചുമതല കിട്ടിയപ്പോൾ അദ്ദേഹം വേറെന്തോ സംസാരിക്കുന്നു. ഇത്രയും അധികം സമയം നമ്മളോടൊപ്പം ചർച്ചയിൽ പങ്കെടുത്തതിന് താങ്ക് യു P. ശ്രീകുമാർ. ഞാൻ ഒരിക്കൽ കൂടി വരാം. CPM-ന്റെ ജില്ലാ കമ്മിറ്റി, ക്ഷമിക്കണം, CPM-ന്റെ മുൻ ജില്ലാ സെക്രട്ടറിയായ ജില്ലാ സെക്രട്ടറിയിലേക്ക് തിരിച്ചു ഞാൻ വരാം. എനിക്ക് ഇവിടെയുള്ളവരുടെ വളരെ പെട്ടെന്നുള്ളൊരു പ്രതികരണം എടുത്തതിന് ശേഷം ഞാൻ തിരിച്ചങ്ങയിലേക്ക് വരാം. വളരെ പെട്ടെന്ന്, വളരെ ചുരുങ്ങിയ സമയം. നമ്മുടെ വിഷയം ഇതാണ്, മാറിപ്പോകാൻ കഴിയില്ല. ഇനി നമുക്ക് 2 മിനിറ്റ് ബാക്കിയുള്ളൂ നിങ്ങൾക്ക് വേണ്ടി. ഒറ്റ ചോദ്യം. ഇപ്പോൾ നമ്മളോടൊപ്പം CPM-ന്റെ മുൻ MLA ഉണ്ട്. നിങ്ങൾ ചോദിക്കുന്നുണ്ടോ?
MLA ചോദിക്കാനില്ല. ഇവിടെ ചോദിച്ചു. ഒറ്റ ചോദ്യം. അവിടെ സാറിന്റെ വാക്കിൽ നിന്നൊരു കാര്യം വന്നു. ഇവിടെ മാതൃക പിന്തുടരണം എന്ന് പറയുന്നു. ആ മാതൃക പിന്തുടർന്നാൽ ഇവിടെ കലാപ രാഷ്ട്രീയം തന്നെയാണ്. ആ വാക്കുകൾ അദ്ദേഹം പിൻവലിക്കണം. അദ്ദേഹത്തിന് പറയാനുള്ള അവകാശമില്ല. പിന്നെ സാറ് പറഞ്ഞ പോലെ സാറ് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ എല്ലാം പറഞ്ഞത് മുകേഷ് പറഞ്ഞതുപോലെ കമ്പിളിപ്പൊതപ്പ് എന്നുള്ള പുകമറ സൃഷ്ടിക്കുന്ന ഒരു ഉത്തരം മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. യാഥാർത്ഥ്യം. ഈ ചോദ്യങ്ങളെല്ലാം സതീഷ് ബാബുവിനാണ്. ഒറ്റ മിനിറ്റേ ഉള്ളൂ നമുക്ക് സമയം. ചോദ്യമല്ല, എനിക്ക് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയോടും കോൺഗ്രസിന്റെ പ്രവർത്തകരും സതീശത്തിലേക്ക് വരാം. തെരഞ്ഞെടുപ്പില് ഒരു അമ്മയുടെ മക്കളെ പോലെ പ്രവർത്തിക്കേണ്ട ആളുകളാണ് നിങ്ങൾ തമ്മിൽ തല്ലിച്ചാവും. അതുകൊണ്ട് അങ്ങ് ഡൽഹിയിൽ സോണിയാഗാന്ധിയും സാധാരണ പ്രവർത്തകര് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം. സാധാരണ പ്രവർത്തകർ നിങ്ങളെ കുത്തിച്ചാവുക. കേരളത്തിലെ സാധാരണ കോൺഗ്രസിന്റെ പ്രവർത്തകര് ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. എനിക്ക് ഇതെന്താണ് ഈ കേരളത്തിൽ നടക്കുന്നത്? നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി തന്നെ പരിതാപകരമാണ്. 1 കിലോ പശുവിറച്ചിയും കൊണ്ട് ഒരാൾക്ക് പോയി കഴിഞ്ഞാൽ അവനെ ഓടിച്ചിട്ട് തല്ലിക്കൊല്ലും. 350 കിലോഗ്രാം RDX ആയി പോയാലേ ഒരു കേസും പട്ടാളക്കാരൻ പ്രത്യയശാസ്ത്രത്തെ കുറിച്ചൊന്നും പറയണ്ട. അത് ഞങ്ങൾക്കറിയാം നടപ്പിലാക്കാൻ. അത് ഞങ്ങൾ നടപ്പിലാക്കും. ഈ നാട്ടിലെ സാധാരണക്കാരന്റെ പ്രത്യയശാസ്ത്രം കമ്മ്യൂണിസത്തിന്റെ പ്രത്യയശാസ്ത്രം ഉന്മൂലന സിദ്ധാന്തമാണ്. അവരെ എതിർക്കുന്നവരെ, ആ ശാസ്ത്രത്തിനെ എതിർക്കുന്നവരെ ഏതിനും എന്തിനേയും കൊന്നുകൊണ്ട് ഉന്മൂലനം ചെയ്തുകൊണ്ട് പോകുന്ന പ്രത്യയശാസ്ത്രമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാര് ഉന്മൂലന സിദ്ധാന്തത്തിന്റെ വക്താക്കളാണ്. എല്ലാവരെയും കൊന്നുകൊണ്ട് അവർക്ക് അധികാരം കയറാൻ ഉള്ള ബദ്ധ ശ്രദ്ധയിലാണ് ഇപ്പോ. അതിന്റെ ഭാഗമാണ് കൊലപ്പെടുത്തുകള്. ഈ കൊലപ്പെടുത്തിക്കൊണ്ട് കേരള മണ്ണ് തയ്യാറാവില്ല, ഭാരത മണ്ണ് തയ്യാറാവില്ല. സതീഷ് ചന്ദ്രൻ കേൾക്കാമെങ്കിൽ ഈ ചർച്ച അവസാനിക്കാൻ പോകുന്നു. സതീഷ് ചന്ദ്രൻ അവസാന മറുപടി അങ്ങയുടേതാണ്. പ്ലീസ്. ഈ ചർച്ചയിൽ പറഞ്ഞോളൂ, അങ്ങ് പറഞ്ഞോളൂ. ഇവിടെയുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടിയായി ഈ യഥാർത്ഥ കാര്യങ്ങൾ പ്രേക്ഷകർക്ക് വ്യക്തമായിരിക്കുകയാണ്. ഞാനത് വീണ്ടും പറയുകയാണ്. മുഖ്യമന്ത്രിയുടെ രാവിലെ നടത്തിയ പ്രസംഗം നിങ്ങൾ കാണിച്ചു. കൊലപാതക രാഷ്ട്രീയത്തിനെതിരായി ഒരിക്കലും കേരളത്തിൽ ഇനി രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്ന വളരെ കൃത്യമായ സന്ദേശം CPM അസാധാരണമായ ഒരു തീരുമാനം CPM എടുത്തിരിക്കുകയാണ്. അതാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇത് പറഞ്ഞത്. യാതൊരു ന്യായീകരണവുമില്ലാത്തതാണ്, ഹീനകൃത്യമാണ്. ആ കൃത്യം നടത്തിയവർക്കെതിരായി ശക്തമായ നടപടി പോലീസ് സ്വീകരിക്കും. കേരളത്തിന്റെ സ്വാഗതാർഹമായ തീരുമാനമാകുമായിരുന്നു. ഇന്ന് സഖാവ് കൃഷ്ണന്റെ വീട്ടിൽ സഖാവ് പിണറായി പോയിരുന്നെങ്കിൽ പോട്ടെ, വരും ദിവസങ്ങളിൽ ഈ കേസിനെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് എന്താകും എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഈ കേസ് എല്ലാ കേസും അവസാനിച്ചതുപോലെ താഴെത്തട്ടിൽ മാത്രം ആസൂത്രിതമായൊരു തിരക്കഥയുടെ ഭംഗിയായ സംവിധാനം പോലെ അവസാനിച്ചു പോകരുത്. ഈ കേസെങ്കിലും ഒരു മാറ്റത്തിനുള്ള തുടക്കമാകണം. അതാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ചുരുങ്ങിയ പക്ഷം സഖാവ് കൃഷ്ണനെങ്കിലും പ്രതീക്ഷിക്കുന്നത്. അതിന്റെ തുടക്കമാവട്ടെ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. എൻകൗണ്ടർ അവസാനിക്കുന്നു. പെരിയ മനസ്സുണ്ടാകട്ടെ പിണറായിക്ക്. നന്ദി, നമസ്കാരം. You are watching 24 from News Headquarters, Kochi.